ഈ പരിപാടിയിൽ ആദ്യന്തം നിങ്ങൾ പങ്കുകൊള്ളണം എന്ന് ആമുഖമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു. നിങ്ങൾക്കേവർക്കും ഞങ്ങളുടെ ഹൃദയംഗമമായ അഭിവാദ്യങ്ങൾ. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവർ കഥ പറയുന്ന വസന്തകുമാർ സാംബശിവനെ കൂടാതെ ശ്രീ രാജേന്ദ്രൻ ഹാർമോണിയം, ശ്രീ തമ്പിരാജ് തബല, ശ്രീ രാജൻ കലേപുരം കീബോർഡ്, ശ്രീ ബൈജു ഗിറ്റാർ വായിക്കുന്നു, ശ്രീ സതീഷ് ടൈമിംഗ് വായിക്കുന്നു. ഇന്ന് പറയുന്ന കഥ എസ്.കെ. പൊറ്റക്കാടിൻ്റെ പ്രേമശില്പി. പ്രേമശില്പി കഥാപ്രസംഗവേദിയിലെത്തിയത് 1957 അന്ന് ഈ കഥ അവതരിപ്പിച്ചത് എൻ്റെ അഭിവന്ദ്യ പിതാവ് വി സാംബശിവനാണ്. 57 മുതൽ 96 വരെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഒരു വർഷം പോലും മുടങ്ങാതെ ഈ കഥ തുടർന്ന് അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കെടാത്ത ഒരു കഥാപ്രസംഗ പുഷ്പമാണ് പ്രേമശില്പി എന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അത് കെടുന്നില്ല, വാടുന്നില്ല, അതിൻ്റെ സുഗന്ധം ഇപ്പോഴും നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളും അത് പറയുവാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇത് എഴുതിയത് എസ്.കെ. പൊറ്റക്കാടാണ്. എസ്.കെ. പൊറ്റക്കാട് സഞ്ചാര സാഹിത്യകാരനാണ്, നോവലിസ്റ്റാണ്, കഥാകാരനാണ്, കവിയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ഖണ്ഡകാവ്യമാണ് പ്രേമശില്പി. നോവലുകൾ നമുക്ക് പരിചിതങ്ങളാണ്. അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം നേടിക്കൊടുത്ത ഒരു ദേശത്തിൻ്റെ കഥ, പിന്നെ മറ്റു നോവലുകൾ ഒരു തെരുവിൻ്റെ കഥ, നാടൻ പ്രേമം, വിഷകന്യക തുടങ്ങിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നോവലുകളും അസംഖ്യം വരുന്ന അദ്ദേഹത്തിൻ്റെ ചെറുകഥകളും വായിച്ചിട്ടുള്ളവർ ഈ സദസ്സിൽ ഉണ്ട് എന്നെനിക്കറിയാം. ചെറുകഥകളിൽ ഏറ്റവും പ്രസിദ്ധം ഞാൻ പറയുന്നു പുള്ളിമാൻ ആണെന്ന്. പുള്ളിമാൻ കഥാപ്രസംഗമായി അവതരിപ്പിച്ചിട്ടുണ്ട്. പുള്ളിമാൻ അവതരിപ്പിക്കുന്ന കാലത്താണ് വി സാംബശിവനും എസ്.കെ. പൊറ്റക്കാടും തമ്മിൽ പരിചയപ്പെടുന്നതും അവരുടെ സൗഹൃദം ആരംഭിക്കുന്നതും. മലബാറിലാകെ പുള്ളിമാൻ, പ്രേമശില്പി തുടങ്ങിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൃതികൾ ഗ്രാമാന്തരങ്ങളിൽ പോലും അവതരിപ്പിച്ച് എസ്.കെ. പൊറ്റക്കാടിന് കൂടുതൽ പ്രസിദ്ധി നേടിക്കൊടുത്ത ഒരു സംരംഭമായിരുന്നു വി സാംബശിവൻ്റേത്. ആ അർത്ഥത്തിൽ അവരുടെ ഹൃദയബന്ധം നിലനിൽക്കുന്നു. എസ്.കെ. പൊറ്റക്കാടിൻ്റെ ഒരു സഞ്ചാരകൃതിയാണ് പ്രേമശില്പി എന്ന് പറഞ്ഞാൽ തെറ്റില്ല. അദ്ദേഹം സഞ്ചരിച്ചെത്താത്ത ദേശങ്ങളില്ല. അദ്ദേഹത്തിന് വിദൂരസ്ഥങ്ങളായ സ്ഥലങ്ങളിലേക്ക് പോകുന്നതും സമീപസ്ഥങ്ങളായ സ്ഥലങ്ങളിലേക്ക് പോകുന്നതും ഒരുപോലെ ഹരമായിരുന്നു. ചില ദിവസങ്ങളിൽ കോഴിക്കോട് അദ്ദേഹം താമസിക്കുമ്പോൾ ചില ദിവസങ്ങളിൽ രാവിലെ ബസ് സ്റ്റാൻഡിൽ ചെല്ലും. ആദ്യം കാണുന്ന ഒരു ബസ്സിൻ്റെ ബോർഡ് നോക്കി കയറും, അവിടേക്ക് ടിക്കറ്റ് എടുക്കും, അവിടെ ചെന്നിറങ്ങും, അവിടുത്തെ ജനങ്ങളുമായി പരിചയപ്പെടും, അവരുടെ പ്രത്യേകതകൾ മനസ്സിലാക്കും, ആ സ്ഥലത്തിൻ്റെ സാംസ്കാരിക ചരിത്രവും സാംസ്കാരിക സവിശേഷതകളും മനസ്സിലാക്കും. അത് അദ്ദേഹം പ്രജ്ഞയിൽ കുറിക്കും, നോട്ടിൽ കുറിക്കും, ഡയറിയിൽ കുറിക്കും. പിന്നീട് നമുക്കത് വിലപ്പെട്ട സാഹിത്യമായി, സഞ്ചാര സാഹിത്യമായി ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ എഴുതപ്പെട്ട ഒരു ഖണ്ഡകാവ്യകൃതിയാണ് പ്രേമശില്പി. ആ പ്രേമശില്പിയുടെ രചനയെക്കുറിച്ച് എസ്.കെ. പൊറ്റക്കാട് തന്നെ ചിലത് പറയുന്നുണ്ട്. നമുക്ക് അദ്ദേഹം പറയുന്നിടത്ത് നിന്ന് തന്നെ ഈ കഥ ആരംഭിക്കാം. എസ്.കെ. പറയുന്നു: ജാവയിൽ, ഈജിപ്തിൽ, ഉത്തരാഫ്രിക്കയിൽ, സോവിയറ്റ് ഏഷ്യയിൽ, ചെക്കോസ്ലവാക്യയിൽ. ജാവയിൽ, ഈജിപ്തിൽ, ഉത്തരാഫ്രിക്കയിൽ, സോവിയറ്റ് ഏഷ്യയിൽ, ചെക്കോസ്ലവാക്യയിൽ. ജീവിതമണ്ഡലങ്ങൾക്കു മുകളിലായി കാവ്യാന്തരീക്ഷത്തിലൂടെ ചരിക്കവേ. ജീവിതമണ്ഡലങ്ങൾക്കു മുകളിലായി കാവ്യാന്തരീക്ഷത്തിലൂടെ ചരിക്കവേ. അന്ധകരണ പ്രതിസ്പന്ദനങ്ങളെ ബന്ധിച്ചുകൊണ്ട്
കാവ്യങ്ങളെ അന്ധകരണ പ്രതിസ്പന്ദനങ്ങളെ ബന്ധിച്ചുകൊണ്ടു രചിച്ച കാവ്യങ്ങളെ കാവ്യസമ്പുട്ടയാം കൈരളിക്കേകുന്നു കേവലം ആത്മസംതൃപ്തിക്കു വേണ്ടി ഞാൻ. കാവ്യസമ്പുട്ടയാം കൈരളിക്കേകുന്നു കേവലം ആത്മസംതൃപ്തിക്കു വേണ്ടി ഞാൻ. കേവലം ആത്മസംതൃപ്തിക്കു വേണ്ടി ഞാൻ. സാഹിത്യ സവ്യസാചിയാണ് എസ് കെ പൊറ്റക്കാട്. ഗദ്യവും പദ്യവും ഒരുപോലെ നന്നായി എഴുതുന്ന എസ് കെ പൊറ്റക്കാട് വിനയാന്വിതനായി പറയുന്നു, താൻ ഈ കൃതി സമർപ്പിക്കുന്നത് കേവലം ആത്മസംതൃപ്തിക്ക് വേണ്ടിയാണ്, അല്ലാതെ കൈരളിയെ കാവ്യസമ്പുഷ്ടയാക്കാൻ വേണ്ടിയല്ല എന്ന് അദ്ദേഹം വിനയാന്വിതനായി പറയുന്നു. അതേ വിനയ മനോഭാവത്തോടു കൂടി ഞാനും ഈ കഥാപ്രസംഗം നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു. കാവ്യസമ്പുട്ടയാം കൈരളിക്കേകുന്നു കേവലം ആത്മസംതൃപ്തിക്കു വേണ്ടി ഞാൻ. കേവലം ആത്മസംതൃപ്തിക്കു വേണ്ടി ഞാൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിൽ മറക്കാനാവാത്ത ചില ദിവസങ്ങളുണ്ട്, ചില മുഹൂർത്തങ്ങളുണ്ട്. മറക്കാവതല്ല, ആ ദിവസവും മുഹൂർത്തവും ഒക്കെ സമ്മാനിച്ച അനുഭൂതികൾ നമുക്ക് മറക്കാൻ സാധ്യമല്ല. ഉദാഹരണം, നമ്മുടെ കല്യാണം കഴിഞ്ഞ ദിവസം ആർക്ക് മറക്കാനാകും? ആ ദിവസം പകർന്ന അനുഭൂതികൾ മറക്കാനൊക്കുമോ? ചിലർക്ക് പറ്റിപ്പോയ അമളികളും മണ്ടത്തരങ്ങളും ആരെങ്കിലും മറക്കുമോ? അത് ഓർത്തോർത്ത് അയവിറക്കിയിരിക്കുന്നത് എത്ര രസകരമാണ്. എത്ര രസകരമാണെന്ന് കല്യാണം കഴിച്ചവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകും. കല്യാണം കഴിക്കാത്തവരുണ്ട്, അവരെന്ത് ചെയ്യും? അവരോട് എനിക്ക് പറയാനുള്ളത്, പോയി കല്യാണം കഴിക്കുക, അനുഭൂതികൾ സ്വന്തമാക്കുക. അതുവരെ ചുമ്മാ സങ്കല്പിച്ചുകൊണ്ടിരുന്നാൽ മതി. ഞാൻ ഇത്രയും പറയാൻ കാരണം, നമ്മുടെ ഈ കഥയിലെ നായിക കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ വന്നു ചേർന്നതേ ഉള്ളൂ. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നേരം സന്ധ്യയായിരിക്കുന്നു. പടിഞ്ഞാറു ചാഞ്ഞു സൂര്യൻ പരിരമ്യമായി മഞ്ഞയും കടും ചുവപ്പും കലർന്ന് കടുക്കളുടെ. പടിഞ്ഞാറു ചാഞ്ഞു സൂര്യൻ പരിരമ്യമായി മഞ്ഞയും കടും ചുവപ്പും കലർന്ന് കടുക്കളുടെ. രാജകര കേസരങ്ങൾ വീശിടുന്നു ദൂരത്തൊരു രാജമല്ലിമരം പൂത്തു വിലസും പോലെ. രാജൽക്കര കേസരങ്ങൾ വീശിടുന്നു ദൂരത്തൊരു രാജമല്ലിമരം പൂത്തു വിലസും പോലെ. പടിഞ്ഞാറു ചാഞ്ഞു സൂര്യൻ പരിരമ്യമായി മഞ്ഞയും കടും ചുവപ്പും കലർന്ന് കടുക്കളൂടെ. നല്ല മഞ്ഞ വെയിലുള്ള ഒരു നല്ല സായംകാലം, സൂര്യനസ്തമിക്കുന്നു. ആ സൂര്യാസ്തമനം കാണാൻ ഒരു പെണ്ണ് വന്നിരിക്കുന്നു, അതിസുന്ദരിയായ ഒരു പെണ്ണ്. എല്ലാ ദിവസവും സൂര്യാസ്തമനം കാണാൻ അവൾ വരാറുണ്ട്. അവളെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അവളെ നമ്മൾ ഒറ്റ പേരാണ് വിളിക്കുക. അവളുടെ പേര് സന്ധ്യ, സുന്ദരിയായ സന്ധ്യ. ആരെയോ വിചാരിച്ച് തുടുക്കും കവിളുമായി, ആരെയോ വിചാരിച്ച് തുടുക്കും കവിളുമായി ദൂരയാദിക്കിൻവക്കത്തിടുന്നു സന്ധ്യാലക്ഷ്മി, ദൂരയാദിക്കിൻവക്കത്തിടുന്നു സന്ധ്യാലക്ഷ്മി. ഈ പെണ്ണ്, ഈ സുന്ദരി പെണ്ണ് മനസ്സിൽ ആരെയോ പേറിയിട്ടുണ്ട്. ഈ സുന്ദരി പെൺപിള്ളേരുടെ എല്ലാം മനസ്സിൽ ആരെങ്കിലും ഒക്കെ കാണും. ഇവളുടെ മനസ്സിലും ആരോ ഉണ്ട്. പക്ഷെ ആരാണ് എന്ന് എനിക്ക് നിശ്ചയമില്ല. മനസ്സിൽ ആര് തന്നെയാണെങ്കിലും അയാൾക്ക് വേണ്ടി തുന്നുവാൻ എറിഞ്ഞിട്ട നീലപ്പട്ടുറുമാലാം, തുന്നുവാൻ എറിഞ്ഞിട്ട നീലപ്പട്ടുറുമാലാം. കടലിൽ സൂര്യരശ്മി തങ്കനൂലിരജപ്പു, കടലിൽ സൂര്യരശ്മി തങ്കനൂലിരജപ്പു. അവൾ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ ഹൃദയേശ്വരന് വേണ്ടി തുന്നുവാൻ എറിഞ്ഞിട്ട നീലക്കടലാകുന്ന നീലപ്പട്ടുറുമാലിൽ സ്വർണ്ണ നൂലുകൾ അവൾ തുന്നിച്ചേർക്കുന്ന നേരം. നല്ലൊരു സായംകാലം ഞാൻ പറഞ്ഞുവല്ലോ. ഇതാ ആകാശത്ത് നക്ഷത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടു, പഞ്ചമി ചന്ദ്രക്കലയും വന്നിരിക്കുന്നു. ഈ നല്ല നേരത്ത് ഭർത്താവിന്റെ വീട്ടിലേക്ക് വന്ന് കയറിയ ആ നവോഢയുടെ മനോഭാവം എന്തെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഒരു വാക്കിലോ മനക്കെന്തു നാണം, ഇനി വേറൊരുത്സവമെന്തു വേണം. ഒരു വാക്കിലോ മനക്കെന്തു നാണം, ഇനി വേറൊരുത്സവമെന്തു വേണം. നാണിച്ചു നാണിച്ചു മൗലി കുനിച്ചു, നാണിച്ചു നാണിച്ചു മൗലി കുനിച്ചു.
അവൾ നാണിച്ചു നിൽക്കുന്നു. അവൾക്ക് മണിയറയിൽ പോകാനുള്ള നേരമായി. ഒറ്റയ്ക്ക് ഒരു നവോഢയും സ്വമേധയാ മണിയറയിൽ കയറിയ ചരിത്രമില്ല. ഞാൻ പഴയ തലമുറയുടെ കാര്യം പറയുന്നത്, പുതിയ തലമുറയുടെ കാര്യം ഉറപ്പിച്ചങ്ങനെ പറയാൻ വയ്യ. ഒരു നവോഢയും ആരെങ്കിലും തള്ളിവിടാതെ ഒരു മണിയറയിൽ കയറിയിട്ടില്ല. ഇതാ ഇവളെ അവളുടെ കൂട്ടുകാരികൾ മണിയറയിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുന്നു. അവൾക്ക് വല്ലാത്ത ലജ്ജ, വല്ലാത്ത നാണം. കൂട്ടുകാരികൾ അവളെ അത് പറഞ്ഞ് കളിയാക്കുന്നു. കള്ള നാണം, നാളെയും വേണം നാണം. ഈ നേരത്ത് കേട്ടോ, കള്ള നാണം. അങ്ങോട്ട് ചെല്ലടി പെണ്ണെ, അങ്ങോട്ട് ചെല്ലടി പെണ്ണെ. ദേ അദ്ദേഹം കാത്തിരിക്കുന്നു. ഗതിജിതമതഗജമത്തമരാളവിലാസനിദംബിനി നീ, ഗതിജിതമതഗജമത്തമരാളവിലാസനിദംബിനി നീ, ഗമന വിളംബന മരുദിനി മമ സഖി ജല്ലുക ജല്ലുക നീ, ഗമന വിളംബന മരുദിനി മമ സഖി ജല്ലുക ജല്ലുക നീ, ഗതിജിതമതഗജമത്തമരാളവിലാസനിദംബിനി നീ, ഗമന വിളംബന മരുദിനി മമ സഖി ജല്ലുക ജല്ലുക നീ, പോവുക പോവുക നീ, ജല്ലുക ജല്ലുക നീ, പോവുക പോവുക നീ, ജല്ലുക ജല്ലുക നീ. നോക്ക് നിൽക്കാതെ അങ്ങോട്ട് കയറി ചെല്ലടി പെണ്ണെ. നീ വരുന്നെന്ന് കരുതി അവിടെ അദ്ദേഹം കാട്ടിക്കൂട്ടുന്നത് എന്തൊക്കെയാണെന്ന് ചെന്നൊന്ന് നോക്ക്. നവസുമതൽപ്പം നീ വരവായ നോർത്തുവിരിക്കുന്നു, നവസുമതൽപ്പം നീ വരവായ നോർത്തുവിരിക്കുന്നു, നയനം സഹിതം നീ വരുമാ വഴി നീളെ അയക്കുന്നു, നയനം സഹിതം നീ വരുമാ വഴി നീളെ അയക്കുന്നു, ഗതിജിതമതഗജമത്തമരാളവിലാസനിദംബിനി നീ, ഗമന വിളംബന മരുദിനി മമ സഖി ജല്ലുക ജല്ലുക നീ, പോവുക പോവുക നീ, പോവുക പോവുക നീ, ജല്ലുക ജല്ലുക നീ, പോവുക പോവുക നീ. എത്ര പറഞ്ഞിട്ടും അവൾ അകത്തേക്ക് പോകുന്നില്ല. അവസാനം കൂട്ടുകാരികളെല്ലാം കൂടെ ചേർന്ന് അവളെ മണിയറയിലേക്ക് തള്ളിവിട്ടു. അവർക്ക് വേറെ ജോലിയുള്ളതാണ്. അവൾ ഏതാനും ചുവടുകൾ മുന്നോട്ട് വെച്ചു, വന്ന് സ്തംഭിച്ചങ്ങനെ നിൽക്കുന്നു. അവൾക്ക് മുന്നോട്ട് അനങ്ങാൻ വയ്യ, അനങ്ങാൻ വയ്യ, മിണ്ടാൻ വയ്യ. പക്ഷെ അനങ്ങാതെ വയ്യല്ലോ, മിണ്ടാതെയും വയ്യല്ലോ. ആദ്യ രാത്രിയല്ലേ, അതുകൊണ്ട് അവൾ മന്ദമന്ദം അകത്തേക്ക് പോയി. തൈത്തന്നലൊന്നെങ്ങാൻ തൊട്ടാൽ കുണുങ്ങുന്ന മുട്ടിട്ട മുല്ലയെ പോലെ, മുട്ടിട്ട മുല്ലയെ പോലെ, തൈത്തന്നലൊന്നെങ്ങാൻ തൊട്ടാൽ കുണുങ്ങുന്ന മുട്ടിട്ട മുല്ലയെ പോലെ, മുട്ടിട്ട മുല്ലയെ പോലെ. ഒരു കുളിർ കാറ്റ് ചെന്ന് തൊട്ടാൽ നാണം കുടുങ്ങുന്ന മുല്ലവല്ലിയെ പോലെ അവൾ ഇതാ മന്ദമന്ദം അകത്തേക്ക് പോകുന്നു. നാണം കുണുങ്ങി കുണുങ്ങിയവളൊരു കനനച്ചാർത്തി പതുങ്ങി, കനനച്ചാർത്തി പതുങ്ങി, നാണം കുണുങ്ങി കുണുങ്ങിയവളൊരു കനനച്ചാർത്തി പതുങ്ങി, കനനച്ചാർത്തി പതുങ്ങി. നാണം നിമിത്തം അവളൊരു ഭാഗത്ത് വന്ന് പതുങ്ങി നിന്നു. പക്ഷേ അവളെ ഭർത്താവ് കണ്ടു. കണ്ടിട്ടുമായത് കാണാത്ത ഭാവത്തിൽ ഇന്നൽ നടിച്ചവൻ നിന്നു, ഇന്നൽ നടിച്ചവൻ നിന്നു. കണ്ടിട്ടുമായത് കാണാത്ത ഭാവത്തിൽ ഇണ്ടൽ നടിച്ചവൻ നിന്നു, ഇണ്ടൽ നടിച്ചവൻ നിന്നു. പാവനദേവതേ, പാവനദേവതേ എങ്ങു നീ എന്നവൻ അവലാതിപ്പെട്ടുഴന്നു, അവലാതിപ്പെട്ടുഴന്നു. പാവനദേവതേ. ഒടുവിൽ അവൾ മണിയറയിൽ പ്രവേശിച്ചു. ആദ്യ രാത്രി ആരംഭിക്കുകയായി. സഹൃദയരെ, സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടു തുടങ്ങിയ ഈ കഥ പ്രേമശില്പി ഒരു സംഭവകഥയാണ്. യഥാർത്ഥത്തിൽ നടന്നതാണ്, ഇപ്പോഴെങ്ങുമല്ല. ഒരു 580 വർഷം മുമ്പ്, അല്ലെങ്കിൽ ഒരു 6 നൂറ്റാണ്ട് മുമ്പ്. ഇവിടെങ്ങുമല്ല. ഇവിടെങ്ങുമല്ല എന്ന് പറയുമ്പോൾ ഞാനെപ്പോഴും കേരളത്തിൽ നിന്നാണ് കഥ പറയുക. നമ്മളൊക്കെ ഇപ്പോൾ കേരളത്തിലിരിക്കാൻ മാവേലി മന്നനെ വരവേറ്റിട്ട് നമ്മളൊരു കേരളം ഇവിടെ പുനഃസൃഷ്ടിച്ച് ആ കേരളത്തിന്റെ അതിർത്തിയിൽ ഇരിക്കുകയാണ്. അപ്പോ ഈ കഥ നടന്നത് ഇവിടെങ്ങുമല്ല, കേരളത്തിലെങ്ങുമല്ല, കേരളത്തിലല്ല, ഇന്ത്യയിലുമല്ല. ഇന്ത്യക്കപ്പുറത്ത്, പാകിസ്ഥാനും അപ്പുറത്ത്.
അഫ്ഗാനിസ്ഥാനും അപ്പുറത്ത്, ബലൂചിസ്ഥാനും അപ്പുറത്ത് ഉസ്ബെക്കിസ്ഥാൻ എന്നൊരു സ്ഥാനമുണ്ട്, ഒരു സ്ഥലമുണ്ട്. അവിടെ സമർഖണ്ഡ് എന്നൊരു ദേശമുണ്ട്. അവിടെ ഈ കഥ നടന്നു. അവിടെ സമർഖണ്ഡിൽ സഞ്ചരിച്ചെത്തിയ SK പൊറ്റക്കാട് ഈ കഥ അവിടെ നിന്ന് കേട്ടാണ് അറിഞ്ഞത്. അദ്ദേഹം സഞ്ചാരിയായി അവിടെ ചെന്നു. 1957 അദ്ദേഹം അന്നവിടെ ചെല്ലുമ്പോൾ, 57 അദ്ദേഹം ചെല്ലുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഈ കഥ പറയുന്ന ഞാനും ഉണ്ടായിരുന്നു എന്ന് നിങ്ങളൊന്ന് സങ്കല്പിക്കുക. ഞാൻ ജനിച്ചത് 57 ശേഷമാണ്. എങ്കിലും കഥ പറയുവാനും കേൾക്കുവാനുമുള്ള സൗകര്യത്തിന് വേണ്ടി നിങ്ങളൊന്ന് സമ്മതിക്കുക. ഞാൻ കൂടി ആ സംഘത്തിലുണ്ടായിരുന്നു, SK പൊറ്റക്കാടിൻ്റെ സംഘത്തിലുണ്ടായിരുന്നു. അങ്ങനെ SK പൊറ്റക്കാട് ഞാനും അടങ്ങുന്ന ആ യാത്രാ സംഘം അവിടെ സമർഖണ്ഡിലെത്തി. അന്നൊരു ദിവസം, അന്നൊരു നാളിൽ പൊന്നിന്റെ ഒരു സായാഹ്നത്തിൽ ഞങ്ങൾ ഉസ്ബെക്കിസ്ഥാനിൽ സുന്ദര സമർഖണ്ഡിൽ കാഴ്ചകൾ കാണാനെത്തി. അന്നൊരു സായാഹ്നത്തിൽ ഞങ്ങൾ ഉസ്ബെക്കിസ്ഥാനിൽ സുന്ദര സമർഖണ്ഡിൽ കാഴ്ചകൾ കാണാനെത്തി. സുന്ദര സമർഖണ്ഡിൽ കാഴ്ചകൾ കാണാനെത്തി. സമർഖണ്ഡ് ചരിത്ര നഗരമാണ്, സുന്ദരമായ നഗരം. അവിടെ കാഴ്ചകൾ കാണാൻ ഏറെയുണ്ട്. ആ കാഴ്ചകൾ കാണാൻ ഞങ്ങൾ ആ തെരുവീതിയിലൂടെ തലങ്ങും വിലങ്ങും നടക്കുന്നു. എന്ത് തിരക്കാണ് തെരുവീതിയിലേക്ക്! ആളുവലിക്കും, കാളവലിക്കും, കുതിര വലിക്കും വണ്ടി, ചക്രം തിരിയും തിരിയലിലെല്ലാം തെക്കി വലിച്ചു നടന്നു. പലഹാരങ്ങൾ വിറ്റു നടന്നു, തുടമണി കൊട്ടും വണ്ടി. ആളുകൾ അനവധിയുണ്ടെന്നാൽ അതിലാരിലുമിട ചേരാതെ ആ നഗരത്തിൻ വീതികൾ തോറും ഞങ്ങൾ അലഞ്ഞു നടന്നു. ആ നഗരത്തിൻ വീതികൾ തോറും ഞങ്ങൾ അലഞ്ഞു നടന്നു. ഞങ്ങൾ അലഞ്ഞു നടന്നു, ഞങ്ങൾ അലഞ്ഞു നടന്നു, ഞങ്ങൾ അലഞ്ഞു നടന്നു. അവിടെ കാഴ്ചകൾ കാണാൻ ഏറെയുണ്ട്. ഞങ്ങൾ അങ്ങനെ തലങ്ങും വിലങ്ങും നടന്നു. ഞങ്ങൾ എന്തെല്ലാം കണ്ടു! ഞങ്ങൾ അവിടെ പലതും കണ്ടു. പണ്ടത്തെ ചരിത്രത്തിൻ ഗന്ധവും സാംസ്കാരിക സ്പന്ദവും കലർന്നതായി പലതും കണ്ടു ഞങ്ങൾ. പണ്ടത്തെ ചരിത്രത്തിൻ ഗന്ധവും, ആ നാടിന്റെ ചരിത്രാംശങ്ങൾ, പണ്ടത്തെ ചരിത്രത്തിൻ ഗന്ധവും സാംസ്കാരിക സ്പന്ദവും കലർന്നതായി പലതും കണ്ടു ഞങ്ങൾ. ഉടഞ്ഞ പിഞ്ഞാണങ്ങൾ കണക്ക് ഓരോ കോണിലടിഞ്ഞു കിടക്കുന്നു പള്ളികൾ പ്രാചീനങ്ങൾ. ഉടഞ്ഞ പിഞ്ഞാണങ്ങൾ കണക്ക് ഓരോ കോണിലടിഞ്ഞു കിടക്കുന്നു പള്ളികൾ പ്രാചീനങ്ങൾ. ഉടഞ്ഞ പിഞ്ഞാണുകൾ പോലെ പള്ളി മന്ദിരങ്ങൾ കാണാം. ഇതൊക്കെ കണ്ടു കണ്ട് ഞങ്ങൾ മുന്നോട്ട് നടക്കുന്നു. ഞങ്ങൾ തൻ വഴി കാട്ടി പെൺകിടാവോതി. ഞങ്ങൾക്കൊരു ടൂറിസ്റ്റ് ഗൈഡുണ്ട്, ഒരു സുന്ദരി പെണ്ണ്. ഞങ്ങൾ തൻ വഴി കാട്ടി പെൺകിടാവോതി. ഈ കാണുന്നതാണല്ലോ വമ്പനാം തിമൂർ പള്ളി. ഞങ്ങൾക്ക് കൂട്ടുവന്ന ആ ടൂറിസ്റ്റുകാരി പെണ്ണ്, ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ പെണ്ണ്, കൊലുന്നനെ വെളുത്ത് സുന്ദരിയായ ഒരു പെണ്ണ്. അവൾ കൈ ഉയർത്തി പറയുന്നു, ഇതാണ് തിമൂർ പള്ളി. അവളുടെ നൃത്തലാസ്യത്തിലുള്ള ആ കൈ ചൂണ്ടൽ എല്ലാവരും ശ്രദ്ധിച്ചു. അവളുടെ സൗന്ദര്യം, അവളുടെ മധുരമായ ശബ്ദം എല്ലാവരെയും കീഴടക്കി. എല്ലാവരും അവൾ കൈ ചൂണ്ടി സ്ഥലത്തേക്ക് തന്നെ നോക്കി, അവളെയും നോക്കി. ഞാനും ഇതെല്ലാം ശ്രദ്ധിച്ചു. പക്ഷേ എൻ്റെ മനസ്സിലുടക്കിയത് ആ വാക്കാണ് തിമൂർ പള്ളി. ഞാൻ ചോദിച്ചു, തിമൂർ പള്ളി? അതെ, തിമൂർ പള്ളി. ചരിത്രത്തിലൊരു തിമൂർ ഉണ്ടല്ലോ, ഉടന്തനായ തിമൂർ, ടൈമൂർ ദ ലെയിം. അദ്ദേഹമാണോ സൂചിത പുരുഷൻ? അതെ അതെ, അതേ തിമൂർ തന്നെ. ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും ആക്രമിച്ച് കീഴടക്കിയ പരാക്രമശാലിയായ ആ തിമൂർ തന്നെ. അവൾ ഞങ്ങൾ മുന്നോട്ട് നയിച്ചു. ഞങ്ങൾ ആ പള്ളിയുടെ മുന്നിലെത്തി. അടുത്ത് നിന്ന് കണ്ടു. അടുത്ത് നിന്ന് കണ്ടപ്പോ ദൂരെ നിന്ന് കണ്ട ആ ഭംഗിയൊന്നുമില്ല. കുംഭഗോപുരം ജരിയാറായി. അടുത്ത് നിന്ന് നോക്കിയപ്പോ ആ ഭംഗിയൊന്നുമില്ല. കുംഭഗോപുരം ജരിയാറായി, തറകൾ പാണൽ ചെടി തറവാടുകളായി, കല്ലറകൾ നരിച്ചീറിനാവാസരംഗങ്ങളായി, അസ്ഥിഖണ്ഡങ്ങൾ പോലായി വെണ്ണക്കൽ തൂണങ്ങൾ, കൊത്തുവേലകളെല്ലാം കരിഞ്ഞു വെണ്ണീറായി. അവിടെ പാണൽ ചെടി പടർന്ന് കിളിച്ചു നിൽക്കുന്നു. അവിടുത്തെ കല്ലറകളിലെല്ലാം നരിച്ചീർ തലമുറയായിട്ട് താമസിക്കുന്നു. അവിടുത്തെ വെണ്ണക്കൽ തൂണുകളെല്ലാം അസ്ഥിഖണ്ഡങ്ങൾ പോലെ ദ്രവിച്ചിരിക്കുന്നു. ആ കൊത്തുവേലകളെല്ലാം പായൽ പിടിച്ച് കരിഞ്ഞതുപോലെ നിൽക്കുന്നു. ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഈ പൊത്ത പള്ളി കാണാനാണോ പെണ്ണെ ഞങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? ഇങ്ങനെ
ഞാൻ മനസ്സിൽ ഇങ്ങനെ പലതും ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോ ആ പള്ളിക്കുള്ളിൽ നിന്നും ഒരാൾ ഇറങ്ങി വന്നു. ഒരു പടുവൃത്തൻ, പള്ളിയുടെ സൂക്ഷിപ്പുകാരനാണെന്ന് തോന്നുന്നു. അയാളെ കണ്ടിട്ട് മഹാകവി വള്ളത്തോൾ വർണ്ണിച്ച മാതിരിയുണ്ട്. ത്വിത്തോലുമക്ഷികൾ, നല്ല തിളക്കമുള്ള കണ്ണുകൾ, ത്വിത്തോലുമക്ഷികൾ, നരച്ച് മാറിൽ തൊട്ടോരു താടി, ഇങ്ങനെ നെഞ്ചു വരെ വളർന്നു കിടക്കുന്ന താടി, കോഴിപ്പൂട പോലെ ഇങ്ങനെ കിടക്കുന്നെങ്കിലും എന്തോ വലിയ സാധനം കളിച്ചിരിക്കുന്ന ഒരു ഭാവമാണ്. കൂടെ കൂടി ഇങ്ങനെ തടകുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഒരു കത്രിക ഉണ്ടായിരുന്നെങ്കിൽ ഇടപാട് ഇപ്പൊ തീർക്കാമായിരുന്നു, അങ്ങ് മുറിച്ചു കളയാമായിരുന്നു. ത്വിത്തോലുമക്ഷികൾ, നരച്ചും മാറിൽ തൊട്ടോരു താടി, ചുളി വീണ് പരന്ന നെറ്റിയും, മുട്ടോളമെത്തിയ ഭുജാമുസലങ്ങൾ, കാൽമുട്ടോളം നീണ്ടു കിടക്കുന്ന ഇരുമ്പിലൊക്കെ പോലത്തെ കൈകൾ. ആ കൈകൾ ഉയർത്തി അദ്ദേഹം ഞങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. അസ്സലാമലൈക്കും, അങ്ങക്ക് ഈശ്വര അനുഗ്രഹം ഉണ്ടാകട്ടെ. അതാണല്ലോ എന്റെ അർത്ഥം. ഞങ്ങൾ പ്രത്യഭിവാദ്യം നൽകി. അലൈക്കും അസ്സലാം, അങ്ങേക്കും അപ്രകാരമാകട്ടെ. അഭിവാദ്യങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ഭാരതീയർ ഒട്ടും പിന്നോക്കമല്ല. നമുക്ക് ഒരുപാട് ഭാഷകളുണ്ട്, ഒരുപാട് സംസ്കാരമുണ്ട്, ഒരുപാട് അഭിവാദന രീതികളുണ്ട്. നമുക്ക് എങ്കിലും ഇഷ്ടം ഇംഗ്ലീഷിൽ പറയുന്നതാണ്. മലയാളത്തെക്കാളും ഇംഗ്ലീഷിൽ പറയുന്നതാണ് നമുക്കിഷ്ടം. സാഹിബിനോട് വലിയ ഇഷ്ടമാണ്, വലിയ ബഹുമാനമാണ്. അതാണ് സാഹിബിനെ കാണുമ്പോൾ നമ്മൾ കവാത്ത് മറക്കുന്നത്. സാഹിബ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഗുഡ് മോർണിംഗ് രാവിലെ പറയാൻ, ഗുഡ് ആഫ്റ്റർനൂൺ ഉച്ചയ്ക്ക്, ഗുഡ് ഈവനിങ് വൈകുന്നേരം, രാത്രി പിരിയാൻ നേരത്ത് ഗുഡ് നൈറ്റ്. ഈ കാര്യം നമ്മൾ മലയാളികളെ കണ്ടു പഠിക്കണം. ഞാൻ പറയുന്നത് അതാണ്. സാഹിബിന് നേരവും കാലവും ഒക്കെ നോക്കിയിട്ടാണ് ഈ അഭിവാദ്യം. നമുക്കിങ്ങനെ നേരവും കാലവും ഒന്നുമില്ല. നമ്മൾ കൊച്ചു വെളുപ്പങ്കാലമാണെങ്കിലും നട്ടുച്ചയാണെങ്കിലും വൈകുന്നേരമാണെങ്കിലും രാത്രിയാണെങ്കിലും അർദ്ധരാത്രിയാണെങ്കിലും നമ്മളെ നീട്ടി വലിച്ച ഒറ്റ കാച്ചാണ് നമസ്കാരം. അങ്ങനെ പറയാറുണ്ട്. അങ്ങനെ പരിഹസിക്കേണ്ട ഒരു ഭാഷയല്ല നമ്മുടെ മലയാള ഭാഷ. ഇപ്പൊ ശ്രേഷ്ഠ ഭാഷയായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്തെന്ത് പര്യായങ്ങളുണ്ട് ഈ പദത്തിന് തന്നെ. നമസ്തേ, നമോവാകം, വന്ദനം, വണക്കം, എത്ര സുന്ദരമാണ് നമ്മുടെ ഭാഷ. ഇവിടെ അസ്സലാമലൈക്കും, അലൈക്കും അസ്സലാം. അദ്ദേഹം വളരെ വെളുക്കനെ ചിരിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം ഞങ്ങൾ ക്ഷണിക്കുന്നു. വരൂ വരൂ. കെട്ടിടം കാണാമുള്ളി കടക്കാൻ പാടില്ലല്ലോ, പൊട്ടി വീഴാറായിട്ടുണ്ട് ഒക്കെയും പഴക്കത്താൽ. കെട്ടിടം കാണാമുള്ളി കടക്കാൻ പാടില്ലല്ലോ, പൊട്ടി വീഴാറായിട്ടുണ്ട് ഒക്കെയും പഴക്കത്താൽ. ഇത് പൊട്ടിപ്പൊളിഞ്ഞൊരു പരിവാങ്ങിക്കുക. 550 വർഷം പഴക്കമുണ്ട്. ഇടക്കാലത്ത് ഒരു ഭൂകമ്പം കൂടി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആകെ അപകടസ്ഥിതിയിലാണ്. എപ്പോൾ താഴോട്ട് വരുമെന്ന് പറയാനൊക്കില്ല. അകത്തേക്ക് കയറാൻ അനുവാദമില്ല. അകത്തേക്ക് കയറാൻ സർക്കാർ അനുവദിക്കുന്നില്ല. ചുറ്റും നടന്ന് കാണാം. അപ്പൊ ഞാൻ മൂപ്പിലാനോട് പറഞ്ഞു, ഓ അത് മതി, ഞങ്ങൾക്കങ്ങ് തിരിച്ച് വീട്ടിൽ ചെല്ലേണ്ടതാണ്, വീട്ടിൽ ചെല്ലാമെന്ന് പറഞ്ഞേച്ചാണ് പോകുന്നത്. ചുറ്റും നടന്ന് ഞങ്ങൾ കണ്ടോളാം. ഞങ്ങൾ ചുറ്റും നടന്ന് കണ്ടു. ആ ചിത്രപ്പണികളൊക്കെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ കഴിഞ്ഞു. ചുറ്റും നടന്ന് കണ്ടപ്പോൾ നേരത്തെ ഉള്ള എൻ്റെ ധാരണ മാറി. നേരത്തെ ഞാൻ പറഞ്ഞത് പൊട്ടിപ്പൊളിഞ്ഞ പള്ളിയാണ്, ഇത് കാണാനാണോ വേണ്ടത് ഞങ്ങൾ വലിച്ചടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷേ അതിലെ ആ ശില്പജാതിരിയും അതിലടങ്ങിയിരിക്കുന്ന ആ കലാവൈഭവവും എല്ലാം എത്രമാത്രം മഹത്തരമാണെന്ന് എനിക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞങ്ങൾ പള്ളിയുടെ മുമ്പിൽ വീണ്ടും എത്തി. അപ്പോ മൂപ്പിൽ ഞങ്ങളോട് പറയുന്നു, ഇരിക്കിൻ, നല്ല പഞ്ചാര മണലല്ലേ വിരിച്ചിരിക്കുന്നത്, അങ്ങോട്ടിരിക്കിൻ. ഞങ്ങൾ ആ പഞ്ചാര മണലിരുന്നു. ആ തണൽ പറ്റിയിരിക്കെ, വെയിലത്തിരിക്കാതെന്ന് ഞങ്ങൾ തണൽ പറ്റിയിരുന്നു. അവിടെ കാണുന്ന അരവിദ്യ മൂപ്പിലും കയറി അങ്ങിരുന്നു. എന്നിട്ട് ആ പള്ളി മന്ദിരത്തെ നോക്കി അർത്ഥഗർഭമായി ഒന്ന് ചിരിച്ചു. എന്നിട്ട് ഞങ്ങളോട് പറയുന്നു, അല്ലയോ ഇന്ത്യയിൽ നിന്ന് വന്ന സുഹൃത്തുക്കളെ, ഈ പള്ളി മന്ദിരത്തെ ചുറ്റിപ്പറ്റിയൊരു കഥയുണ്ട്. ഇത്തിമൂർ പള്ളിക്കെഴും പ്രാർത്ഥന പ്രതാപങ്ങൾ വിസ്തരിച്ചോതി തരാം സിഗരറ്റൊന്നു തന്നാൽ. ഇത്തിമൂർ പള്ളിക്കെഴും പ്രാർത്ഥന പ്രതാപങ്ങൾ വിസ്തരിച്ചോതി തരാം സിഗരറ്റൊന്നു തന്നാൽ. ഈ പള്ളിക്ക് ഒരു ചരിത്രമുണ്ട്, ഒരു പ്രാർത്ഥന ചരിത്രമുണ്ട്, പഴയ ചരിത്രമുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. പക്ഷെ എനിക്കൊരു സിഗരറ്റ് തരണം. അദ്ദേഹത്തിന് സിഗരറ്റ് വലിച്ചാൽ ഒരു ഊർജം കിട്ടും. അപ്പൊ കഥ പറയാൻ എളുപ്പമാണ്. അപ്പോൾ ആനുകൂല്യം ചോദിക്കുകയാണ്, കൈക്കൂലി ചോദിക്കുകയാണ്. കൈക്കൂലി ഇല്ലാത്ത ഏർപ്പാടില്ലല്ലോ. നമ്മുടെ നാട്ടിൽ പണ്ടേ ഉണ്ട് കൈക്കൂലി. പക്ഷെ അതിൻ്റെ തോതും അതിൻ്റെ രീതിയും ഒക്കെ വളരെ പഴഞ്ചനായിരുന്നു ഒരു കാലത്ത്. വള്ളികുന്നം എന്നൊരു സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓച്ചറയ്ക്കടുത്ത് നമ്മുടെ തോപ്പിൽ പാസിയുടെ സ്ഥലമാണ്. വള്ളികുന്നത്ത് ഒരു തഹശീൽദാര ഉണ്ടായിരുന്നു പോലും. അങ്ങനെ കൈക്കൂലി വാങ്ങി. സർട്ടിഫിക്കറ്റ് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് 2 ദിവസത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് വേണം, കൈക്കൂലി കൊടുത്താൽ മതി. കൈക്കൂലി പക്ഷേ പണമല്ല അദ്ദേഹം വാങ്ങുക. അദ്ദേഹത്തിന് ഇനമായിട്ട് കൊടുക്കണം, തരത്തിൽ കൊടുക്കണം. ഏതാണ്ട് ഒരു ബാർട്ടർ സംവിധാനം പോലെ, സമ്പ്രദായം പോലെ അദ്ദേഹത്തിന് ഇനമായിട്ട് കൊടുക്കണം. അദ്ദേഹത്തിന് വേണ്ടുന്നത് വേറൊന്നുമല്ല, ഒരു മുട്ട.
ഒരു താറാമുട്ട, പുഴുങ്ങിയ താറാമുട്ട. സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണെങ്കിൽ, എമർജൻസി സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടതെങ്കിൽ ഒരു സംഗതി കൂടെ കൊടുത്തേക്കുള്ളൂ. മുട്ടയുടെ കൂടെ സ്വല്പം അരപ്പ് കൊടുക്കണം, കുറച്ച് ഗ്രേവിയും കൂടെ കൊടുക്കണം. ഏതെല്ലാം കൈക്കൂലി ഇനങ്ങൾ നമ്മൾ കാണുന്നു, കോടിക്കണക്കിന്. കോടിക്കണക്കിനുള്ള ഏർപ്പാടുകളിൽ കൈക്കൂലി കൈമടക്കുന്നൊരു പേരുണ്ടായിരുന്നു. കൈ മടങ്ങുന്നില്ല. ഇപ്പോൾ കോടികൾ വരുന്നതോടുകൂടി കൈ മടങ്ങുന്നില്ല. പാവം മനുഷ്യനെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. അങ്ങേരെ ഒരു സിഗരറ്റ് ചോദിച്ചു, അതൊരു വലിയ കാര്യമൊന്നുമല്ല, ഒരു ഛേദമുള്ളൊരു കാര്യമല്ല. അങ്ങേര് വയസ്സ് ചെന്നൊരു മൂപ്പിന്ന് സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരു സിഗരറ്റ് ചോദിച്ചാൽ കൊടുക്കാവുന്നതേ ഉള്ളൂ. സിഗരറ്റ് കൊടുക്കാൻ ആദ്യം മനസ്സ് വന്നത് എസ് കെ പൊറ്റക്കാടിനാണ്. കാരണം ഇങ്ങേര് പറയുന്നത്, ഈ മൂപ്പിലാൻ പറയുന്നത്, ഒരു കഥ പറഞ്ഞു തരാം. ഈ തിമൂർ പള്ളിയെ ചുറ്റിപ്പറ്റി ഒരു പ്രാക്തന ചരിത്രമുണ്ട്. ആ കഥ ഞാൻ പറയാം, എനിക്കൊരു സിഗരറ്റ് തന്നാൽ മതി. അദ്ദേഹം വിചാരിച്ചു ഒരു സിഗരറ്റ് മുടക്കിയാൽ ഒരു കഥ കിട്ടും. അദ്ദേഹം ആരാ? കണ്ണു കണ്ട ആളാണ്. ഒരു കഥാകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു കഥാബീജം, തനിക്കൊരു വലിയ കഥയുടെ കഥാബീജം ഒരു സിഗരറ്റ് കൊടുത്താൽ കിട്ടാൻ പോവുകയാണ്. അദ്ദേഹം പിന്നെ രണ്ടാലോചിച്ചില്ല. മറ്റാരും കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം കോട്ടിന്റെ പോക്കറ്റിൽ കൈയിട്ടു. ഒരു വില കൂടിയ ഫോറിൻ സിഗരറ്റ് കൂട് തന്നെ എടുത്തു, പാക്കറ്റ് തന്നെ എടുത്തു, ആ വൃദ്ധന് കൊടുത്തു. അദ്ദേഹം അത് വിളക്കല ചിരിച്ചുകൊണ്ട് വാങ്ങിച്ചു, നന്ദി രേഖപ്പെടുത്തി. ആ കവർ പൊളിച്ചു, അതിൽ നിന്നൊരു സിഗരറ്റ് എടുത്തു, ചുണ്ടിൽ വെച്ച് തീ കൊളുത്തി പുക വിട്ടുകൊണ്ട് ആ വൃദ്ധൻ കഥ പറഞ്ഞു തുടങ്ങി. 5 നൂറ്റാണ്ടുകൾക്കപ്പുറം തിമൂറിന്റെ അഞ്ചിത സമർഖണ്ഡിൽ സഞ്ചരിക്കുക നമ്മൾ. 5 നൂറ്റാണ്ടുകൾക്കപ്പുറം തിമൂറിന്റെ അഞ്ചിത സമർഖണ്ഡിൽ സഞ്ചരിക്കുക നമ്മൾ. 5 നൂറ്റാണ്ടെന്ന് എസ് കെ പൊറ്റക്കാട് എഴുതിയത് 57-ലാണ്. ഇപ്പോ 57, 58 വർഷം കൂടി കഴിഞ്ഞിരിക്കുന്നു, 1/2 നൂറ്റാണ്ട് കൂടി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാനൊന്ന് തിരുത്തി പാടുകയാണ്. 6 നീണ്ട നൂറ്റാണ്ടുകൾക്കപ്പുറം തിമൂറിന്റെ അഞ്ചിത സമർഖണ്ഡിൽ സഞ്ചരിക്കുക നമ്മൾ. 6 നീണ്ട നൂറ്റാണ്ടുകൾക്കപ്പുറം തിമൂറിന്റെ അഞ്ചിത സമർഖണ്ഡിൽ സഞ്ചരിക്കുക നമ്മൾ. അല്ലയോ ഇന്ത്യൻ സുഹൃത്തുക്കളെ, ആ കാലത്ത് ഈ സമർഖണ്ഡ് ഭരിച്ചിരുന്നത് തിമൂർ എന്നൊരു രാജാവായിരുന്നു. അദ്ദേഹം ആ കാലത്ത് കല്യാണം കഴിച്ചു ഒരു സുന്ദരി പെണ്ണിനെ. ആ പെണ്ണിന്റെ പേര് ഖന്നൂം ബീബി. ഈ ഖന്നൂം ബീബിയെ വീട്ടിൽ കൊണ്ടുവന്ന് കുടിയിരുത്തുന്ന മുഹൂർത്തത്തെ കുറിച്ചാണ് ഈ കഥയുടെ പ്രാരംഭത്തിൽ ഞാൻ പാടിയത്. ഒരു വാക്കിലോ മനക്കെന്തു നാണം, ഇനി വേറൊരു ഉത്സവമെന്തു വേണം. നാണിച്ചു മൗലി കുനിച്ച്, നാണിച്ചു മൗലി കുനിച്ചു. തുടർന്ന് അവളുടെ കൂട്ടുകാരികളെല്ലാം കൂടി ഗതിജിതമതഗജമത്തമരാളവിലാസമിതം ഗമന വിളംബന മരുതിനി മമ സഖി ചെല്ലുക പോവുക നീ, ചെല്ലുക നീ, പോവുക നീ, ചെല്ലുക നീ. അങ്ങനെ ഭാര്യയും ഭർത്താവും ആദ്യ രാത്രിയുടെ സുമുഹൂർത്തങ്ങളിലേക്ക് പ്രവേശിച്ചു. ആ മാദകരാവ് കൊഴിഞ്ഞു വീണു. അടുത്ത ദിവസം നേരം പുലർന്നു, അടുത്ത രാത്രി വന്നു. തുടർന്നുള്ള രാത്രികളെല്ലാം തന്നെ മധുതിരളുന്ന വസന്തോത്സവ രാത്രികൾ, മധുവിത്തു രാത്രികൾ 7 കൊഴിഞ്ഞു വീണു. 7 രാത്രികൾ കൊഴിഞ്ഞു വീണു. 8ാമത്തെ ദിവസം നേരം പുലർന്നു. തിമൂർ മന്നൻ ഭാര്യയെ വിളിക്കുന്നു. ബീബി, എന്തോ, ഇവിടെ വരൂ. ഇതാ വരുന്നു. ഇപ്പൊ തള്ളി വിടണ്ട. ആദ്യത്തെ ദിവസം കൂട്ടുകാരികൾ പെടാപ്പാട് പെട്ടുപോയി. ഒന്ന് തള്ളി, അങ്ങോട്ട് ചെല്ലടി പെണ്ണെ. ഇപ്പൊ തള്ളുകയും വേണ്ട, കൊള്ളുകയും വേണ്ട. അവള് തന്നെ വന്നു, അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന് കുണുങ്ങി നിന്നു. എന്താ, വിളിച്ചോ? വിളിച്ചു. എന്താ കാര്യം? എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒരു പ്രധാനപ്പെട്ട കാര്യമോ? അപ്പോൾ അവളുടെ മുഖം ഉദ്വേഗ ഭാവം പൂണ്ടു. അവളുടെ കണ്ണുകളിൽ ഇങ്ങനെ വെട്ടി നിന്നു. ഇമകൾ അങ്ങനെ വെട്ടി നിൽക്കുന്നു. അദ്ദേഹം ആ കണ്ണുകളിലേക്ക് നോക്കി. എന്തൊരു ഭംഗി! ഇടതൂർ നിമകറുത്ത് മിനുത്തുള്ളിൽ മതജലം, പൊടിയും മോഹന നേത്രം പ്രകൃതി ലോലം. ആ മട്ടിലുണ്ട് ആ കണ്ണുകൾ. അദ്ദേഹം കണ്ണുകളിൽ നോക്കി, പിന്നെ ആ മുഖബിംബത്തിൽ നോക്കി, സർവാംഗം നോക്കി. ഭാര്യയുടെ അലൗകിക സൗന്ദര്യത്തിൽ അഭിമാന പുളകിതനായ രാജാവ് വീണ്ടും മുഖത്ത് തന്നെ കണ്ണും നട്ടു നിന്നു. ഭാര്യയുടെ മുഖത്ത് തന്നെ അദ്ദേഹത്തിന് തോന്നി, ഇതാ സ്വർണ്ണ നിലാവിടുന്ന ഒരു ചന്ദ്രബിംബം പോലെ. അന്നൊരു നാളിൽ മാളിക തിണ്ണയിൽ പൊന്നിന്റെ തിങ്കളുദിച്ചപ്പോൾ, അന്നൊരു നാളിൽ എമീറിന്റെ മാളിക തിണ്ണയിൽ പൊന്നിന്റെ തിങ്കളുദിച്ചപ്പോൾ,
പീഡിക്കഞ്ഞും ഓടയാം ജീവിതേശ്വരി വന്നു വിലസീന പീഡിക്കഞ്ഞും ഓടയാം ജീവിതേശ്വരി വന്നു വിലസീന അന്നൊരു നാളിൽ നീരിന്റെ മാളിക തിണ്ണയിൽ പൊന്നിന്റെ തിങ്കളൊരിച്ചപ്പോൾ അവൾ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. എന്തോ അത്യാവശ്യമായിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മിഴിച്ചങ്ങനെ നോക്കി നിൽക്കുന്നു. അവൾക്ക് കാര്യം മനസ്സിലായി. തന്റെ സൗന്ദര്യം കണ്ട് തന്നെ ഭർത്താവ് മതിമയങ്ങി നിൽക്കുകയാണ്. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പറഞ്ഞാൽ അതെ അതെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ നിന്നെ ഒന്ന് ബുദ്ധിമുട്ടിക്കാൻ പോകുന്നു. ബുദ്ധിമുട്ടിക്കാനോ? എന്തായി പറയുന്നതിന്റെ അർത്ഥം? നീ കുറച്ച് നാളൊന്ന് ഒറ്റയ്ക്ക് കഴിഞ്ഞു കൂടേണ്ടി വരും. എന്തായി പറയുന്നത്? ഞാൻ ഒരിടം വരെ പോവുകയാണ്. ഞാൻ 1 വർഷം കഴിഞ്ഞ് മടങ്ങി വരും. അവളുടെ മുഖം മങ്ങി. എങ്ങനെ മങ്ങാതിരിക്കും? 7 രാത്രികൾ 7 പകലുകൾ പരസ്പരം അടുത്തും അറിഞ്ഞും അറിയിച്ചും കഴിഞ്ഞുകൂടിയ ആ ഇണക്കത്തിന്റെ ഏറ്റവും ആശാസ്യമായ കുറെ സമയം അത് പെട്ടെന്ന് മുറിഞ്ഞു പോകുന്നു. ആർക്കാ സഹിക്കാൻ കഴിയുക? അങ്ങനെ വേർപാടിന്റെ വേദന ഒരുപാട് അറിയുന്നവരാണ് ഗൾഫ് മലയാളികൾ എന്ന് എനിക്കറിയാം. ചിലർക്ക് കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ പോരേണ്ടി വരും. അങ്ങനെയുണ്ട്. ചടപടയെന്ന് വീട്ടിൽ നിന്നൊരു ടെലഗ്രാം വരുന്നു. കല്യാണമൊക്കെ നിശ്ചയിക്കുന്നു. അവിടെ കാരണന്മാരെല്ലാം കൂടെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞു. പയ്യൻ കിട്ടാത്ത പ്ലെയിനും പിടിച്ച് അവിടെ ഓടിച്ചെന്നിറങ്ങുന്നു. ഓടി നടന്നൊരു പെണ്ണ് കാണൽ, പിന്നെ എടുപിടിയുന്നൊരു നിശ്ചയം, പിന്നെ ചടപടാന്നൊരു കല്യാണം. കല്യാണ മണ്ഡപത്തിൽ വെച്ച് താലിയൊക്കെ ചാർത്തിയതിന് ശേഷം വരൻ വധുവിൻ്റെ ചെവിയിൽ രഹസ്യമായിട്ട് പറയുന്നു, ശരി, അടുത്ത വർഷം കാണാം, ഫ്ലൈറ്റിന് സമയമായി. ഒറ്റ പോക്കാണ്. അങ്ങനെ പോയാൽ സങ്കടമുണ്ട്, പക്ഷെ ഇത്രത്തോളം സങ്കടം വരില്ല. അങ്ങനെ പെട്ടെന്ന് പോയാൽ വിഷമം ഉണ്ടാകും. പക്ഷേ പരസ്പരം അറിഞ്ഞ് ഒന്നിണങ്ങിക്കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നതിൻ്റെ വിഷമം അങ്ങനെ പിരിഞ്ഞു പോയിട്ടുള്ളവർക്ക് നന്നായിട്ടറിയാം. ഇതാ അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നു. അദ്ദേഹം കണ്ടു. ബീബി, നീ കരയുന്നു. എന്താ ഇത്? കരയാതെ. അദ്ദേഹം കണ്ണു തുടച്ചു. കരയാതെ. നിന്റെ കരച്ചിൽ കണ്ടാൽ തോന്നുന്നു ഞാൻ നിന്നെ എന്നേക്കുമായി ഉപേക്ഷിച്ച് പോവുകയാണ്. ഞാനിങ്ങ് വരില്ലേ? ഞാൻ വരും, മടങ്ങി വരും 1 വർഷം കഴിഞ്ഞ്. കുതിര പാഞ്ഞു പോകുന്നു. അദ്ദേഹം ഭാര്യയുടെ കണ്ണീര് കണ്ട് അങ്ങനെ തളർന്നു നിൽക്കുന്ന ആളല്ല, പാഞ്ഞു പോകുന്നു. കുതിരപ്പടയും നയിച്ചുകൊണ്ട് ആ കുതിരപ്പട പൊടിപടലം ഇളക്കിക്കൊണ്ട് അകലേക്ക് പാഞ്ഞു പോകുന്നു. പഴനിലങ്ങൾക്കും അപ്പുറത്തേക്ക് കൊന്നുകയറി മറയുന്നു വീരനാമന്നവന്റെ കുതിരപ്പട നിര. ധൂളി പൊങ്ങി പടർതൻ കവചങ്ങൾ കൂളിവെയിലിൽ ഒളിമിന്നി മഞ്ഞുപോയി. കണ്ണിമയ്ക്കാതെ ആ കാഴ്ച നോക്കിനാൾ കിണയായി ബീബി ഖന്നൂം വിരകിണി. പാഴ്നിലങ്ങൾക്കും അപ്പുറത്തേക്ക് കൊന്നുകയറി മറയുന്നു വീരനാമന്നവന്റെ കുതിരപ്പട നിര. ധൂളി പൊങ്ങി പടർതൻ കവചങ്ങൾ കൂളിവെയിലിൽ ഒളിമിന്നി മഞ്ഞുപോയി. കണ്ണിമയ്ക്കാതെ ആ കാഴ്ച നോക്കിനാൾ കിണയായി ബീബി ഖന്നൂം വിരകിണി. അദ്ദേഹം സൈന്യവുമായി ദൂരെ ചെന്ന് മറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ സൈന്യമിളക്കി വിട്ട ആ പൊടിപടലം മാത്രം അന്തരീക്ഷത്തിൽ ശേഷിച്ചു. കൊല്ലമൊന്നിടയ്ക്കായി നീ പ്രാണ വല്ലഭൻ തിരിച്ചെത്തില്ല നിശ്ചയം. കൊല്ലമൊന്നിടയ്ക്കായി നീ പ്രാണ വല്ലഭൻ തിരിച്ചെത്തില്ല നിശ്ചയം. കാന്തനെ കുറിച്ചോരോ മനോഹര ചിന്ത ചിന്തിയിരുന്നു മനസ്സിൽ. കാന്തനെ കുറിച്ചോരോ മനോഹര ചിന്ത ചിന്തിയിരുന്നു മനസ്സിൽ. 1 വർഷം കഴിഞ്ഞ് അദ്ദേഹം വരും. അതുകൊണ്ട് അവൾക്ക് അദ്ദേഹത്തെ കുറിച്ച് ചിന്തിച്ചിരിക്കാനേ കഴിയുന്നുള്ളൂ. കാന്തനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഭാര്യ, അല്ലെങ്കിൽ കാന്തനെ കുറിച്ച്, ഭർത്താവിനെ കുറിച്ച് മാത്രം ചിന്തിക്കാൻ ഇടവരുന്ന ചുറ്റുപാടിൽ മാനസികാവസ്ഥയുള്ള ഭാര്യ. അത്രയേറെ ഭർത്താവുമായി ഇണങ്ങി വരുന്ന ഒരു സമയത്താണ് അദ്ദേഹം കളഞ്ഞേച്ചു പോയത്.
ഇയാൾ എന്തിനാണ് ഇത്ര അത്യാവശ്യമായിട്ട് ഇവളെ ഇട്ടേച്ച് പോയത്? എന്താണ് അത്യാവശ്യം? അദ്ദേഹം രാജ്യകാര്യാർത്ഥം പോയതാണ്. വിട്ടുവീഴ്ചയില്ലാത്ത ഒരു ഭരണാധിപനാണ് തിമൂർ മന്നൻ. ഭാര്യയുടെ കരച്ചിൽ അവിടെ നിൽക്കും. ആ കരച്ചില് പറഞ്ഞ് സമാധാനപ്പെടുത്താവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ രാജ്യകാര്യമല്ല. അദ്ദേഹം രാജാവ് മാത്രമല്ല എന്ന് നാം മനസ്സിലാക്കണം. വെറുമൊരു രാജാവല്ല, അദ്ദേഹം ഒരു രാജകള്ളൻ കൂടിയാണ്. രാജകള്ളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളത്തരത്തിൽ രാജാവായ ആള് എന്നർത്ഥമുണ്ട്. പക്ഷേ രാജ തസ്കരൻ എന്ന് പറഞ്ഞാൽ രാജാവിന് കുറച്ചുകൂടി ബഹുമാനം കൊടുത്ത് പറയുന്ന ഒരു രീതിയാണ്. രാജ തസ്കരനാണ് ഇദ്ദേഹം. അന്യരാജ്യങ്ങളെ മോട്ടിക്കും. അന്യ വീടുകളിൽ മോട്ടിക്കുന്നവൻ വെറും കള്ളൻ. രാജാവ് അന്യരാജ്യത്ത് കയറി മോട്ടിച്ചാൽ അയാൾ തസ്കരൻ. അപ്പോൾ രാജാക്കന്മാരിലും കള്ളന്മാരുണ്ട്, രാജാക്കന്മാരിലും ഉണ്ട് കള്ളൻ. നമ്മുടെ ജീവിതത്തിന്റെ നാനാതുറകളിലും കള്ളന്മാരുണ്ട്. ഞാൻ നോക്കിയിട്ട് ചരിത്രത്തിലുണ്ട് കള്ളന്മാര്. ചരിത്രം സൃഷ്ടിച്ച കള്ളന്മാരുണ്ട്. കായംകുളം കൊച്ചുണ്ണി, കായംകുളത്തുകാരുണ്ട്, ക്ഷമിക്കണം. പക്ഷേ ആ കള്ളൻ കരുണയുള്ള കള്ളനാണ്. പണക്കാരുടെ പണം പൊട്ടിച്ച് പാവപ്പെട്ടവർക്ക് കൊണ്ട് കൊടുക്കുന്ന കരുണയുള്ള കള്ളനാണ് കായംകുളം കൊച്ചുണ്ണി. പിന്നെ ഞങ്ങളുടെ നാട്ടിലൊരു കള്ളനുണ്ടായിരുന്നു, കൊല്ലത്ത് ഇത്തിക്കര പക്കി. ഇത്തിക്കര പക്കി കൗശലക്കാരനായിരുന്നു. ഇത്തിക്കര പക്കി ഒരിക്കൽ പോലീസിനെ കബളിപ്പിച്ച് ഓടി. പോലീസുകാർ പുറവിന് ഓടി. പക്കി അവിടെ നില്ലടാ. പക്കി പറക്കുകയാണ്. ഓടി ഇത്തിക്കര ആറിന്റെ സമീപം വന്നു. ഇന്നിവിടെ സഞ്ചരിക്കാൻ അവിടെ പാലമുണ്ട്, ഹൈവേ ഉണ്ട്. പക്ഷെ അന്ന് ഇതൊന്നുമില്ല. പക്കി വന്നപ്പോൾ ഹൈവേയും ഇല്ല, പാലവും ഇല്ല. ആറ് കുറുക്കനെ ഒഴുകുന്നു. പക്കി വിചാരിച്ചു പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ മാർഗ്ഗമുള്ള വെള്ളത്തിൽ ചാടുക. എങ്കിലും ഒരു നിമിഷം എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ഇടമേലം നോക്കി വലത്തെ സൈഡിൽ നോക്കിയപ്പോൾ ഒരു കൊന്നത്തെങ്ങ് നിൽക്കുന്നു. പക്കി പറന്നങ്ങ് കയറി അതിൻ്റെ മണ്ടയ്ക്ക് ചെന്നിരുന്നു. പോലീസുകാർ പഴയ അവസ്ഥയാണ്. കൊമ്പൻ തൊപ്പിയും കളസം പോലുള്ള നിക്കറും മുളവടിയൊക്കെ ആയിട്ട് നില്ലടാ കുടവയറും കുലുക്കിക്കൊണ്ട് ഓടി വരികയാണ്. പക്കി മണ്ടയ്ക്ക് പറ്റിയിരിക്കുന്നു. വന്ന് നോക്കി പോലീസുകാർ നിസ്സഹായരായിട്ട് നോക്കുന്നു. പക്കി ദേ ഇരിക്കുന്നു. ഇവനെ പിടിക്കാൻ ഒക്കത്തില്ല. നീ സ്ഥിരതാമസത്തിന് പോയതല്ലേ, ഇറങ്ങി വരുമല്ലോ, നീ ഇറങ്ങി വാ. പോലീസുകാർ അവിടെ ഇരുന്നു ബീഡി വലിച്ചു. ഈ സമയത്ത് പക്കി വെറുതെ ഇരുന്നില്ല, കൗശലക്കാരനാണ്. അയാൾ തെങ്ങിൽ നിന്ന് 2 ഓല ഇരിഞ്ഞെന്നും അത് ചിറക് പോലെ ഇങ്ങനെ പിടിച്ചെന്നും അത് പിന്നെ ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് പറന്ന് തെങ്ങിൽ നിന്ന് പറന്ന് ആറ്റിനക്കരെ പോയി രക്ഷപ്പെട്ടു എന്നുമാണ് കഥ. അത് കൗശലക്കാരനായ ഇത്തിക്കര പക്കി. പക്ഷെ എനിക്കിഷ്ടം മറ്റൊരു കള്ളനെയാണ്, മീശ മാധവൻ. നമ്മുടെ ദിലീപിന്റെ മീശ മാധവൻ എത്ര രസമാണ്. പകൽ സമയത്ത് മോഷ്ടിക്കാനുള്ള വീട് നോക്കി സെലക്ട് ചെയ്തിട്ട് ആ വീട്ടിൻ്റെ ഉടമസ്ഥനെ കാണുമ്പോൾ ഒന്ന് മീശ മുറുക്കി കാണിക്കും. ഇതൊരു സൂചനയാണ്. കള്ളന്മാരെല്ലാം അങ്ങനെയാണ്. സൂചന കൊടുക്കും, അല്ലെങ്കിൽ തയ്യാറെടുപ്പ് നടത്തും കള്ളന്മാര്. എല്ലാ ഭൂമിശാസ്ത്രവും മനസ്സിലാക്കി രാത്രി മോഷ്ടിക്കേണ്ട രീതി എന്ത്, മോഡസ് ഓപ്പറാൻഡി എന്ത് എന്ന് അവർ നേരത്തെ തീരുമാനിക്കും. ഇയാളും അങ്ങനെയാണ്, ഈ രാജാവും അങ്ങനെയാണ്. എവിടെ രത്നമുണ്ട്, എവിടെ സ്വർണ്ണശേഖരമുണ്ട്, എവിടെ ഖജനാവ് നിറഞ്ഞിരിക്കുന്നു, ഏത് രാജ്യമാണ് അതിന് കൊള്ളാവുന്നത് എന്ന് അദ്ദേഹം രഹസ്യ കിങ്കരന്മാരെ വിട്ട് അന്വേഷിക്കും, വിവരം ശേഖരിക്കും. പിന്നെ ആക്രമിക്കേണ്ട രാജ്യം ഏതാണെന്ന് അദ്ദേഹം തീരുമാനിക്കും, പദ്ധതിയിടും, ആസൂത്രിതമായി അങ്ങോട്ട് പട നയിക്കും. ചെന്ന് അവിടുത്തെ മുതൽ മുഴുവൻ കുത്തിവാരും, രത്നവും സ്വർണവും എല്ലാം കുത്തിവാരി കുതിരപ്പടയുമായി വിജയശ്രീലാളിതനായി തിരിച്ചു വന്ന് തന്റെ ഖജനാവിൽ കൊണ്ടുവന്ന് അങ്ങനെ നിറയ്ക്കും. അങ്ങനെ തന്റെ രാജ്യത്തെ സമ്പന്നയാക്കി തീർക്കും. അത് തിമൂർ മന്നന്റെ ഒരു ജീവിതവൃത്തമാണ്. ദൂരെയുള്ള ധനാട്യപുരങ്ങളെ ധീരസാഹസാൽ കൊള്ളയടിക്കുക, ദൂരെയുള്ള ധനാട്യപുരങ്ങളെ ധീരസാഹസാൽ കൊള്ളയടിക്കുക. അങ്ങനെ പോയിരിക്കുന്ന തിമൂർ മന്നൻ കൊല്ലമൊന്നിടയ്ക്കായി നീ പ്രാണ വല്ലഭൻ തിരിച്ചെത്തില്ല നിശ്ചയം കാന്തനെ കുറിച്ചോരോ മനോഹര ചിന്ത ചിന്തിയിരുന്നു മനസ്സിൽ. ഭാര്യ ആലോചിക്കുന്നു, ഇനി 1 വർഷം കഴിഞ്ഞേ വരൂ. 1 വർഷം എന്ന് പറഞ്ഞാൽ ഒറ്റ വർഷം. അതിന് മുമ്പേ 1 ദിവസം മുമ്പേ വരില്ല, 1 ദിവസം താമസിക്കില്ല. കണിശക്കാരനാണ്. അങ്ങനെ വരുമ്പോൾ വെറുതെ അല്ലല്ലോ വരുന്നത്. ആക്രമിച്ച മുതൽ മുഴുവൻ കുതിരപ്പട്ടാളം കൊണ്ടുവരും. വിലപ്പെട്ട സ്വർണവും രത്നവും എല്ലാം കാണും. അപ്പോ സുന്ദരിയായ തന്റെ പ്രീതമയായ തനിക്ക് എന്തെങ്കിലും സമ്മാനം പ്രത്യേകം കരുതും. തീർച്ചയായും കാണും. അദ്ദേഹം പ്രത്യേകം ഒരു സഞ്ചിയിൽ, അല്ലെങ്കിൽ പ്രത്യേകം ഒരു ചാക്കിൽ ഈ കണ്ട രത്നങ്ങളെല്ലാം ഭാര്യയ്ക്ക് സമ്മാനമായി കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിജയലഹരിയിൽ ആർത്തട്ടഹസിച്ചുകൊണ്ട് ആ സുന്ദരിയായ ഭാര്യയുടെ കാൽക്കലിങ്ങനെ കുടഞ്ഞിടും. അദ്ദേഹം എന്നെ സമ്മാനിതയാക്കും. അപ്പോൾ ഞാനൊരു മറുസമ്മാനം കൊടുക്കണ്ടേ? ഏത് സമ്മാനത്തിനൊരു മറുസമ്മാനമുണ്ട്. ഞാൻ എന്താണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടത്? ഞാൻ എന്താണ് കൊടുക്കാതിരുന്നിട്ടുള്ളത്? എന്റെ എല്ലാം അദ്ദേഹത്തിന് നൽകിയതല്ലേ. എൻ തനൂവൻ
പ്രാണനും പ്രേമവും തൻ തിരുവടി കേകിയതല്ലയോ എൻ തനുവുമെൻ പ്രാണനും പ്രേമവും തൻ തിരുവടി കേകിയതല്ലയോ എന്ത് കൗതുക വസ്തുവുണ്ടെന്നു തൻ അന്തരംഗത്തിൽ ആരാഞ്ഞിരുന്നവർ എന്ത് കൗതുക വസ്തുവുണ്ടെന്നു തൻ അന്തരംഗത്തിൽ ആരാഞ്ഞിരുന്നവർ. ഒരു സമ്മാനത്തിന് ഒരു മറുസമ്മാനമുണ്ട് തീർച്ച. നമ്മളൊക്കെ നാട്ടിൽ ചെന്നാൽ കല്യാണത്തിന് പോയാൽ ഒരു സമ്മാനം കൊടുക്കും. ചെറുക്കൻ്റെ കല്യാണമാണെങ്കിൽ സമ്മാനം, പെണ്ണിൻ്റെ കല്യാണമാണെങ്കിൽ സമ്മാനം. ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു കല്യാണത്തിന് പോയി. എൻ്റെ ഒരു യുവ സുഹൃത്ത് സുകുമാരൻ്റെ കല്യാണത്തിൻ്റെ ദിവസം വൈകുന്നേരം അയാളുടെ വീട്ടിൽ പോയി. അത് സുകുമാരൻ അത്ര പിടിച്ചില്ല. ഓ തുക്കുടി സാഹിബ് വൈകുന്നേരം വന്നിരിക്കുന്നു, രാവിലെ കല്യാണത്തിന് വരാതെ. ഞാൻ പറഞ്ഞെടൂ തിരക്കല്ലേ, ഞാൻ വന്നില്ലേ, പക്ഷെ ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു മുൻകരുതലെടുത്തു. ഇവരൊരു സമ്മാനം കൊടുക്കണം. നാട്ടു നടപ്പനുസരിച്ച് ഒരു 101 രൂപ പൊതിഞ്ഞ് ഞാൻ പോക്കറ്റിലിട്ടു. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ 101 മാറിയെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ഈ കാലത്തിനൊത്ത് വളരെ നാളല്ല, ഞാൻ 101 കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. തൃപ്തിയായിട്ട് 101, 501 പുതിയ. എന്തായാലും ഞാൻ 101 രൂപയും പോക്കറ്റിലിട്ട് ചെന്നു. അപ്പോൾ സുമാൻ വളരെ കാര്യമായിട്ട് ഭാര്യയെ പരിചയപ്പെടുത്തി, നല്ല വാക്കുകളൊക്കെ പറഞ്ഞു. ഞാൻ ആശംസിച്ചു. അവൻ നല്ല കാപ്പി തന്നു. അതെല്ലാം നല്ലതുപോലെ ഞാൻ കഴിച്ചു. പോകാൻ നേരത്ത് അതിൻ്റേതായ ഒരു ചിട്ടയിൽ ഞാൻ പറഞ്ഞു, സുകുമാരാ നിൻ്റെ കല്യാണം, എന്നാലും വേണ്ട പോലൊന്നും എനിക്ക് നിനക്ക് സമ്മാനമായിട്ട് തരാൻ പറ്റിയില്ല, എന്നാലും ഇതിരിക്കട്ടെ. അങ്ങോട്ട് ഞാൻ 101 രൂപ നീട്ടിയതും അവൻ നിന്ന നിലയ്ക്ക് അവൻ്റെ ഔചിത്യം, പൈസ വേണ്ടാണ്. ഞാൻ ചോദിച്ചു, ഇത്ര ഞാൻ തീക്കൊള്ളി വല്ലതും കൊണ്ടുവന്ന് നീ ഇങ്ങനെ ഓടാൻ? അല്ല, ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യം. ആര് പറഞ്ഞ ആവശ്യമില്ലാത്തതാണ്? ഇതെൻ്റെ ഒരു സ്നേഹപ്രകടനമല്ലേ, ഇരിക്കട്ടെ സുകുമാര. എന്നാലും വേണ്ടിയിരുന്നില്ല. അപ്പോൾ അയഞ്ഞു വരികയാണ് ആള്. എന്നാലും വേണ്ടിയിരുന്നില്ല. അത് സാരമില്ല, എൻ്റെ സ്നേഹമല്ലേ, എന്നാ വെച്ചോ. എന്നാ ഇതാ അവനങ്ങ് വാങ്ങിച്ചു. ഇതാണ് സമ്മാനത്തിൻ്റെ ഒരു രീതി. ഇവിടെ ഭർത്താവ് മടങ്ങി വരുമ്പോൾ തനിക്ക് സമ്മാനം തരും. എന്ത് സമ്മാനം ഞാൻ കൊടുക്കും? എന്തനൂമെൻ പ്രണനും പ്രേമവും തൻ തിരുവടി കേകിയതല്ലോ എന്തു കൗതുക വസ്തുണ്ടെന്നു തൻ അന്തരംഗത്തിൽ ആരാഞ്ഞിരുന്നവൻ. ഞാൻ എന്താണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടത്? ഇപ്പോൾ അവളെ മതിക്കുന്ന പ്രശ്നം അതാണ്. ഒരു ദിവസം സന്ധ്യാനേരത്ത് അവൾ ആ സാന്ധ്യ ആകാശത്തിൽ നോക്കിയിരുന്നു. ആകാശത്തൊരു കാഴ്ച. ഇതാ പട്ടുഭാണ്ഡങ്ങൾ, പാറത്തുരുത്തുകൾ, പർവ്വതങ്ങൾ. കാറ്റിന്റെ കൈകളിൽ മേഘം പല രൂപം പ്രാപിക്കുന്നു. പട്ടുഭാണ്ഡങ്ങൾ, പാറത്തുരുത്തുകൾ, അങ്ങനെ പലതും. പട്ടുഭാണ്ഡങ്ങൾ, പാറത്തുരുത്തുകൾ, പർവ്വതങ്ങൾ, രഥങ്ങൾ. പട്ടുഭാണ്ഡങ്ങൾ, പാറത്തുരുത്തുകൾ, പർവ്വതങ്ങൾ, രഥങ്ങൾ. എന്നിങ്ങനെ ചുറ്റിലും രൂപ വൈചിത്രമാർന്നുകൊണ്ട് എത്തിടുന്നു മുകിൽ നിറച്ചാർത്തുകൾ. ചുറ്റിലും രൂപ വൈചിത്രമാർന്നുകൊണ്ട് എത്തിടുന്നു മുകിൽ നിറച്ചാർത്തുകൾ. കൺമണി നോക്കി നിൽക്കേ അവയൊരു വെൺമണി മേടയായി ചമയും. കാറ്റിന്റെ ഹസ്തങ്ങൾ വന്ന ആ മേഘങ്ങളെ ഒരു പള്ളിമേടയാക്കി മാറ്റുന്നു. അവൾ അതിലേക്ക് നോക്കി നിന്നപ്പോൾ അവൾ കണ്ടു കൃത്യമായ ഒരു പള്ളിമേട തന്നെ. അമ്പിളിക്കല ചുംബിച്ചുകൊണ്ടൊരു കുംഭഗോപുരം പൊങ്ങുന്നു ഭംഗി. അമ്പിളിക്കല ചുംബിച്ചുകൊണ്ടൊരു കുംഭഗോപുരം പൊങ്ങുന്നു ഭംഗി. ചത്വരംഗണ മധ്യത്തിലായൊരു ചിത്രമണ്ഡപമുണ്ടായി വരുന്നത്. ചത്വരംഗണ മധ്യത്തിലായൊരു ചിത്രമണ്ഡപമുണ്ടായി വരുന്നത്. ഭിത്തിയിൽ മികരുമ്പൽ പതിച്ചവർ കൊത്തുവേലയുണ്ടത്തിന്റെ സുന്ദരം. ഭിത്തിയിൽ മികരുമ്പൽ പതിച്ചവർ കൊത്തുവേലയുണ്ടത്തിന്റെ സുന്ദരം. അങ്ങനെ ആകാശത്തിലേക്ക് അത് നോക്കിയിരുന്നപ്പോൾ അവൾക്ക് ഒരാശയം തോന്നി. ഭർത്താവിന് എന്ത് കൊടുക്കണമെന്നതിന് ആകാശത്ത് ഉത്തരം തെളിയുന്നു. ആകാശത്തത് തെളിഞ്ഞ സ്ഥിതിക്കത് ഈശ്വരന്റെ കൽപ്പനയാണ്, ഈശ്വരന്റെ നിർദ്ദേശമാണ്, അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. അള്ളാഹുവിനിൽ വരച്ചു കാണിച്ചൊരു പള്ളിമന്ദിരം മണ്ണിൽ പകർത്തി ഞാൻ ജൈത്രയാത്ര കഴിഞ്ഞു വന്നെത്തിടും. ഭക്തനാമെന്റെ ഭർത്താവിനെ കിടും. അള്ളാഹുവിനിൽ വരച്ചു കാണിച്ചൊരു പള്ളിമന്ദിരം മണ്ണിൽ പകർത്തി ഞാൻ ജൈത്രയാത്ര കഴിഞ്ഞു വന്നെത്തിടും. ഭക്തനാമെന്റെ ഭർത്താവിനെ കിടും. ഈ കാണുന്ന പള്ളിമേടയുടെ മാതൃകയിൽ സമർക്കണ്ടിന്റെ ഹൃദയഭാഗത്ത് ഞാനൊരു പള്ളിമന്ദിരം നിർമ്മിക്കും, എൻ്റെ ഭർത്താവ് വരുന്നതിന് മുമ്പ്. എന്നിട്ട് അദ്ദേഹത്തിന് സമ്മാനമായി സമർപ്പിക്കും. അങ്ങനെ തീരുമാനം കൈക്കൊണ്ടു. അവളുടെ സമസ്യയ്ക്ക് ഉത്തരമായി അവൾ അന്ന് സമാധാനമായിട്ടുറങ്ങി, സുഖമായിട്ടുറങ്ങി.
അടുത്ത ദിവസം രാവിലെ മന്ത്രി മുഖ്യനെ പിറ്റേന്ന് രാവിലെ സുന്ദരി മണി വേഗം വരുത്തിന. മന്ത്രി മുഖ്യനെ പിറ്റേന്ന് രാവിലെ സുന്ദരി മണി വേഗം വരുത്തിന. മന്ത്രി ഉത്തരവ്. മന്ത്രി, നമുക്കൊരു ശില്പിയെ വേണ്ടിയിരിക്കുന്നു. എന്താ ആവശ്യം? നമുക്ക് സമർഖണ്ഡിൽ ഒരു പള്ളിമന്ദിരം പണിയണം. വളരെ വേഗത്തിൽ അത് പണിഞ്ഞു തീർക്കണം. ഒരു ശില്പിയെ വേണ്ടിയിരിക്കുന്നു. ആരെങ്കിലും പരിചയമുണ്ടോ? ഉണ്ട് തമ്പുരാട്ടി, ഉണ്ട്. ആരാണ്? പ്രസിദ്ധനായ ഒരു ശില്പിയാണ്. എന്താണ് അയാളുടെ പേര്? അയാളുടെ പേര് ഓമർ. ഓ, ഓമർ, ഞാൻ കേട്ടിട്ടുണ്ട്. അയാൾ ആളെങ്ങനെ? ഒരു പണി ഏൽപ്പിച്ചാൽ കൃത്യസമയത്തിന് ചെയ്തു തരുമോ? എന്റെ പൊന്നു തമ്പുരാട്ടി, പണി ഏൽപ്പിച്ചാൽ കൃത്യസമയത്ത് ചെയ്തു തന്നുള്ള സൽപ്പേരാണ് അയാൾക്ക് കൂടുതലുള്ളത്. ഓഹോ, എങ്കിൽ അയാളെ തന്നെ ഏർപ്പാട് ചെയ്യൂ. രാജഭരണമായതുകൊണ്ട് അതങ്ങ് നടന്നു. രാജഭരണത്തിന്റെ പ്രത്യേകത അതാണ്. ജനാധിപത്യത്തിൽ 100 വകുപ്പുകൾ താണ്ടി അവസാനം അത് അതിൻ്റെതായ കാലതാമസത്തിൽ സമാധി അടയും. അതാണ് പല പദ്ധതികളും ജനാധിപത്യത്തിൽ പരാജയപ്പെട്ടു പോകും. ഇവിടെ ഒറ്റ ഉത്തരവ്. ആ ഉത്തരവ് അയാളെ വിളിക്കാനാണ്, ആ ശില്പിയെ വിളിക്കാനാണ്. അങ്ങനെ ഓമറെ ശില്പിയായി നിശ്ചയിച്ച് അയാളെ വിളിപ്പിച്ചു. അയാൾ വന്നു. ആ ശില്പി വന്നു. ഓമർ വന്നു. ആ ശില്പി വന്നിരിക്കുന്നു. ഓമർ വന്നു. നോക്കണം, സുവർണ തലമുടി, സോമലേഖയെ പോലൊരു പുഞ്ചിരി. ഓമർ വന്നു. സുവർണ തലമുടി, സോമലേഖയെ പോലൊരു പുഞ്ചിരി. വ്യോമമണ്ഡലം ബിംബിച്ച കണ്ണ്, അവന്റെ കണ്ണുകളിൽ ആകാശ നീലിമ. വ്യോമമണ്ഡലം ബിംബിച്ച കണ്ണ്, യുവകോമളത്വം, യുവകോമളത്വം. വ്യോമമണ്ഡലം ബിംബിച്ച കണ്ണ്, യുവകോമളത്വം, യുവകോമളത്വം. അവൻ ചെറുപ്പമല്ലെങ്കിലും യുവകോമളത്വം തുളുമ്പുന്ന മുഖം. അയാൾ വന്ന് ഭവ്യതയോടെ തമ്പുരാട്ടിയുടെ മുന്നിൽ കൈയും കെട്ടി നിന്നു. നിങ്ങളാണോ ശില്പി? അതെ തമ്പുരാട്ടി. ഒരു പണി ഏൽപ്പിക്കാനാണ് ഇങ്ങോട്ട് വിളിച്ചത്. നിങ്ങളുടെ പേരെന്താണ്? അടിയന്റെ പേര് ഓമർ. ഒരു പണിയേൽപ്പിക്കാൻ വിളിപ്പിച്ചതാ. കൽപ്പിച്ചാലും തമ്പുരാട്ടി. ഓമറെ, പുത്തനായൊരു പള്ളി വേണം, പണി 10 മാസത്തിനുള്ളിൽ കഴിയണം. പുത്തനായൊരു പള്ളി വേണം, പണി 10 മാസത്തിനുള്ളിൽ കഴിയണം. പറഞ്ഞത് കേട്ടല്ലോ, 10 മാസം കൊണ്ട് പള്ളി പണിഞ്ഞു തീരണം. സമയം ഇത്തിരി കുറവാണെന്ന് കരുതി വെറുതെ വാരിക്കോരി പണിഞ്ഞാലും ഒക്കില്ല. പുന്നമാരും രചിക്കാത്ത മട്ടില മന്ദിരം നീലവാനിലുയരണം. പുന്നമാരും രചിക്കാത്ത മട്ടില മന്ദിരം നീലവാനിലുയരണം. പുത്തനായൊരു പള്ളി വേണം, പണി 10 മാസത്തിനുള്ളിൽ കഴിയണം. പറഞ്ഞത് കേട്ടല്ലോ ഓമർ. അല്ല, ഞാൻ പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾ പരിഭ്രമിച്ചെന്ന് തോന്നുന്നു. ഇല്ലേ? പരിഭ്രമിച്ചില്ലേ? എങ്ങനെ പരിഭ്രമിക്കാതിരിക്കും തമ്പുരാട്ടി? 10 മാസം കൊണ്ടൊരു പള്ളി പണിഞ്ഞാൽ തീരൂ? ലോകോത്തരങ്ങളായ പള്ളികളൊക്കെ എത്ര വർഷങ്ങളെടുത്താണ് പണിഞ്ഞു തീർത്തിട്ടുള്ളത്. അറിയാമല്ലോ തമ്പുരാട്ടി, റോമിലെ സെന്റ് പീറ്റേഴ്സ് ദേവാലയം 125 വർഷം വേണ്ടി വന്നു. ഇവിടെ തമ്പുരാട്ടി എന്താ പറയുന്നത്? പുത്തനായൊരു പള്ളി വേണം, പണി 10 മാസത്തിനുള്ളിൽ കഴിയണം. ഓമർ, പരിഭ്രമിക്കാതെ എൻ്റെ കൂടെ അകത്തേക്ക് വരൂ. തമ്പുരാട്ടി അകത്തേക്ക് കൊണ്ടുപോയി ഒരു മുറി തുറന്ന് കാട്ടിക്കൊടുത്തു. അവിടെ ആരോ രചിച്ച ഒരു പള്ളിയുടെ മാതൃക. ഈ മാതൃക നോക്കി പണിഞ്ഞാൽ മതി. ഇതാരാണ് വരച്ചത് തമ്പുരാട്ടി? വരച്ചത് ഞാൻ തന്നെയാണ്. ഇന്നലെ അള്ളാഹു വിണ്ണിൽ വരച്ച് കാണിച്ചതാണ് ഇതിൻ്റെ രൂപമാതൃക. അത് ഞാൻ അപ്പോഴേക്ക് അപ്പം തന്നെ എൻ്റെ മനസ്സിലേക്ക് പകർത്തി, പിന്നെ ഇതിലേക്കും പകർത്തി. എന്താ, ഇത് കൊള്ളാമോ തമ്പുരാട്ടി? ഇത് ഗംഭീരമായിരിക്കുന്നു, അതിഗംഭീരമായിരിക്കുന്നു. ഈ മാതൃക തന്നെ മതി. പക്ഷേ ഇത് ഞാനെങ്ങനെ അനുകരിക്കും? അയാളുടെ സ്വരമൊന്നിടറി. എങ്കിലും രണ്ടും കൽപ്പിച്ച് ഓമർ അത് ഏറ്റെടുത്തുകൊണ്ട് പറയുന്നു, ബീബി സാഹിബ് കൽപ്പിച്ച പോലവേ ദേവധു
സ്വരത്തോടോ മറുദിന ബീബി സാഹിബ് കൽപ്പിച്ച പോലെ. അതിസാഹസികമായ ആ പണി 10 മാസം കൊണ്ട് ആ രൂപമാതൃകയിലുള്ള ഒരു പള്ളി പണിയാൻ ഓമർ ഇതാ ഏറ്റുകഴിഞ്ഞു. അതുകൊണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ അയാൾ പണി തുടങ്ങിയും കഴിഞ്ഞു. പള്ളി തൻ തറ വെട്ടാൻ അടിമ കൂട്ടം വന്നു, മലരാം താരികൾ ചടവാറുമായി വന്നു. പള്ളി തൻ തറ വെട്ടാൻ അടിമ കൂട്ടം വന്നു, മലരാം താരികൾ ചടവാറുമായി വന്നു. പുല്ലുചെത്തുന്നു, നിലം നിരപ്പാക്കുന്നു, തറക്കല്ലുകൾ വെക്കാനുള്ള ചാലുകൾ കീറിയിടുന്നു, അടിസ്ഥാനം കെട്ടാനുള്ള വാനം വെട്ടുന്നു. എന്തൊരാഴം ആ വാനത്തിന്! 2-3 ആൾ താഴ്ചയുണ്ട്. തെല്ലു ദൂരത്തായി പാറക്കല്ലുകൾ പിളർക്കുന്ന കല്ലുളിച്ചത്തം നിൽക്കാതവിടെ കേൾക്കാവുന്നു. പാറക്കല്ലിൽ ഒളിയും ചുറ്റികയും പ്രയോഗിക്കുന്ന ഠേ ഠേ എന്ന ശബ്ദം അവിടെ മുഖരിതമാകുന്നു. അവിടെ പണിക്ക് നേതൃത്വം കൊടുക്കാൻ താർത്താരി വർഗക്കാരുണ്ട്, മല്ലന്മാരാണ്, തിമൂറിന്റെ ആൾക്കാരാണ്. യാതൊരു കരുണയുമില്ലാത്ത ചാട്ടവാറ ഏന്തിയ മല്ലന്മാർ. ആരെങ്കിലും പണിയെടുക്കാതെ നടു നിവർത്തി വിശ്രമിക്കാൻ നിന്നാൽ അവരങ്ങ് ചെന്ന് നല്ല ബെടബെടയ്ക്കും. നടു കഴിച്ച ഒരു തൊഴിലാളി ഒന്ന് നൂന്നു നിന്നു. ഒരു താർത്താരി വർഗക്കാരൻ അങ്ങോട്ട് ചെന്നു, ഒരു ചാട്ടവാറെടുത്ത് ഒറ്റ പണിയെടുക്കണം. അയ്യോ 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 അയ്യോ, എന്തിനാ തല്ലിയത്? നീ എന്തിനാ നൂന്നു നിന്നത്? അത് പറഞ്ഞാൽ പോരായിരുന്നു. അങ്ങനെ പണി തകൃതിയായി നടക്കുന്നു. തകൃതിയായ പണി നടക്കുമ്പോൾ പണിയെടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു തൊഴിലാളിക്ക് ഒരു സംശയം. ഒരു മണം വരുന്നില്ലേ? ഒരു മണം വരുന്നുണ്ട്. മണക്കണതെന്തോന്ന മണക്കണ പുഴുവല്ലയോ, പുഴുവെങ്കി ചൂടൂല്ലയോ, ചൂടണ കൊടയല്ലയോ, കൊടയെങ്കി കെട്ടൂല്ലയോ, കെട്ടണ പെരയല്ലയോ, പെരയെങ്കി മേയൂല്ലയോ, മേയണ പയ്യല്ലയോ, പയ്യങ്കി ചുറ്റൂല്ലയോ, ചുറ്റണ ചക്കല്ലയോ, ചക്കെങ്കിലാടൂല്ലയോ, ആടണ പാമ്പല്ലയോ, പാമ്പെങ്കിൽ ഇരയ്ക്കൂല്ലയോ, ഇരക്കണ കടലല്ലയോ, കടലെങ്കി മിന്നൂല്ലയോ, മിന്നണ വാളല്ലയോ, വാളെങ്കി വെട്ടൂല്ലയോ, വെട്ടണ പോത്തല്ലയോ, പോത്തെങ്കി കെട്ടൂല്ലയോ, കെട്ടണ പെണ്ണല്ലയോ. ഈ ചോദ്യവും ഉത്തരവും എല്ലാം മണം എവിടെ നിന്ന് വന്നു എന്ന് അന്വേഷിച്ചാണ്. പക്ഷേ മണം എവിടെ നിന്ന് വന്നു ആർക്കും പിടികിട്ടിയില്ല. മണം വരാൻ ഒരു കാരണമുണ്ട്. ഈ പള്ളി മന്ദിരത്തിന്റെ പണി ആരംഭിച്ചതിന് ശേഷം പുത്തനാം പള്ളിയുടെ പണിപൂരങ്ങൾ കാണാൻ നിത്യവും പ്രഭാതത്തിൽ എത്തിടും ധന്നു. പുത്തനാം പള്ളിയുടെ പണിപൂരങ്ങൾ കാണാൻ നിത്യവും പ്രഭാതത്തിൽ എത്തിടും ധന്നും. തമ്പുരാട്ടി വന്നാൽ ഒരു വരവാണ്, വന്നു നിന്നാൽ ഒരു നിൽപ്പാണ്. സർവാഭരണ വിഭൂഷിതയായി അത്തറും പൂശി ശ്യാമള പട്ടമ്പരം മൗലിയിൽ നിന്നും മെല്ലെ താമരപ്പൂവോടത്ത കൈത്തലത്താലെ നീക്കി പൊന്നുഷപ്രഭയോലും തൻ കവിൾത്തടം കാട്ടി. പൊന്നുഷസന്ധ്യയുടെ സൗന്ദര്യമുള്ള അവരുടെ കവിൾത്തടം എല്ലാവരും കാണുമാ നിൽക്കുന്നു സമർഖണ്ഡിൻ സ്ത്രൈണ സൗന്ദര്യ സ്വപ്നം. സമർഖണ്ഡിന്റെ ഉദാത്ത സൗന്ദര്യ മാതൃകയായ കന്നും ബീബി തമ്പുരാട്ടി ഇതാ പണിസ്ഥലത്തേക്ക് വന്നിരിക്കുന്നു. തൊഴിലാളികൾക്ക് ആവേശം. തങ്ങൾ പണിയെടുക്കുന്ന ഈ ചേറിൽ തമ്പുരാട്ടി വന്നിരിക്കുന്നു. എവിടെ ഇരിക്കേണ്ട തമ്പുരാട്ടിയാണ്. അവിടെ അന്തപുരത്തിൽ ചപ്രമഞ്ചത്തിൽ സുഗന്ധ തൈലങ്ങളും പൂശി ചാമരത്തിന്റെ കാറ്റേറ്റ് സുഖലോലുപയായി കഴിയേണ്ട തമ്പുരാട്ടി ഇതാ പാവങ്ങളുടെ പണി കാണാൻ വന്നിരിക്കുന്നു. അവർക്ക് ആവേശം. ആവേശം കൊണ്ട് ആ തൊഴിലാളികൾ പാടുന്നു. തമ്പുരാനായൊരു പള്ളി പണിക്കാൻ തമ്പുരാട്ടിക്കൊരു കമ്പം പേരുത്തല്ല ദയ്യക ദയ്യക ദയ്യകം താര ദയ്യക ദയ്യക ദയ്യകം താര. അങ്ങനെ പാട്ടും മേളവുമായി പണി തകൃതിയായി നടക്കുന്നു. തമ്പുരാട്ടി സന്തോഷമായി നിൽക്കുന്നു. പണി കാണുന്നു, നിർവൃതിക്കൊള്ളുന്നു. ഈ സമയത്ത് ആരും അറിയാതെ, അള്ളാഹു പോലും അറിയാതെ അവിടെ മറ്റൊരു സംഗതി നടക്കുന്നുണ്ട്. റാണിതൻ കവിൽ തട്ടിൽ തൻകട കണ്ണാൽ നല്ലൊരു ആണിമേടിയിടും കൂടെ കൂടെ റാണിതൻ കവിൽ തട്ടിൽ തൻകട കണ്ണാൽ നല്ലൊരു
ആണിമേടിയും കൂടെ കൂടെ നോക്കണേ ആ ശില്പിയുടെ ഒരു അഹങ്കാരം. പൊന്നുഷ സന്ധ്യയുടെ സൗന്ദര്യമുള്ള അവരുടെ കവിൾത്തടത്തിൽ ഈ ശില്പി നോക്കുന്നു, കട്ടു നോക്കുന്നു. എടാ പള്ളി പണിയാൻ വന്നവനെ, കുഴപ്പക്കാരാ. റാണി തൻ കവിൾത്തട്ടിൽ തൻകട കണ്ണാൽ നല്ലൊരു ആണിമേടിയും കൂടെ കൂടെ പൂച്ച പാല് കുടിക്കുന്ന പോലെ ആരും അറിയുന്നില്ലെന്നാണ് അവന്റെ വിചാരം. പക്ഷേ അള്ളാഹു പോലും അറിയുന്നില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ അവരത് ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. വിശേഷം തൊഴിലാളികൾ, നല്ല നിരീക്ഷണ പാഠവുമുള്ള ആ തൊഴിലാളികൾ അത് മനസ്സിലാക്കിയെന്ന് മാത്രമല്ല അവരുടെ പുതിയ പാട്ടിൽ അത് ചേർത്ത് പാടുന്നുണ്ട്. വേനലും മഞ്ഞും മഴയുമായി കാലം പതുക്കെ കടന്നുപോയി. ആയിരം മൊട്ടുകൾ പൂക്കളായി, ആയിരം പൂക്കളടർന്നു. വേനലും മഞ്ഞും മഴയുമായി കാലം പതുക്കെ കടന്നുപോയി എന്നാണ് കവി പറഞ്ഞത്. കാലം പതുക്കെയാണോ പോവുക, അതോ വേഗമാണോ? അത് കാലത്തെ നിരീക്ഷിക്കുന്ന ആളിന്റെ മാനസിക നില പോലെ ഇരിക്കും. ചിലപ്പോൾ നമ്മൾ വാച്ച് നോക്കിയിട്ട് പറയും, ഓ സമയം പോകുന്നില്ല, യോ സമയം ദേ ഒരുപാടായി. ഇങ്ങനെ മാറി മാറി നമ്മൾ പറയാറുണ്ട്. അത് നോക്കുന്ന ആളിന്റെ മാനസിക നില പോലെ ഇരിക്കും. ഇവിടെ ഇപ്പോ പള്ളിപണി തുടങ്ങിയിട്ട് 6 മാസം കഴിഞ്ഞിരിക്കുന്നു. 6 മാസം കഴിഞ്ഞിരിക്കുന്നു. പണി വേഗമാണോ അതോ പതുക്കെയാണോ നടക്കുന്നത് എന്ന് നമ്മൾ ആ പണി സ്ഥലത്ത് നിന്ന് നോക്കിയാൽ മനസ്സിലാകും. തമ്പുരാട്ടിക്ക് ആകെ ഒരു വല്ലാത്ത വെപ്രാളമുണ്ട്. പണി സ്ഥലം ചെന്ന് നോക്കുമ്പോൾ അറിയാം പണി പതുക്കെയാണ് നീങ്ങുന്നത്. പള്ളി തൻ പണി ഏവമിഴഞ്ഞു പയ്യെ പയ്യെ, പതുക്കെയാണ് കഴിയുന്നത്. തമ്പുരാട്ടിക്ക് മനസ്സിലായി ഇയാൾ വലിയ തച്ചുശാസ്ത്രക്കാരനാണ്, തനിക്ക് അറിഞ്ഞൂടാത്ത തച്ചുശാസ്ത്രം ശില്പിക്കറിയാം, പേര് കേട്ടവനാണ്, അയാൾക്ക് തീർക്കാൻ അറിയാം, സമയത്തിന് തീർക്കാൻ അറിയാം. എങ്കിലും തമ്പുരാട്ടിക്കൊരു സമാധാനമില്ല, ഉറക്കമില്ല. കൊട്ടാരം ചിന്തയാൽ ജാഗരം കൊള്ളുന്നു, കൊച്ചുകൂടിൽ കത്തേ നിദ്രാസുഖം. കൊട്ടാരം ചിന്തയാൽ ജാഗരം കൊള്ളുന്നു, കൊച്ചുകൂടിൽ കത്തേ നിദ്രാസുഖം. കൊച്ചുകൂടിൽ കത്തേ നിദ്രാസുഖം. കൊച്ചുകൂടിൽ കത്തേ നിദ്രാസുഖം. കൊട്ടാരം ചിന്തയാൽ ജാഗരം കൊള്ളുന്നു. ഉറക്കമില്ലാത്ത അവസ്ഥ തരണം ചെയ്യുന്നതിനാണ് ജാഗരം കൊള്ളുക എന്ന് പറയുന്നത്. വള്ളത്തോളിന്റെ പ്രയോഗമാണ്. കൊട്ടാരം ചിന്തയാൽ ജാഗരം കൊള്ളുന്നു, കൊച്ചുകുടിൽ കത്രേ നിദ്രാസുഖം. കൊട്ടാരം എങ്ങനെ ഉറങ്ങും? ജനക്ഷേമൈശ്വര്യങ്ങൾ അങ്ങനെ തപസ്സിരുന്ന് ആലോചിച്ച് തലങ്ങും വിലങ്ങും ആലോചിച്ച് തീരുമാനമെടുക്കുന്ന കേന്ദ്രമാണ് കൊട്ടാരം. അവിടെ ഉറക്കമില്ല, ഉറങ്ങിയാൽ ശരിയാകില്ല. ഇവിടെ തമ്പുരാട്ടിക്ക് ഉറക്കമില്ല. കൊട്ടാരം ചിന്തയാൽ ജാഗരം കൊള്ളുന്നു, കൊച്ചുകൂടിൽ കത്രേ നിദ്രാസുഖം. കൊച്ചുകൂടിൽ കത്രേ നിദ്രാസുഖം. തമ്പുരാട്ടിയുടെ ഉറക്കമില്ലായ്മ അന്തപുര സ്ത്രീകൾ ശ്രദ്ധിച്ചു. തമ്പുരാട്ടി ഉറക്കമില്ലല്ലോ ഇടയായിട്ട്, അത് പള്ളിമണി വേണ്ട വിധത്തിൽ നീങ്ങുന്നില്ല എന്ന് എനിക്കൊരു തോന്നൽ. അത് അയാളോട് പറയണം. അയ്യോ, ഞാൻ പറയാനോ? അയാൾ വലിയ ശില്പിയല്ലേ, അയാൾക്കറിഞ്ഞൂടെ പണി തീർക്കാൻ? അത് സാരമില്ല, അയാൾ ശില്പിയാണ്, അയാൾ പ്രജയാണ്, തമ്പുരാട്ടിയുടെ പ്രജയാണ്. അയാളെ ജോലി ഏൽപ്പിച്ചാൽ സമയത്തിന് ചെയ്ത് തീർക്കുന്നോ ഇല്ലയോ എന്ന് മാത്രം തമ്പുരാട്ടി അന്വേഷിച്ചാൽ മതി. അയാളെ വിളിച്ച് ചോദിക്ക്, കാര്യം വ്യക്തമായിട്ട് അറിയാമല്ലോ. അത് ശരിയാണ് തമ്പുരാട്ടിക്ക് തോന്നി. ഓമർ, ഇവിടെ വരൂ. നിങ്ങൾ എന്താണ് ഒരു ഉഷാർ കാണിക്കാത്തത്? ആദ്യം നിങ്ങൾ വലിയ ഉത്സാഹത്തിലായിരുന്നു, ഇപ്പോൾ വേണ്ട പോലെ പണി നീങ്ങുന്നില്ല. അയ്യോ, അങ്ങനെ പറയരുത് തമ്പുരാട്ടി, പണി കാര്യമായിട്ട് തന്നെ നീങ്ങുന്നു. എങ്ങനെ കാര്യമായിട്ട് നീങ്ങുന്നു? 10 മാസം കൊണ്ട് തീരണം. 6 മാസം കഴിഞ്ഞിരിക്കുന്നു. പണി തായ്ക്കെട്ടിടത്തിൽ പോലും ചെന്ന് പ്രവേശിച്ചിട്ടില്ല. നിങ്ങൾ എന്നോട് പറഞ്ഞത് 10 മാസം കൊണ്ട് പണി തീർക്കാമെന്നല്ലേ പറഞ്ഞത്? മാസങ്ങളാറായില്ലേ കന്നിക്കോൽ നാട്ടിയിട്ട്, എന്താണ് ഈ സൗധമെന്നും മണ്ണിൽ പടർന്നേ കിടക്കുന്നു. തമ്പുരാട്ടി കുറ്റപ്പെടുത്തുകയാണ്. പക്ഷേ തമ്പുരാട്ടിയുടെ അടുത്തു നിന്നുള്ള ചോദ്യം, അവരുടെ സുഗന്ധ നിശ്വാസം, അവരുടെ മധുര ശബ്ദം, അനാവൃതമായ ആ പൊന്നുഷ സന്ധ്യയുടെ സൗന്ദര്യമുള്ള കവിൾത്തടം,
ഇതെല്ലാം കണ്ടു കണ്ടു നിന്നപ്പോൾ അതൊരു കുറ്റപ്പെടുത്തലായിട്ട് അവന് തോന്നിയില്ല. അവനിൽ ചില അനുഭൂതികൾ നാം പെടുന്നു. അവനതിന്റെ സുഖം പൂണ്ട് തമ്പുരാട്ടിയോട് പറയുന്നു, തമ്പുരാട്ടി, ഒക്കെയും ശരിയാകും, ഒക്കെയും ശരിയാകും. ഇതാവൻ പറയുന്നു, ഒക്കെയും ശരിയാകുന്നു. വിശ്വസിക്കാതെ തരമില്ല. വിശ്വസിച്ചു ഹാഭാവം ബീവിയാ ശില്പീന്ദ്രന്റെ വശ്യവാക്കുകൾ തച്ചു ശസ്ത്രമങ്ങനെയാകാം. വിശ്വസിച്ചു ഹാഭാവം ബീവിയാ ശില്പീന്ദ്രന്റെ വശ്യവാക്കുകൾ തച്ചു ശാസ്ത്രമങ്ങനെയാകാം. വശ്യവാക്കുകൾ തച്ചു ശാസ്ത്രമങ്ങനെയാകാം. എന്തായാലും തമ്പുരാട്ടിക്ക് ഉത്തരം കേട്ട് തൃപ്തിയായി. അവൻ തീർക്കുമല്ലോ. അവർ സംതൃപ്തയായി പോയി. അവന് അതിലേറെ സംതൃപ്തി. തമ്പുരാട്ടിയെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, അവന് ഒരു പുതിയ അനുഭൂതി. അവരുടെ ആ സാമീപ്യം, അവനിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു. അവൻ പ്രണയാദ്രനായിരിക്കുന്നു. അതുകൊണ്ട് അവൻ്റെ പാട്ടും പാടിയാണ് പോകുന്നത്. സമർക്കണ്ടിലെ ജനങ്ങൾ പാടാറുള്ള ഒരു പഴഞ്ചൊൽ പാട്ടും പാടി പോകുന്നു. പ്രേമിക്കാനില്ലാത്തവൻ കഴുതയല്ലോ, കളിമണ്ണാണ് അഭിവൃദ്ധി മോഹിക്കാത്തവൻ. പ്രേമിക്കാനില്ലാത്തവൻ കഴുതയല്ലോ, കളിമണ്ണാണ് അഭിവൃദ്ധി മോഹിക്കാത്തവൻ. ശുദ്ധ കളിമണ്ണാണ് അഭിവൃദ്ധി മോഹിക്കാത്തവൻ. ശുദ്ധ കളിമണ്ണാണ് അഭിവൃദ്ധി മോഹിക്കാത്തവൻ. അവൻ പിന്നെയും പാട്ടും പാടി അലസനായി നടക്കുന്നു. 2 മാസം കൂടി കഴിഞ്ഞു. 6 ഉം 2 8 മാസം കഴിഞ്ഞിരിക്കുന്നു. ഇനി 2 മാസമേ ഉള്ളൂ. തമ്പുരാട്ടി അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, വീണ്ടും പണി വേണ്ട പോലെ മുമ്പോട്ട് നീങ്ങിയിട്ടില്ല. അവർ ഗൗരവത്തോടെ തന്നെ വിളിച്ചു, ഓമർ ഇവിടെ വരൂ. എന്താ തമ്പുരാട്ടി? നിങ്ങൾ പറഞ്ഞത് കൃത്യസമയത്ത് പള്ളി പണിഞ്ഞ് തീർത്തു തരാം, 10 മാസം കൊണ്ട് തീർത്തു തരാം എന്നല്ലേ പറഞ്ഞത്? അതേ തമ്പുരാട്ടി, തീരും തമ്പുരാട്ടി. എങ്ങനെ തീരും? ഇനി 2 മാസമേ ഉള്ളൂ. നിങ്ങളെന്നല്ല, നിങ്ങളെക്കാൾ വിദഗ്ധനായ മറ്റൊരു ശില്പി വന്നാൽ കൂടി 2 മാസം കൊണ്ട് തീരാവുന്ന പണിയല്ല ശേഷിക്കുന്നത്. ശരിയല്ലേ? അതിന് വലിയ തത്വശാസ്ത്രമൊന്നും പഠിക്കണ്ട. ഒരു സാമാന്യ ബോധം മതി, സാമാന്യ തിരിച്ചറിവ് മതി. അതെനിക്ക് മനസ്സിലായി. നിങ്ങൾ ഒരു കാരണവശാലും 2 മാസം കൊണ്ട് പണി തീർക്കാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഞാൻ ഒരു ഇളവ് തരാൻ തീരുമാനിച്ചിരിക്കുന്നു. 10 മാസം കൊണ്ട് തീർക്കണമെന്നും പറഞ്ഞെങ്കിൽ എൻ്റെ ഭർത്താവ് മടങ്ങി വരുന്നത് 12 മാസം കൊണ്ടാണ്. അപ്പോൾ 2 മാസം കൂടി അധികമുണ്ട്. ആ അധികം 2 മാസം നിങ്ങൾ എടുത്തോളൂ. ശേഷിക്കുന്ന 2 2 4 മാസം കൊണ്ട് നിങ്ങൾ ഈ പള്ളി പണി തീർക്കണം. സമർക്കണ്ടിന്റെ ഹൃദയഭാഗത്ത് എൻ്റെ ഭർത്താവിന് സമർപ്പിക്കാൻ പാകത്തിൽ അദ്ദേഹം വരുന്ന ആ ദിവസത്തിന്റെ തൊട്ട് തലേ ദിവസമെങ്കിലും നിങ്ങൾ ഈ പള്ളി മന്ദിരത്തിന്റെ പണി തീർത്തിരിക്കണം. തമ്പുരാട്ടിയുടെ ശബ്ദത്തിൽ ഗൗരവം, ഭീഷണി, അതവന് മനസ്സിലായി. പക്ഷേ അവനാ ഭീഷണിയെ തള്ളിക്കളയുന്നു. അവൻ പറയുന്നു, തമ്പുരാട്ടി ക്ഷമകേട് കാണിക്കാതെ. എന്താ ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത്? ജീവിതമെന്നാലൊരു നിമിഷം ക്ഷമ വേണം. ദേവിയെ ഓർമ്മിപ്പിച്ചു ശില്പിയ ഖുറാൻ വാക്യം. ജീവിതമെന്നാലൊരു നിമിഷം ക്ഷമ വേണം. ദേവിയെ ഓർമ്മിപ്പിച്ചു ശില്പിയ ഖുറാൻ വാക്യം. തമ്പുരാട്ടി, ജീവിതം എന്താണ്? ഒരു പ്രഹേളികയാണ്. നാം എവിടെ നിന്നോ വരുന്നു, എവിടേക്കോ പോകുന്നു. ഇതിനിടയ്ക്ക് വീണ് കിട്ടുന്ന ഒരു സൗഭാഗ്യ ഘട്ടമാണ് ജീവിതം. ജീവിതമെന്നാലൊരു നിമിഷം ക്ഷമ വേണം. ബീവിയെ ഓർമ്മിപ്പിച്ചു ശില്പിയ ഖുറാൻ വാക്യം. ബീവിയെ ഓർമ്മിപ്പിച്ചു ശില്പിയ ഖുറാൻ വാക്യം. നിങ്ങളൊരു കാര്യം ചെയ്യും, ഖുറാൻ പാടുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ഭർത്താവ് വരുന്നതിൻ്റെ തൊട്ട് തലേ ദിവസമെങ്കിലും നിങ്ങൾ പണി തീർത്തിരിക്കണം. ആ ഭീഷണിയും അവനെ ശീലം പിന്നെയും പാടിക്കൊണ്ടുപോയി. പ്രേമിക്കാനില്ലാത്തവൻ കഴുതയല്ലോ, കളിമണ്ണാണ് അഭിവൃദ്ധി മോഹിക്കാത്തവൻ. ശുദ്ധ കളിമണ്ണാണ് അഭിവൃദ്ധി മോഹിക്കാത്തവൻ. ശുദ്ധ കളിമണ്ണാണ് അഭിവൃദ്ധി മോഹിക്കാത്തവൻ. പിന്നെയും 2-3 ദിവസം പാട്ടും പാടി കഴിഞ്ഞു. തമ്പുരാട്ടിക്ക് മനസ്സിലായി, ഇത് വിട്ടാൽ ശരിയാകില്ല. ഓമർ ഇവിടെ വരൂ. 2 അറിയാനുള്ള തീരുമാനമാണ് തമ്പുരാട്ടിയുടെ. ഇവിടെ വരൂ. എന്താ തമ്പുരാട്ടി? എനിക്ക് 2 അറിയണം. എന്താ തമ്പുരാട്ടി? ഈ പള്ളി മന്ദിരത്തിന്റെ പണി കൃത്യസമയത്തിന് തീർക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ഇല്ലയോ? തമ്പുരാട്ടി, എന്താണ്? എനിക്ക് 2 അറിഞ്ഞാൽ മതി. നിങ്ങളുടെ മറ്റു ന്യായങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. പള്ളി പണി തീരുമോ ഇല്ലയോ? തമ്പുരാട്ടി, അടിയന് ഒരു സങ്കടമാണ് മറുപടിയായി ഉണർത്തിക്കാനുള്ളത്. എന്ത് സങ്കടം? ഇത്രയും കാലം ഉണർത്തിക്കാതിരുന്ന എന്ത് സങ്കടമാണ് നിങ്ങൾക്ക് ഇനി ഉണർത്തിക്കാനുള്ളത്?
തമ്പുരാട്ടി പറയൂ തമ്പുരാട്ടി, ഈ പള്ളി മന്ദിരത്തിന്റെ പണി ഈ പള്ളി മന്ദിരത്തിന്റെ പണി പൂർത്തിയാവില്ല തമ്പുരാട്ടി, പൂർത്തിയാവില്ല. ഓമർ, സത്യമായിട്ടും തമ്പുരാട്ടി ജീവിത തീക്കുണ്ടത്തിൽ നിന്ന് ഞാൻ അർത്ഥിക്കുന്നു. തമ്പുരാട്ടി ഈ പള്ളി മന്ദിരത്തിന്റെ പണി പൂർത്തിയാവില്ല. നീ വാക്ക് തെറ്റിച്ചു. വാക്ക് തെറ്റിച്ചവൻ തിമൂറിന്റെ സാമ്രാജ്യത്തിൽ ജീവിച്ചിരുന്ന ചരിത്രമില്ല. ആരവിടെ? ഇവനെ പിടികൂടും, ഇവനെ കഴുത്തെടുത്ത് കളയും, ഇവന്റെ കഴുത്ത് വെട്ടിക്കളയും. ആജ്ഞകൾ അനുസരിക്കപ്പെടുന്നു. ഇതാ കുറെ പട്ടാളക്കാർ വന്നു, ആ ശില്പിയെ പിടികൂടി അവന്റെ കഴുത്തിന് ചുറ്റും വെട്ടിത്തിളങ്ങുന്ന വാളുകൾ നിരന്നു കഴിഞ്ഞു. അയ്യോ തമ്പുരാട്ടി, അടിയനെ കൊല്ലരുത്, അടിയൻ ഈ പള്ളി മന്ദിരത്തിന്റെ പണി പൂർത്തിയാക്കി തരാം. അവൻ തീർത്തു പറഞ്ഞു. അപ്പോൾ വാളുകൾ താണു. ഇല്ല, എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, നിങ്ങൾക്ക് ഈ പണി തീർക്കാൻ കഴിയില്ല. അല്ല തമ്പുരാട്ടി, അടിയൻ ഈ പള്ളിമണി പൂർത്തിയാക്കി തരാം. എങ്ങനെ? നിങ്ങളല്ലേ പറഞ്ഞത് ഇത് പൂർത്തിയാവില്ല എന്ന്? പൂർത്തിയാകും തമ്പുരാട്ടി. വാള് കണ്ടപ്പോൾ പൂർത്തിയാകും തമ്പുരാട്ടി. നിങ്ങൾ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉപായം പറയുകയാണ്. അല്ല തമ്പുരാട്ടി, അടിയൻ ആത്മവിശ്വാസമാണ്. ഈ പള്ളി മന്ദിരത്തിന്റെ പണി അടിയൻ പൂർത്തിയാക്കി തരുമല്ലോ. തരും തമ്പുരാട്ടി. പക്ഷേ എന്താണ് ഒരു പക്ഷേ? അത് പറയാം തമ്പുരാട്ടി. എങ്കിൽ പറയൂ. ഇപ്പൊ പറയാൻ പറ്റില്ല, പിന്നെപ്പോൾ? ഇപ്പൊ വേണമെങ്കിലും പറയാം. എങ്കിൽ പറയൂ. ഇപ്പൊ പറയണമെന്നുണ്ടെങ്കിൽ അടിയനെ തമ്പുരാട്ടി മാത്രമാകണം. ഇവിടെ ഈ നിൽക്കുന്ന ഇവരെല്ലാം പറഞ്ഞു വിടണം. ആരെ? ഈ വടിതടി ആയുധങ്ങൾ എന്തി നിൽക്കുന്ന ഈ ഭീകരന്മാരായ ഈ പട്ടാളക്കാരെല്ലാം പറഞ്ഞു വിട്ടു. ഇവരെ കണ്ടിട്ട് അടിയന് പേടിയാകുന്നു. പറഞ്ഞു വിട്ട്. പെട്ടെന്ന് തമ്പുരാട്ടിയുടെ പുരികക്കുടി ചലിച്ചു. ആ പട്ടാളം നിഷ്ക്രമിച്ചു. രംഗം ഇപ്പോൾ തമ്പുരാട്ടിയും ഓമറും മാത്രമുള്ള ഒരു രംഗം. നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളും ഞാനും മാത്രമേ ഉള്ളൂ. ഇനി പറയാം തമ്പുരാട്ടി, എന്താണ് അവിടുത്തെ കണ്ട നാൾ മുതൽ? എന്താ? തമ്പുരാട്ടിയെ കണ്ട നിമിഷം മുതൽ അടിയന്റെ മനസ്സിൽ പരിശുദ്ധ പ്രേമം അങ്ങനെ പത്തിവിടർത്തി നിന്നാടുകയാണ് തമ്പുരാട്ടി. ഓവർ. സത്യമാണ് തമ്പുരാട്ടി, ജീവിത തീക്കുണ്ടത്തിൽ നിന്ന് ഞാൻ അർത്ഥിക്കുന്നു. ബീബിതൻ കവിൾ തട്ടി, ഈ കവിൾ തട്ടി ഒരു ചുംബനം മാത്രം. ഓമറേ നിർത്തു. തിമൂറിന്റെ ഭാമിനിയോടോ നിന്റെ ആഭാസപ്പേ കൂത്തുകൾ. ഇവൻ ഇങ്ങനെയാണോ എന്നെ കണ്ടത്? ഈ കണ്ണുകൊണ്ടാണോ എന്നെ കണ്ടത്? ഇവന്റെ കൺമുന്നിൽ ഞാൻ എത്രമാത്രം സ്വതന്ത്രമായി അവന് കാണത്തക്ക നിലയിൽ എന്റെ മുഖം മൂടുപടം മാറ്റി നിന്നിരിക്കുന്നു. അപ്പോൾ ഇവൻ മറ്റൊരു കണ്ണിലൂടെയാണ് എന്നെ കണ്ടത്. ഇവന്റെ മുന്നിൽ നിൽക്കാൻ കൊള്ളില്ല. ഇവൻ ആഭാസൻ. തമ്പുരാട്ടി അവിടെ നിന്ന് പൊയ്ക്കളഞ്ഞു. അവരുടെ സപ്രപഞ്ചത്തിൽ ചെന്നിരുന്നു. എന്തൊരു ധർമ്മസങ്കടം. ഭർത്താവിന് വേണ്ടി ഒരു പള്ളി പണിയാൻ തീരുമാനിച്ചു. ഇപ്പോൾ ആ പണി പൂർത്തിയാകണമെങ്കിൽ ഞാൻ ഭർത്താവിനെ വഞ്ചിക്കണം, അവന്റെ മുന്നിൽ കവിൾത്തടം കാട്ടിക്കൊടുക്കും. ഇല്ല, ഒരിക്കലുമില്ല. അല്ല, അങ്ങനെ പറഞ്ഞവനെവിടെ? അവനവിടെ ജീവനോടെ നിൽക്കുന്നു. തിമൂറിന്റെ ഭാമിനിയോട് അസഭ്യം പറഞ്ഞവനോടെ അവിടെ പച്ച ജീവനോടെ നിൽക്കുന്നു. ഈ സാമ്രാജ്യത്തിൽ നടപ്പില്ല. തിമൂറിന്റെ സാമ്രാജ്യത്തിൽ ഇവൻ ജീവിച്ചിരിക്കാൻ പാടില്ല. ആരവിടെ? ആ ശില്പിയെ പിടികൂടൂ, അവനെ ബലിക്കല്ലിലേക്ക് കൊണ്ടുപോകൂ, അവനെ കഴുത്തെടുത്ത് കളയൂ. ആജ്ഞ അനുസരിക്കപ്പെടുന്നു. ഇതാ ഓമറെ പിടികൂടിക്കൊണ്ടുവരുന്നു. അയാൾ കുതിര രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ പട്ടാളം അയാളെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു. അയാളെ കൊണ്ടുവന്ന ബലിക്കല്ലിൽ കമഴ്ത്തി കിടത്തി. അവന്റെ ചുരുൾമുടി കഴുത്തിലേക്ക് വീണ് കിടന്നു. പിൻഭാഗത്തുള്ള ചുരുൾമുടി അവരിതാ മുകളിലേക്ക് പിടിച്ചുയർത്തുന്നു. ആ കഴുത്ത് നഗ്നമായി കഴിഞ്ഞു. ആ വസ്ത്രം ഒതുക്കി വെച്ചു. നഗ്നമായ കഴുത്തിന് മീതെ നേരെ മുകളിൽ വെട്ടിത്തിളങ്ങുന്ന ഒരു വാൾ, ഏത് നിമിഷവും ചലിക്കാവുന്ന ഒരു വാൾ. ആ വാളിതാ ചലിക്കാൻ തുടങ്ങുന്നു. അരുത്, അവനെ കൊല്ലരുത്, ഓമറെ കൊല്ലരുത്, അവനെ വെറുതെ വിടും. പെട്ടെന്ന് ആ വാള് താണു. അവൻ ഈ പള്ളിമന്ദിരത്തിന്റെ പണി പൂർത്തിയാക്കും. അവന് മാത്രമേ ഈ പള്ളിമന്ദിരത്തിന്റെ പണി പൂർത്തിയാക്കാൻ കഴിയൂ. അതുകൊണ്ട് അവനെ കൊല്ലരുത്. അത് പറഞ്ഞതും ഖന്നൂം ബീവി തന്നെ. അവർക്കൊരു പുതിയ തിരിച്ചറിവ്. ഇവനെ അസഭ്യം പറഞ്ഞതിന്റെ പേരിൽ കൊന്നുകളഞ്ഞാൽ പള്ളിമന്ദിരത്തിന്റെ പണി യഥാസമയം തീർക്കാൻ മറ്റൊരാൾക്ക് കഴിയില്ല.
ഇതിന്റെ തച്ചുശാസ്ത്രം മുഴുവൻ, അതിന്റെ അന്തർധാര മുഴുവൻ അവന്റെ പ്രജ്ഞയിലാണ്. അതില്ലായ്മ ചെയ്താൽ പള്ളി മന്ദിരത്തിന്റെ ആ സ്വപ്നം അവർക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുകയാണ്. ഭർത്താവ് തിരിച്ചു വരുമ്പോൾ, വിജയശ്രീലാളിതനായി തിരിച്ചു വരുമ്പോൾ, ഉചിതമായ മറ്റാരും കൊടുക്കാത്ത ഒരു സമ്മാനമായി, ഒരു അത്ഭുത സമ്മാനമായി, അതേസമയം തന്നെ സമർഖണ്ഡിലെ ജനങ്ങൾക്കാകെ അനുഗ്രഹമായ ഒരു ആരാധനാലയമായി അതങ്ങനെ ഉയർന്നു നിൽക്കണം. അതായിരുന്നു അവരുടെ സ്വപ്നം. ആ സ്വപ്നം പൂവണിയണമെന്നുണ്ടെങ്കിൽ ഇവൻ ജീവിച്ചിരുന്നേ പറ്റൂ. അവൻ അതിന് കടന്ന ഒരാഗ്രഹമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. അത് അവനെ പറഞ്ഞനുനയിപ്പിച്ച് അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് അവനെ കൊണ്ട് തന്നെ പണി തീർക്കാം എന്ന ഒരു നേർബുദ്ധി തമ്പുരാട്ടിക്ക് കൈവന്നിരിക്കുന്നു. അതുകൊണ്ടാണ് അവനെ കൊല്ലണ്ട, അവൻ തന്നെ പള്ളിപണി പൂർത്തിയാക്കും എന്ന് പറഞ്ഞ് അവനെ വെറുതെ വിട്ടത്. അവന്റെ ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നു, ജീവദാനം കിട്ടിയിരിക്കുന്നു. തമ്പുരാട്ടിക്ക് തന്നോട് സ്നേഹമുണ്ട്. അവൻ അതങ്ങനെ വ്യാഖ്യാനിക്കുന്നു. അവന്റെ പ്രണയാനുഭൂതി ഇതാ വീണ്ടെടുക്കുന്നു. അവന്റെ മുഖം പുഞ്ചിരി പൂണ്ടു. അവൻ വസ്ത്രം പിടിച്ച് നേരെ ഇട്ടു, മുടി കോതി പുറകോട്ടിട്ടു. അവൻ ആ പഴഞ്ചൊൽ പാട്ട് വീണ്ടും പാടി. പ്രേമിക്കാനില്ലാത്തവൻ കഴുതയല്ലോ, കളിമണ്ണാണ് അഭിവൃദ്ധി മോഹിക്കാത്തവൻ, ശുദ്ധ കളിമണ്ണാണ് അഭിവൃദ്ധി മോഹിക്കാത്തവൻ, ശുദ്ധ കളിമണ്ണാണ് അഭിവൃദ്ധി മോഹിക്കാത്തവൻ. ഓമറെ അനുനയിപ്പിക്കാൻ ഖന്നും ബീബി ചെന്ന് അവനോട് സംസാരിക്കുന്നു. ഓമർ, നിങ്ങൾ എന്തുകൊണ്ട് ഈ പണി വേഗം തീർക്കുന്നില്ല? ആദ്യം നിങ്ങളുടെ അലസത കണ്ട് എനിക്ക് വല്ലാത്ത ദേഷ്യമാണ് വന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ അലസത കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമാണ്, എനിക്ക് വേദനിക്കുന്നു, എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. ഓമറെ സമർഖണ്ഡിൽ നിൻ പുണ്യനാമമെന്നും പുകഴ്ത്തപ്പെടട്ടെ. ഓമറെ സമർഖണ്ഡിൽ നിൻ പുണ്യനാമമെന്നും പുകഴ്ത്തപ്പെടട്ടെ. ഒന്നു നീ കനിയണമെന്നിൽ പൊന്നും രത്നവും ഇനിയും നൽകാം. ഒന്നു നീ കനിയണമെന്നിൽ പൊന്നും രത്നവും ഇനിയും നൽകാം. പൊന്നും രത്നവും ഇനിയും നൽകാം. ഇത് പറയുമ്പോൾ ഖന്നും ബീബിയുടെ കവിൾത്തടത്തിലൂടെ കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നു. അവൻ ആ കണ്ണീര് കണ്ടു, ആ കണ്ണീർ പ്രവാഹം കണ്ടു, ആ കണ്ണീർ ശ്രദ്ധിച്ചു. പക്ഷെ അവന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ആ കണ്ണീരിലോ ആ കരച്ചിലോ അല്ല. അവന്റെ ശ്രദ്ധ മുഴുവൻ പൊന്നുഷ സന്ധ്യയുടെ സൗന്ദര്യമുള്ള അവരുടെ ആ കവിൾത്തടത്തിലാണ്. അതിലവൻ ആർത്തിയോടെ നോക്കി. ആ നോട്ടം സഹിച്ചു നിൽക്കാൻ ഖന്നും ബീവിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ അവിടെ നിൽക്കാതെ അവരുടെ അന്തപുരത്തിലേക്ക് പോയി കളഞ്ഞു. മഞ്ഞുരാശിയിൽ കാറ്റടിക്കുന്നു, മാഞ്ഞു പോകുന്നു മാമരപ്പച്ച. മഞ്ഞുരാശിയിൽ കാറ്റടിക്കുന്നു, മാഞ്ഞു പോകുന്നു മാമരപ്പച്ച. പൊന്നിലകളെ എയ്തു വീട്ടുന്നു പൊന്നിലായി ശരൽക്കാല ശരങ്ങൾ. പൊന്നിലകളെ എയ്തു വീട്ടുന്നു പൊന്നിലായി ശരൽക്കാല ശരങ്ങൾ. നീലിക്കെട്ടൊളി പൊപ്ലമരങ്ങൾ ചൂലുകൾ പോലെ നിൽക്കുന്നു നീളെ. നീലിക്കെട്ടൊളി പൊപ്ലമരങ്ങൾ ചൂലുകൾ പോലെ നിൽക്കുന്നു നീളെ. ഇന്നിയുമയ്യ പൂർത്തിയായില്ല കന്നൂമിൻ മണിമാളികപ്പള്ളി. ഇന്നിയുമയ്യ പൂർത്തിയായില്ല കന്നൂമിൻ മണിമാളികപ്പള്ളി. അവർ അന്തപുരത്തിൽ പോയി കിടന്ന് കരയുന്നു. അന്തപുര സ്ത്രീകൾ വന്ന് പറഞ്ഞു, തമ്പുരാട്ടി ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ല, അയാളെ വിളിച്ചു കാര്യം പറയണം, വേണ്ട വിധത്തിൽ പറയണം. ഞാൻ വേണ്ട വിധത്തിലൊക്കെ പറഞ്ഞു, അതാണ് തെറ്റ്. തമ്പുരാട്ടി ഇതുവരെ കൽപ്പനാസ്വരത്തിൽ ഓമറോട് ആജ്ഞാപിക്കുകയാണ്. അങ്ങനെ ആജ്ഞാസ്വരത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല, അയാളെ പറഞ്ഞ് അനുനയിപ്പിക്കണം. അയാളെ മധുരമായ വാക്കുകൾ കൊണ്ട് സംബോധന ചെയ്യണം. അയാൾക്ക് മോഹനസുന്ദര വാഗ്ദാനങ്ങൾ നൽകണം. അയാളെ പറഞ്ഞു പ്രലോഭിപ്പിക്കണം. എന്നിട്ട് നമുക്ക് നമ്മുടെ കാര്യം നേടിയെടുക്കണം. അതാണ് വേണ്ടത്. അതല്ലേ ശരി തമ്പുരാട്ടി? ശരിയാണ്, നിങ്ങൾ പറഞ്ഞതാണ് സത്യം, നിങ്ങൾ പറഞ്ഞതാണ് ശരി, അതാണ് ശരിയായ മനഃശാസ്ത്രവും. തമ്പുരാട്ടി ആ വിധത്തിൽ സംസാരിക്കാൻ അങ്ങോട്ട് എഴുന്നേറ്റ് നടന്നു. തമ്പുരാട്ടി അങ്ങനെ തോന്നിയ പോലെ ചെയ്യാതെ, അങ്ങ് ചെല്ലാതെ, നനഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിട്ട് അങ്ങോട്ട് ചെല്ലാതെ ആ കണ്ണെഴുത്, മുഖമൊന്ന് മിനുക്ക്, എന്നിട്ട് ആകർഷകയായി ചെല്ല്, അയാളോട് നല്ല വാക്കുകൾ പറയൂ, ചെല്ല്. തമ്പുരാട്ടി അങ്ങനെയൊക്കെ ചെന്ന് വിളിക്കുന്നു. ഓമാർ, എന്താ തമ്പുരാട്ടി, നിങ്ങൾ എന്തുകൊണ്ട് ഈ പള്ളിമന്ദിരത്തിന്റെ പണി പൂർത്തിയാക്കുന്നില്ല? പൂർത്തിയാക്കാൻ തമ്പുരാട്ടി. നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എപ്പോഴേ പള്ളിപണി തീർത്തേനെ. നിങ്ങൾ എന്തുകൊണ്ട് പണി തീർക്കുന്നില്ല? നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാം. പൊന്നും പണ്ടവും രത്നവും രാജ ഭണ്ഡാരങ്ങളും തന്നേക്കാം. പൊന്നും പണ്ടവും രത്നവും രാജ ഭണ്ഡാരം പോലും തന്നേക്കാം.
ശില്പി മുഖ്യ പദവിയും നാഥൻ കൽപ്പിച്ചിടുമെന്നറിഞ്ഞാലും ശില്പി മുഖ്യ പദവിയും നാഥൻ കൽപ്പിച്ചിടുമെന്നറിഞ്ഞാലും എന്ത് വേണമെങ്കിലും തരാം. അതിനുള്ള ചില നിർദ്ദേശങ്ങൾ അവർ പറയുന്നു. എന്ത് വേണമെങ്കിലും തരാം. എന്ത് വേണമെന്ന് അവൻ പ്രത്യേകം പറഞ്ഞതാണ്. അത് തമ്പുരാട്ടി കേട്ടതുമാണ്. തൻ്റെ ആവശ്യം മുൻനിർത്തിയാണോ എന്ത് വേണമെങ്കിലും തരാം എന്ന് തമ്പുരാട്ടി പറഞ്ഞത്? അവന്റെ ലക്ഷണം കണ്ടിട്ട്, അവന്റെ ആ പ്രതികരണം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അവൻ ചില പ്രതീക്ഷകൾ ഉണ്ടായിരിക്കുന്നു. പ്രേമചുംബന സ്വപ്നവും കണ്ട് പാവമോമർ പണി തുടങ്ങുന്നു. പ്രേമചുംബന സ്വപ്നവും കണ്ട് പാവമോമർ പണി തുടങ്ങുന്നു. കാപ്പിരികളെ നിങ്ങളെ കുറ്റം കൽപ്പലകകൾ കേട്ടുക വേഗം. കാപ്പിരികളെ നിങ്ങളെ കുറ്റം കൽപ്പലകകൾ കേട്ടുക വേഗം. അവൻ ഉത്തേജിതനായി, അവൻ പ്രതീക്ഷയായി, അവൻ കാപ്പിരികളെ ഉത്തേജിപ്പിച്ചു. അവർ അതിവേഗം പണി ആരംഭിച്ചു. പണി വളരെ പെട്ടെന്ന് ആരംഭിച്ചു കഴിഞ്ഞു. ആ തുടക്കത്തിലെ ആ ഉത്സാഹം ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവൻ പെട്ടെന്ന് പ്രസാദിച്ചിരിക്കുന്നു. ക്ഷിപ്രപ്രസാദിയാണ്. ചിലർക്ക്, നമുക്ക് മലയാളികൾക്ക് പൊതുവിൽ മത്സ്യക്കറി വലിയ ഇഷ്ടമാണ്. ചിലർക്ക് മത്സ്യക്കറി തന്നെ വേണമെന്നില്ല. അടുത്തിരുന്ന ഒരാൾ മത്സ്യക്കറി കൂട്ടുന്നതിൻ്റെ മണം അടിച്ചാൽ മതി. ചിലർക്ക് അങ്ങനെയുള്ള ക്ഷിപ്രപ്രസാദികളുണ്ട്. വേറെ ചിലരുണ്ട്, മത്സ്യം കൊണ്ടുപോകുന്ന ലോറി വീട്ടിൻ്റെ മുമ്പിൽ കൂടെ ഊണ് സമയത്ത് പോയാൽ മതി, അതിൻ്റെ മണം അടിച്ചാൽ മതി. ചിലർക്ക് മണവും അടിക്കേണ്ട, ലോറിയുടെ ഇരപ്പ് കേട്ടാൽ മതി. അങ്ങനെ കൊണ്ട് ക്ഷിപ്രപ്രസാദികൾ. ഇവൻ ആ ഇനത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് പ്രേമചുംബന സ്വപ്നവും കണ്ട് പാവമോമർ പണി തുടങ്ങുന്നു. പ്രേമചുംബന സ്വപ്നവും കണ്ട് പാവമോമർ പണി തുടങ്ങുന്നു. കാപ്പിരികളെ നിങ്ങളെ കുറ്റം കൽപ്പലകകൾ കേട്ടുക വേഗം. കാപ്പിരികളെ നിങ്ങളെ കുറ്റം കൽപ്പലകകൾ കേട്ടുക വേഗം. പണി വീണ്ടും സജീവമായപ്പോൾ തമ്പുരാട്ടി വളരെ പ്രസാദ ഭാവത്തോടു കൂടി ആ പണി വീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നു. മറ്റാരും കാണാതെ അവൻ പിന്നിലൂടെ ചെന്നു. മറ്റാരും കേൾക്കാതെ തമ്പുരാട്ടിയോട് പറയുന്നു, പുണ്യപുഞ്ചമേ മഞ്ഞു പോവല്ലേ പൂർണ്ണലാവണ്യ പൊന്നുഷസേ ഭദ്രേ നിൻമുഖ കെൻമുഖത്തിൻ മുദ്ര ചാർത്തും മുഹൂർത്തം വരേക്കും രംഗമൊക്കെ ഒരുങ്ങി എന്നാലും ഒന്നുകില്ലണു പോലും പള്ളി ഒന്നുകില്ലണു പോലും പള്ളി. ഭദ്രേ നിൻമുഖത്തിൻ മുദ്ര ചാർത്തുന്ന സുമുഹൂർത്തം വന്നല്ലാതെ ഈ പള്ളി മന്ദിരത്തിന്റെ പണി പൂർത്തിയാകാൻ പോകുന്നില്ല. തമ്പുരാട്ടിക്ക് മനസ്സിലായി. അവനെ പറഞ്ഞനുനയിപ്പിക്കാൻ പ്രയാസമാണ്. അവർ തിരിച്ചു പോകുന്നു. അവരുടെ അന്തപുരത്തിൽ വന്ന് കിടന്ന് കരയുന്നു. അവരെ സമയം കണക്കാക്കുന്നു. അവർക്ക് മനസ്സിലായി ഇനി 1 മാസമേ ഉള്ളൂ. തോഴനെ കണ്ടില്ല, പള്ളിയും തീർന്നില്ല, ഓമറുണർന്നതുമില്ല, ഓമറുണർന്നതുമില്ല. തോഴനെ കണ്ടില്ല, പള്ളിയും തീർന്നില്ല, ഓമറുണർന്നതുമില്ല, ഓമറുണർന്നതുമില്ല. തമ്പുരാട്ടിയുടെ നിരാശാഭാവം കണ്ട് ആ അന്തപുര സ്ത്രീകൾ വന്ന് അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. തമ്പുരാട്ടി നിരാശപ്പെടാതെ, തമ്പുരാട്ടി ഒരു സുന്ദരിയാണെങ്കിൽ അവനെപ്പോലെ ഒരു സൗന്ദര്യദാഹിയായ, ഒരു സൗന്ദര്യ ആരാധകനായ ശില്പിയെ എന്തുകൊണ്ട് വീഴ്ത്തിക്കൂടാ? തമ്പുരാട്ടി എഴുന്നേക്ക്, തമ്പുരാട്ടി അണിഞ്ഞൊരുങ്ങ്. ഇതാ സർവാഭരണ വിഭൂഷിതയാക്കി അവരെ അണിയിച്ചൊരുക്കുന്നു. നമ്മുടെ വടക്കമ്പാട്ടിലെ വീരനായികമാരെ പോലെ അണിഞ്ഞൊരുങ്ങി തമ്പുരാട്ടി അയാളെ കീഴ്പ്പെടുത്താൻ ഇതാ വരുന്നു. അവന്റെ തപസ് മുടക്കാൻ ഇതാ വരുന്നു തമ്പുരാട്ടി. ഇലിച്ചൊരുൾമുടി കെട്ടിവെച്ച് അഞ്ജനം കൊണ്ടവൾ കണ്ണെഴുതി. ഇലിച്ചൊരുൾമുടി കെട്ടിവെച്ച് അഞ്ജനം കൊണ്ടവൾ കണ്ണെഴുതി. കണ്ണാടി നോക്കി തിലകം തൊട്ട് 7 കടലോടി വന്നവൾ. കണ്ണാടി നോക്കി തിലകം തൊട്ട് 7 കടലോടി വന്നവൾ. പച്ചോലപ്പട്ട് ചുളിയും തീർത്ത് ചമയങ്ങളെല്ലാം ചമഞ്ഞൊരുങ്ങി. പച്ചോലപ്പട്ട് ചുളിയും തീർത്ത് ചമയങ്ങളെല്ലാം ചമഞ്ഞൊരുങ്ങി. അവൻ തമ്പുരാട്ടിയുടെ മുന്നിൽ എത്തപ്പെട്ടിരിക്കുന്നു. അവനെ അങ്ങോട്ട് ക്ഷണിച്ചു. അടുത്തെത്തിയപ്പോൾ അവൾ വിളിച്ചു, ഓമർ. ഇത്രയും സുന്ദരിയായി തമ്പുരാട്ടിയെ കണ്ടിട്ടില്ല. അവൻ
ആ സൗന്ദര്യം കണ്ട് ആകെ മതി മറന്നു നിൽക്കുന്നു. തമ്പുരാട്ടി, 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 നിങ്ങൾക്ക് ഈ വിളി മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് എന്നോടൊരു സ്നേഹവും ഇല്ല. അങ്ങനെ പറയരുത് തമ്പുരാട്ടി. അടിയൻ പറഞ്ഞില്ലേ, അടിയന്റെ മനസ്സിൽ പരിശുദ്ധ പ്രേമം അങ്ങനെ പത്തിവിടത്തിൽ നിന്ന് ആടുകയാണ്. പിന്നെ പത്തിവിടത്തിൽ നിന്ന് ആടുന്നു. നിങ്ങൾ വെറുതെ വീൺവാക്ക് പറയുകയാണ്. നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല. സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളത് തെളിയിക്കുക. നിങ്ങൾ ഈ പള്ളിമന്ദിരത്തിന്റെ പണി തീർക്ക്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. പൊന്നും പണ്ടവും രത്നവും രാജ പണ്ടാരങ്ങളും തന്നേക്കാം, പൊന്നും പണ്ടവും രത്നവും രാജ പണ്ടാരങ്ങളും തന്നേക്കാം. ശില്പി മുഖ്യ പദവിയും നാഥൻ കൽപ്പിച്ചേരുമെന്നറിഞ്ഞാൽ, ശില്പി മുഖ്യ പദവിയും നാഥൻ കൽപ്പിച്ചേരുമെന്നറിഞ്ഞാൽ. എന്റെ പൊന്നു തമ്പുരാട്ടി, ഈ പള്ളിമന്ദിരം പൂർത്തിയാക്കുന്നതിനടി ഇനി യാതൊന്നും വേണ്ട, യാതൊന്നും വേണ്ട. പൊന്നും പണ്ടവും രത്നവും രാജ ഭണ്ഡാരങ്ങളും തന്നാൽ വേണ്ട, പൊന്നും പണ്ടവും രത്നവും രാജ ഭണ്ഡാരങ്ങളും തന്നാൽ വേണ്ട. ജീവിതം കവിൽ കുമ്പിലേക്കെന്റെ ജീവിത സ്വപ്നമെത്തി നോക്കുന്നു, ജീവിതം കവിൽ കുമ്പിലേക്കെന്റെ ജീവിത സ്വപ്നമെത്തി നോക്കുന്നു, ജീവിതം കവിൽ കുമ്പിലേക്കെന്റെ ജീവിത സ്വപ്നം എത്തി നോക്കുന്നു. അവൻ ആദ്യം എന്ത് പറഞ്ഞു അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. തമ്പുരാട്ടിക്ക് മനസ്സിലായി, ഇവനെ പറഞ്ഞനുനയിപ്പിക്കുക സാധ്യമല്ല. താൻ ഭർത്താവിനെ വഞ്ചിച്ച് അവന്റെ ഇംഗിതത്തിന് വഴങ്ങാനും ഒരുക്കമല്ല. എനിക്ക് ഈ പള്ളിമന്ദിരം വേണ്ട. അവർ തീരുമാനിക്കുന്നു, എനിക്ക് ഈ പള്ളിമന്ദിരം വേണ്ട. ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് ഈ പള്ളിമന്ദിരം എനിക്ക് വേണ്ട. ഇത് പൂർത്തിയാകാതെ കിടക്കട്ടെ, അദ്ദേഹം വരുമല്ലോ, വരുമ്പോൾ കാണും പൂർത്തീകരിക്കാത്ത പള്ളിമന്ദിരം എന്താണെന്ന് അദ്ദേഹം ചോദിക്കും. ഞാൻ കാര്യം പറയും, ഇവന്റെ പ്രേമദാഹവും അവന്റെ അഭ്യർത്ഥനയും എല്ലാം ഞാൻ പറയും. വള്ളിപ്പള്ളി വിസർഗം വിടാതെ എല്ലാം പറഞ്ഞു കൊടുക്കും. തിമൂർ മന്നന്റെ ആള് ഇവനെ ശരിപ്പെടുത്തും. അതാണ് അവന്റെ വിധിയെങ്കിൽ അവൻ അത് സഹിച്ചു കൊള്ളട്ടെ, അവൻ ഏറ്റുവാങ്ങിക്കൊള്ളട്ടെ. അങ്ങനെ തീരുമാനമെടുത്ത് സമാധാനിക്കാൻ തമ്പുരാട്ടി ശ്രമിച്ചു. പക്ഷേ ജനങ്ങൾ വിടുന്ന മട്ടില്ല. ജനങ്ങൾക്ക് വാക്ക് കൊടുത്തതാണ്. ഇവന്റെ വാക്ക് കേട്ട് ജനങ്ങൾക്കാകെ വാക്ക് കൊടുത്തു. നിങ്ങൾക്ക് ഉചിതമായ ഒരു ആരാധനാലയം ഇതാ സമർക്കണ്ടിന്റെ ഹൃദയഭാഗത്ത് പെട്ടെന്ന് എന്റെ ഭർത്താവ് വരുന്നതിന് മുമ്പ് ഉണ്ടാകാൻ പോകുന്നു പറഞ്ഞതാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് പള്ളിമന്ദിരം തീരുന്നില്ല എന്ന് ജനങ്ങൾ ചർച്ച ചെയ്യുന്നു. എവിടെ നോക്കിയാലും അങ്ങനെ ചർച്ച നടക്കുകയാണ്. അതാ ചന്തയിൽ നിന്ന് പോരുന്ന ജനങ്ങൾ പറയുന്ന കേട്ടില്ലേ, ചന്തയിൽ നിന്ന് പോകും ജനങ്ങൾ മന്ത്രിക്കുന്നത് കേൾക്കായിരയോ, ചന്തയിൽ നിന്ന് പോകും ജനങ്ങൾ മന്ത്രിക്കുന്നത് കേൾക്കായിരയോ. എന്ത് നിർമ്മാണമാണിത് മാസം 12 തുടങ്ങി, എന്ത് നിർമ്മാണമാണിത് മാസം 12 തുടങ്ങി. എടാ ഏതവനാടാ ഈ പള്ളി പണിയുന്നത്? 12 കാലമായിട്ട് ഇങ്ങനെ പണിയോട് പണി തന്നെ അങ്ങ് തീരുന്നില്ല. ഏതവനാടാ ഈ പണി തീർക്കാതെ ഇങ്ങനെ ടഴയ്ക്കുന്നത്? ആളുകൾ തമ്മിൽ സംസാരിക്കുന്നു. അതേ, പണി തീരാത്തത് ഒരു കാരണം കൊണ്ടാ. അതെന്താ? അത് രാജ്യദ്രോഹ ഉറക്കം പറഞ്ഞാൽ, അതുകൊണ്ട് എനിക്ക് പറയാൻ വയ്യ. ഏയ്, ഞങ്ങൾ ആരോടും പറയത്തില്ല. പറഞ്ഞു, അതേ, ഈ പള്ളി പണിയുന്ന ശില്പിയും നമ്മുടെ തമ്പുരാട്ടിയും തമ്മിൽ ആരോ വരുന്നു. പിന്നെ പറയാം ആരോ വരുന്നു. പക്ഷെ വന്നയാളിന് മനസ്സിലായി ഇവർ പറയുന്നത് പള്ളിമണിയുടെ കാര്യം തന്നെയാണെന്ന്. അയാൾ പറയുന്നു, പള്ളിമണിയുടെ കാര്യമാണോ പറയുന്നത്? അതെ, പള്ളിമണി തീരാത്തതിനൊരു കാരണമുണ്ട്. നിങ്ങളാരും വിചാരിക്കുന്ന കാരണമൊന്നുമല്ല. എന്താ അത്? ഈ പള്ളിമന്ദിരത്തിന്റെ താഴെ വേറൊരു പണി നടക്കുന്നുണ്ട്, ഭൂമിക്കടിയിൽ. അതെന്താ? ഈ പള്ളിയിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു ഗുഹാമാർഗം 200 മൈൽ നീളത്തിൽ അങ്ങ് താഷ്കണ്ട് പട്ടണം വരെ പോകുന്ന ഒരു ഗുഹാമാർഗം, അതിന്റെ പണി കീഴി നടക്കുക. അത് തീർന്നിട്ടേ പള്ളിമന്ദിരത്തിന്റെ പണി പൂർത്തിയാകും. അത് ശരി, അങ്ങനെ വരട്ടെ. അപ്പൊ അതാ പള്ളിപ്പണി തീരാത്തതല്ലേ? അതെ, ഈ പള്ളിമന്ദിരത്തിന്റെ പണി പൂർത്തിയാകും. ഇതിന് എത്ര നില കാണും? ഇതിന് 7 നില കാണും. 7 നിലയും പൂർത്തിയാകും. 7 നിലയും പൂർത്തിയായി 7ാമത്തെ നിലയുടെ മുകളിൽ കയറി ഈ ചൊവ്വന് നോക്കിയാൽ തെക്ക് പശ്ചിമ ദിക്ക് നോക്കുമ്പോൾ പക്കം കാണാം മദീനവും കാണാം. തെക്കു പശ്ചിമ ദിക്ക് നോക്കുമ്പോൾ പക്കവും കാണാം മദീനവും കാണാം. തെക്കു പശ്ചിമ ദിക്ക് നോക്കുമ്പോൾ പക്കവും കാണാം മദീനവും കാണാം. തെക്കു പശ്ചിമ ദിക്ക് നോക്കുമ്പോൾ മക്കം കാണാം മദീനവും കാണാം. പുണ്യഭൂമി കാണാം, മക്കവും മദീനവും ഒക്കെ കാണാമെന്ന് ഇവർ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കേട്ടുകൊണ്ട് വന്നത് ഒരു കെസ് പാട്ടുകാരനായിരുന്നു. പാവനനായ മുഹമ്മദ് മുസ്തഫ പള്ളിയുറങ്ങും മക്ക കാണാം. പാവനനായ മുഹമ്മദ് മുസ്തഫ പള്ളിയുറങ്ങും മക്ക കാണാം. എന്നാൽ സോദര വിശ്വാസികളുടെ സുന്ദര നഗരം മക്ക കാണാം. എന്നാൽ സോദര വിശ്വാസികളുടെ സുന്ദര നഗരം. അങ്ങനെ ആളുകൾ മനോധർമ്മം അനുസരിച്ച് ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നു, കഥകൾ ഉണ്ടാകുന്നു. ഈ കഥകളെല്ലാം യഥാസമയം തന്നെ തമ്പുരാട്ടി അറിയുന്നു. അവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗം വളരെ ശക്തമാണ്. ഈ കഥകളെല്ലാം അങ്ങ് ചെന്ന് കഴിഞ്ഞു.
ഈ കഥകളെല്ലാം ഈ ഗസ് പാട്ടുകാരൻ പറഞ്ഞതുൾപ്പെടെയുള്ളത് എല്ലാം തമ്പുരാട്ടി അറിഞ്ഞു കഴിഞ്ഞു. പക്ഷേ അവരെ വേദനിപ്പിച്ചതില്ല കഥ. താനും തമ്പുരാട്ടിയും താനും ശില്പിയും തമ്മിൽ അവിഹിത ബന്ധമുണ്ട്, എന്തോ പ്രശ്നമുണ്ട് എന്ന് പറയുന്ന ഒരു കള്ളക്കഥ. ആ കഥകൾ ഇനിയും ഉണ്ടാകും. എന്തുകൊണ്ട്? ഈ പള്ളിമന്ദിരം തീരാത്തത് കൊണ്ട്. അദ്ദേഹം വരുമ്പോൾ പള്ളിമന്ദിരം അഥവാ പൂർത്തിയായാലും ഇല്ലെങ്കിലും ഇത്തരം കഥകൾ അവശേഷിക്കും. ചിതറിക്കിടക്കുന്ന ഇവിടുത്തെ പണി പൂർത്തിയാകാത്ത ഈ മന്ദിരത്തിന്റെ കല്ലുകൾ, ആയിരക്കണക്കിന് കല്ലുകൾ, ആ കല്ലുകൾ ആയിരക്കണക്കിന് കഥകൾ ഉണ്ടാക്കും. ആ കഥകളെല്ലാം അദ്ദേഹത്തിന്റെ ചെവിയിൽ എത്തിയെന്നിരിക്കും. അതിനെല്ലാം താൻ സമാധാനം പറയണം. താൻ പറഞ്ഞത് ഒരുപക്ഷെ വിശ്വസിക്കും, പക്ഷേ അതിനെല്ലാം സമാധാനം പറയണം. നേരെ മറിച്ച് പള്ളിമന്ദിരം പൂർത്തിയായാൽ അതിന്റെ പിന്നിലെ ഒരു കഥ ആരും അന്വേഷിക്കാൻ പോകുന്നില്ല. ആ പള്ളിമന്ദിരത്തിന്റെ സൗന്ദര്യത്തിൽ, അതിന്റെ ആ ശോഭയിൽ എല്ലാവരും മതിമയങ്ങി അങ്ങനെ നിൽക്കും. അദ്ദേഹം പോലും അന്വേഷിക്കില്ല. ഞാൻ ഇതുവരെ ആ ശില്പിയുടെ ആഗ്രഹം മാനിക്കാത്തത് അതൊരു തെറ്റാണ് എന്നുള്ളതുകൊണ്ടാണ്. ഭർത്താവിനെ വഞ്ചിക്കുന്ന തരത്തിലായിരിക്കും എൻ്റെ ഒരു ഭാഗം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതുവരെ അയാളുടെ ആഗ്രഹം പരിഗണിക്കാതിരുന്നത്. എൻ്റെ ആഗ്രഹമല്ലല്ലോ, അവൻ്റെ ആഗ്രഹമല്ലേ. അതിന് പള്ളിമന്ദിരം തീർക്കാനുള്ള ഒരു മാർഗമായി അത് അവശേഷിക്കുന്നു. അതിനങ്ങ് വഴങ്ങിക്കൊടുത്താൽ എന്താ? വഴങ്ങിക്കൊടുത്താൽ തൻ്റെ ആഗ്രഹപ്രകാരമല്ലല്ലോ, തൻ്റെ ഇഷ്ടപ്രകാരമല്ലല്ലോ, തൻ്റെ ഇംഗിതപ്രകാരമല്ലല്ലോ, അവൻ്റെ ദുരാഗ്രഹം കൊണ്ടല്ലേ അത് സംഭവിക്കുന്നത്. സംഭവിച്ചുകൊട്ടെ, എനിക്കതിൽ യാതൊരു പങ്കുമില്ല. ഞാൻ വെറുതെ നിന്നു കൊടുക്കുക, നിസ്സംഗയായി നിന്നു കൊടുക്കുക. അവനവൻ്റെ ആഗ്രഹം നിറവേറ്റട്ടെ, അവൻ പള്ളിപണി പൂർത്തിയാക്കട്ടെ. ആ പള്ളിപണി പൂർത്തിയായാൽ അതിൻ്റെ പിന്നിലെ കഥ എൻ്റെ ഭർത്താവ് ഉൾപ്പെടെ ആരും തിരക്കില്ല. അതുകൊണ്ട് എനിക്ക് ഈ പള്ളിമന്ദിരം പൂർത്തിയാക്കണം, എനിക്ക് ഈ പള്ളിമന്ദിരം പൂർത്തിയാക്കണം. ആരെവിടെ? ഉത്തരവ്. നിങ്ങൾ ചെന്ന് അയാളോട്, ആ ശില്പിയോട്, വേണ്ട 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 വേണ്ട, അത് തെറ്റാണ്, പൊയ്ക്കോളൂ, ഒന്നുമില്ല, പൊയ്ക്കോളൂ. ഉത്തരവ്. ആരെവിടെ? ഉത്തരവ്. നിങ്ങൾ ചെന്ന് പറഞ്ഞു അയാളോട്. ഇല്ല, ഒന്നും കൽപ്പിച്ച് കേട്ടില്ല. എങ്കിൽ അയാളോട് ഉടനെ തന്നെ വേണ്ട 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 വേണ്ട, അത് തെറ്റാണ്, ഞാനത് ചെയ്യില്ല, എന്റെ ഭർത്താവിനോട് ആ തെറ്റ് ഞാൻ ചെയ്യില്ല, പൊയ്ക്കോളൂ പൊയ്ക്കോളൂ. ഉത്തരവ്. ഭടന്മാർ മാറി നിന്ന് പരസ്പരം പറയുന്നു, ഇവർക്ക് ഇത് എന്തോതിന്റെ കേടാ, കൂടെ വിളിച്ച് എന്തോ ഇത്. ആരെവിടെ? എടാ അതോ പിന്നെയും വിളിക്കുന്നതാ. അവരങ്ങോട്ട് ചെന്നു. തമ്പുരാട്ടി, നിങ്ങൾ ആ ശില്പി ഓമറോട് ചെന്ന് പറയൂ, അയാൾ ഉടൻ പള്ളിയറയിൽ എത്തിക്കൊള്ളാൻ. ഉത്തരവ്. അവരങ്ങോട്ട് ചെന്നു. ഓമറുടെ മുറിക്ക് തട്ടി. അയാൾ അകത്ത് വേറൊരു പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. ആരാധന മൂത്ത് തമ്പുരാട്ടിയുടെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നു. ചിത്രം ഏതാണ്ട് പൂർത്തിയാകാറായി. പക്ഷെ വാതിൽ മുട്ട് കേട്ടപ്പോൾ തനിക്ക് അനുവദിച്ചിട്ടുള്ള ഒരു കാര്യമല്ല ഈ ചിത്രം വരയ്ക്കുക എന്നുള്ളത്. പൊന്നുതമ്പുരാട്ടിയുടെ ചിത്രം അങ്ങനെ പ്രേമപൂർവ്വം വരയ്ക്കാവുന്നതല്ല. അതുകൊണ്ട് അയാൾ ആ ചിത്രമെടുത്ത് തിരിച്ചു വെച്ചു. പിന്നെ വന്ന് വാതിൽ തുറന്നു. അയാൾക്ക് മനസ്സിലായി അന്തപ്പുര ഭൃത്യന്മാരാണ്. അല്ല, അന്തപ്പുര ഭൃത്യന്മാരെല്ലാം കൂടി എന്താ വിശേഷം? നല്ല വിശേഷം. എന്താ വിശേഷം എന്ന് പറയൂ. ബീബി ഖന്നൂം തമ്പുരാട്ടി കൽപ്പന അയക്കുന്നു, ഓമർ ഉടൻ പള്ളിയറയിൽ എത്തിക്കൊള്ളാൻ. കാമബാണം പോലെത്തി ശില്പിയ കൊട്ടാരത്തി, കാമബാണം പോലെത്തി ശില്പിയ കൊട്ടാരത്തി. അസ്ത്രം തൊടുത്തുവിട്ട വേഗത്തിൽ അയാൾ അന്തപുരത്തിന്റെ രണ്ടാമത്തെ നിലയിൽ എത്തിക്കഴിഞ്ഞു. അവിടെ നിന്ന് അയാൾക്കൊരു സംശയം. 2 തവണ തന്റെ നേർക്ക് ഖഡ്ഗമുയർത്തിയ തമ്പുരാട്ടിയാണ്, തന്റെ കഴുത്തിന് നേർക്ക് വാൾ ഉയർത്തിയ തമ്പുരാട്ടിയാണ്. ഇനി അതിനായിരിക്കുമോ വിളിക്കുന്നത്? അങ്ങോട്ട് ചെന്നാൽ, ആവേശം കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ കഴുത്തിന് മീതെ തല കാണുമോ? ഇങ്ങനെ ശങ്കിച്ചു നിന്നു. ഒരു നിമിഷം ശങ്കിച്ചു നിന്നെങ്കിലും തൊട്ടടുത്ത നിമിഷം രണ്ടും കൽപ്പിച്ച് അയാൾ മുമ്പോട്ട് ചൂട് വെച്ചു. കാമൻ കടും കൂടി പൊട്ടുന്ന നെഞ്ഞുമായി കാൽമന്ദം വെച്ചു നടന്നു താനും. കാമൻ കടും കൂടി പൊട്ടുന്ന നെഞ്ഞുമായി കാൽമന്ദം വെച്ചു നടന്നു താനും. അന്യായമിന്നോളം തിണ്ടിയിട്ടില്ലാത്ത വിരിനികേതത്തിൽ ചെന്നുകേറി. അന്യായമിന്നോളം തിണ്ടിയിട്ടില്ലാത്ത വിരിനികേതത്തിൽ ചെന്നുകേറി. അയാൾ അന്തപുരത്തിലേക്ക്, തമ്പുരാട്ടിയുടെ മുറിയിലേക്ക് അയാൾ കടക്കുമ്പോൾ അതാ വാതിലിൽ തമ്പുരാട്ടി നിൽക്കുന്നു. മുഖപ്പെട്ടു മറയും നീക്കി പുത്തൻ പ്രതിമാ ശില്പം പോലെ നിൽക്കുന്നു കണ്ണും ബീവി ഓമറിൻ ചുണ്ടേൽക്കുവാൻ. പൊൽക്കവിൽ തടം കാട്ടി അങ്ങനെ കണ്ണും പൂട്ടി. പൊൽക്കവിൽ തടം കാട്ടി അങ്ങനെ കണ്ണും പൂട്ടി നിൽക്കുന്നു കണ്ണും ബീവി ഓമറിൻ ചുണ്ടേൽക്കുവാൻ. പൊൽക്കവിൽ തടം കാട്ടി അങ്ങനെ കണ്ണും പൂട്ടി നിൽക്കുന്നു കണ്ണും ബീവി
തൂങ്ങാൻ കൊൽക്കവിൽ തടം കാട്ടി അങ്ങനെ കണ്ണും മൂട്ടി നിൽക്കുന്നു കണ്ണും ബീവി ഓമറിൻ ചുണ്ടേൽക്കുവാൻ. ഒരു നിമിഷം, ഒരു നിമിഷം, ഒരു നിമിഷം. ആ നശിച്ച നിമിഷം കഴിഞ്ഞു. നിശ്ചയമാ കാഴ്ച കണ്ടു നിന്ന നക്ഷത്രം പൊട്ടി കരഞ്ഞിരിക്കും. നിശ്ചയമാ കാഴ്ച കണ്ടു നിന്ന നക്ഷത്രം പൊട്ടി കരഞ്ഞിരിക്കും. പിന്നിലെ താരകൾ ഒക്കെയും കണ്ണുകൾ ഒന്നിച്ചിറുക്കി അടച്ചിരിക്കും. പിന്നിലെ താരകൾ ഒക്കെയും കണ്ണുകൾ ഒന്നിച്ചിറുക്കി അടച്ചിരിക്കും. നിശ്ചയമാ കാഴ്ച കണ്ടു നിന്ന നക്ഷത്രം പൊട്ടിക്കരഞ്ഞിരിക്കും. ചുംബന ബലി കഴിഞ്ഞു. ആ ചുംബനം അർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. ചുംബന ബലി കഴിഞ്ഞു. ഓമലാൾ നടകൊണ്ടാൾ. കവി പിന്നെയും അവളെ ഓമലാൾ എന്ന് വിളിക്കുന്നു. അവളുടെ മനശോഭയ്ക്ക് മാരനെയ്താൽ മുറിയാത്തവളുടെ മനശോഭയ്ക്ക് ഒരു മങ്ങൽ പോലും ഏറ്റിട്ടില്ല എന്ന സൂചനയാണ്. ഓമലാൾ നടകൊണ്ടാൾ. അവളുടെ മനസ്സിലൊന്നു മാത്രം, ചിന്തയിൽ പതിക്കേകാനുള്ള പള്ളിയും. ഓമലാൾ നടകൊണ്ടാൾ. അവൾ ആ ഇടനാഴിയിലൂടെ നടക്കുന്നു. ഇടനാഴിയിൽ ഒരു ഭാഗത്ത് ഭിത്തിയിൽ തൂക്കിയിരിക്കുന്ന മുഖം നോക്കുന്ന കണ്ണാടിയുടെ മുന്നിൽ അവൾ വന്നു. ആ കണ്ണാടിയിലേക്ക് അവൾ അറിയാതൊന്ന് നോക്കി. കവിൾത്തടത്തിലൊരു അടയാളം, ചുംബനമേറ്റെടുത്തൊരു മുദ്ര, ഒരു ചുംബന മുദ്ര. അയ്യോ, ഇത് മായുന്നില്ല, ഇത് മായുന്നില്ല. കളങ്കം മായുന്നില്ല, കരഞ്ഞു രാജാങ്കന. കളങ്കം മായുന്നില്ല, കരഞ്ഞു രാജാങ്കന. കളങ്കം മായുന്നില്ല, കരഞ്ഞു രാജാങ്കന. കളങ്കം മായുന്നില്ല, കരഞ്ഞു രാജാങ്കന. പനിനീരിനാലം കഴുകി തുടച്ചിട്ടും കനകാങ്കുലികളാൽ കഠിനം വർദ്ധിച്ചിട്ടും കളങ്കം മായുന്നില്ല, കരഞ്ഞു രാജാങ്കന. കളങ്കം മായുന്നില്ല, കരഞ്ഞു രാജാങ്കന. കളങ്കം മായുന്നില്ല, കരഞ്ഞു രാജാങ്കന. കളങ്കം മായുന്നില്ല, കരഞ്ഞു രാജാങ്കന. ആ ചുംബന നിമിഷത്തിലേക്ക് അവളുടെ മനസ്സ് പാഞ്ഞുപോയി. എന്തൊരനുഭവമായിരുന്നു, എന്തൊരത്ഭുത വീര്യ ചുംബനം, എന്തൊരാത്തേയ കുംഭനം, എന്തൊരുൾക്കടരാഗ വൈദ്യുതി, എന്ത് വൈകാരികാഹുതി. കളങ്കം മായുന്നില്ല, കരഞ്ഞു രാജാങ്കന. കളങ്കം മായുന്നില്ല, കരഞ്ഞു രാജാങ്കന. കളങ്കം മായുന്നില്ല, കരഞ്ഞു രാജാങ്കന. കളങ്കം മായുന്നില്ല, കരഞ്ഞു രാജാങ്കന. അവളെ കിടക്കയിൽ ചെന്ന് കമണ്ണടിച്ചു വീണു. ആ തലയണ കണ്ണീർ കൊണ്ട് കുതിരുന്നു. വിങ്ങി പൊട്ടി കമണ്ണ് കിടന്ന് കരയുന്നു. അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിന്നപ്പോൾ അന്നപ്പുര സ്ത്രീകൾ വന്ന് വിളിച്ചു, തമ്പുരാട്ടി, തമ്പുരാട്ടി, തമ്പുരാട്ടി. അവൾ മുഖമുയർത്തി അവരെ നോക്കി. തമ്പുരാട്ടി, കവിൾത്തടത്തിലൊരു അടയാളം. അയ്യോ, ചുംബന മുദ്രയാണല്ലോ. അയ്യോ, ഇത് മായുന്നില്ലല്ലോ. തമ്പുരാട്ടി, ഒക്കെ നശിപ്പിച്ചു കളഞ്ഞല്ലേ, ഒക്കെ നശിപ്പിച്ചു കളഞ്ഞു. ഇനി പള്ളി മന്ദിരമല്ല സ്വർഗം തന്നെ കിട്ടിയാലെന്ന് ഒക്കെ നശിപ്പിച്ചു കളഞ്ഞല്ലോ തമ്പുരാട്ടി. നിരാശപ്പെടുത്തുന്ന വാക്കുകൾ, അവരെ നിരാശപ്പെടുത്തിയ വാക്കുകൾ ഉതിർത്ത ആ സ്ത്രീകളോട് അവൾക്ക് കണ്ടമാനം ദേഷ്യം വന്നു, കടുത്ത ദേഷ്യം വന്നു. സർവ്വ കരുത്തുമെടുത്ത് രണ്ട് കൈകൊണ്ട് ആ സ്ത്രീകളെ എല്ലാം തള്ളി അവൾ പുറത്താക്കി, ആ വാതിൽ വലിച്ചടച്ചു. അവൾ കിഴക്കയിൽ ചെന്ന് വീണ്ടും വീണു. വാതിലടഞ്ഞു കിടക്കുന്നു. അവിടെ ശ്മശാന മൂകത. അതിനുള്ളിൽ എന്ത് നടക്കുന്നു? എന്തും നടക്കട്ടെ, നമുക്ക് ഓമർ വാക്ക് പാലിച്ചോ എന്ന് നോക്കാം. ആ പണിസ്ഥലത്തേക്ക് പോയി നോക്കാം. ആ പണി എന്തായി? ആ ചുംബനമർപ്പിക്കാൻ അവസരം കൊടുത്താൽ അയാൾ ഈ പള്ളിമന്ദിരത്തിന്റെ പണി യഥാസമയം പൂർത്തിയാക്കാമെന്ന് വാക്ക് കൊടുത്തതാണ്. ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അത്ഭുതകരമാണ്. മനുഷ്യകുലം ഇന്നേ അവരെ കണ്ടിട്ടില്ലാത്ത ഗതിവേഗത്തിൽ ആ പള്ളിമന്ദിരം അങ്ങനെ കുതിച്ചുയരുന്നു. അതിന് പണി അതിവേഗം നടക്കുന്നു. അയാൾ ആ കാപ്പിരികളെ ആഹ്വാനം ചെയ്യുന്നു. കാപ്പിരികളെ നിങ്ങളെ കൂറ്റൻ കൽപ്പലകകൾ കേറ്റുക വേണം. കാപ്പിരികളെ നിങ്ങളെ കൂറ്റൻ കൽപ്പലകകൾ കേറ്റുക വേഗം. അമ്പിളിക്കല ചുംബിച്ചുകൊണ്ടൊരു കുംഭഗോപുരമുണ്ടായി വരേണം. അമ്പിളിക്കല ചുംബിച്ചുകൊണ്ടൊരു കുംഭഗോപുരമുണ്ടായി വരേണം.
ഉണ്ടായി വരേണം. ചത്വരംഗണ മധ്യത്തിലായൊരു ചിത്രമണ്ഡപമുണ്ടായി വരേണം. കാപ്പിരികളെ നിങ്ങളക്കൂറ്റൻ കൽപ്പലകകൾ കേറ്റുക വേഗം. കാപ്പിരികളെ നിങ്ങളക്കൂറ്റൻ കൽപ്പലകകൾ കേറ്റുക വേഗം. ഇന്ദ്രജാലത്താൽ എന്ന വണ്ണം ഇതാ ആ പള്ളിമന്ദിരത്തിന്റെ നിലകൾ ഓരോന്നോരോന്നായി പൂർത്തിയാകുന്നു. 5-ാം നില പൂർത്തിയായി, 6-ാം നിലയും പൂർത്തിയായി, 7-ാം നിലയും പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി മിനുക്കുമണികൾ മാത്രം ബാക്കി. അത് പൂർത്തിയാക്കാൻ ഓമർ ചായവും ബ്രഷുമായി അവിടെ ഓടി നടക്കുന്നു, മിനുക്കുമണികൾ ചെയ്യുന്നു. ഇനി ചായം പൂശാൻ ആ കുംഭഗോപുരത്തിന്റെ മുകളിൽ കാണുന്ന ആ ചന്ദ്രക്കല മാത്രം. അയാൾ സ്വയം അവിടെ ഏറിയെത്തി. അയാൾ തന്നെ അതിന് ചായം പൂശിക്കഴിഞ്ഞു. ആ പള്ളിമന്ദിരത്തിന്റെ പണി പൂർത്തിയായി. അത് ഓമർ പ്രഖ്യാപിച്ചും കഴിഞ്ഞു. ഓമർ ആരംഭിച്ച പള്ളിമന്ദിരത്തിന്റെ പണി ഇതാ പൂർത്തിയായിരിക്കുന്നു. ഇതിനെ ചൂഴ്ന്നു നിൽക്കുന്ന ഇതിന്റെ ഈ മറകളെല്ലാം അഴിച്ചു മാറ്റുവിൻ. ആ മറകൾ അഴിഞ്ഞു വീഴുന്നു. അവയെല്ലാം കാറ്റിൽ പാറി പാറി പറന്നകലുന്നു. ആകാശത്തിന്റെ പശ്ചാത്തലത്തിൽ, നീലാകാശത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതാ വാനിൽ തല ഉയർത്തി നിൽക്കുന്നു ഒരു പുതിയ താജ്മഹൽ. വെണ്ണക്കല്ലിൽ കടഞ്ഞെടുത്ത ഒരു മനോഹരമായ കവിതയുടെ പ്രതിരൂപം പോലൊരു പുത്തൻ താജ്മഹൽ. ആ വാർത്ത കാട്ടുതീ പോലെ സമർഖണ്ഡിന് പുറത്തും വരുന്നു. എല്ലായിടത്തു നിന്നും സൗന്ദര്യ ആരാധകർ ആവേശപൂർവ്വം ആ പള്ളിമന്ദിരം കാണാൻ എത്തുന്നു. ആളുകൾ വന്ന് കാണുന്നു, അതിന്റെ സൗന്ദര്യം നുകരുന്നു, മടങ്ങിപ്പോകുന്നു. എല്ലാവരും വന്നു, എല്ലാവരും കണ്ടു, എല്ലാവരും ആസ്വദിച്ചു. ഒരാൾ മാത്രം വന്നില്ല. ഈ പള്ളിമന്ദിരത്തിന്റെ പണിയുടെ പുരോഗതിയിൽ അങ്ങേയറ്റം താല്പര്യമുണ്ടായിരുന്ന തമ്പുരാട്ടി മാത്രം വന്നില്ല. എത്ര ഉദ്വേഗത്തോടെയായിരുന്നു, എത്ര ഉത്സാഹത്തോടു കൂടിയായിരുന്നു അവരാ പണി നടത്തിച്ചത്, ആ പണി പൂർത്തിയാകണമെന്ന് ആഗ്രഹിച്ചത്. ഇപ്പോൾ അവരുടെ അന്തപുരത്തിനുള്ളിൽ വാതിലടച്ചവർ കടന്നുകൂടിയിരിക്കുന്നു. 4-5 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ആ വാതിലിൽ ഇപ്പോൾ കാവൽ കിടക്കുന്ന ഭടന്മാരല്ല, ഈ പള്ളിമന്ദിരത്തിന്റെ നിഴൽപ്പാട് ചെന്ന് അവിടെ പാണ് കിടക്കുന്നു. അവരതിനുള്ളിൽ എന്തെടുക്കുന്നു ആർക്കും അറിയില്ല. അത് അന്തപുര രഹസ്യമാണ്, അരമന രഹസ്യമാണ്. പക്ഷേ ഏത് അരമന രഹസ്യവും അങ്ങാടിയിൽ പാട്ടാകും. ഇതും പാട്ടായി. 4 നാൾ കിടന്നു ബീവി നീരിറക്കിടാതെ, കൊലവും കരിഞ്ഞു പോയി ചോറു കണ്ടിടാതെ. 4 നാൾ കിടന്നു ബീവി നീരിറക്കിടാതെ, കൊലവും കരിഞ്ഞു പോയി ചോറു കണ്ടിടാതെ, ചോറു കണ്ടിടാതെ. കാച്ചിയെടുത്തില്ല സുർമ കണ്ടതില്ല കണ്ണ്, കാച്ചിയെടുത്തില്ല സുർമ കണ്ടതില്ല കണ്ണ്. കാച്ചിയ പൊന്നരഞ്ഞാണം നീക്കി വെച്ചു ബീവി, കാച്ചിയ പൊന്നരഞ്ഞാണം നീക്കി വെച്ചു ബീവി. 4 നാൾ കിടന്നു ബീവി നീരിറക്കിടാതെ, കൊലവും കരിഞ്ഞു പോയി ചോറു കണ്ടിടാതെ, ചോറു കണ്ടിടാതെ, ചോറു കണ്ടിടാതെ. അവൾ ആഹാരം കഴിക്കുന്നില്ല, ജലപാനം പോലും കഴിക്കുന്നില്ല, ആഭരണങ്ങൾ അണിയുന്നില്ല, കണ്ണുകളിൽ സുർമ എഴുതുന്നില്ല. പിന്നെ അവൾ അതിനുള്ളിൽ എന്തെടുക്കുന്നു? അവളെ അലട്ടുന്ന ഒരേ ഒരു പ്രശ്നം, കവിൾത്തടത്തിൽ പതിഞ്ഞുപോയ ചുംബനപ്പാട്. സഹൃദയരെ സുഹൃത്തുക്കളെ, ആ ചുംബനപ്പാട് കേവലം ഒരു പാടല്ല, അത് കഥയുടെ കാൽപ്പനിക ശക്തിയാണ്, കാൽപ്പനിക പ്രാധാന്യമാണ്. അവൾ നിഷ്കളങ്കയാണ്, ഭർതൃമതിയാണ്, ഭർത്താവിനോട് ബഹുമാനമുള്ളവളാണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു പൊലിപ്പിക്കാം, പറഞ്ഞു വാദിക്കാം, പറഞ്ഞു വ്യാഖ്യാനിക്കാം. അവൾക്കും പറയാം എന്റെ തെറ്റല്ല, ശില്പിയുടെ തെറ്റാണ്. എനിക്ക് ആഗ്രഹം ഭർത്താവിനോടുള്ള ബഹുമാനം രേഖപ്പെടുത്തുക എന്നുള്ളതാണ്, ദുരാഗ്രഹം അവൻ്റെതാണ് എന്നൊക്കെ പറയാം. പക്ഷേ എത്ര പാടിയാലും എത്ര പൊലിപ്പിച്ചാലും അവളുടെ മനഃശോഭ എത്ര തന്നെ മാരനെയ്താൽ മുറിയാത്തതാണ് എന്ന് നമ്മൾ സ്ഥാപിച്ചാലും തെറ്റ് തെറ്റ് തന്നെയാണ്, കളങ്കം കളങ്കം തന്നെയാണ് എന്ന് സൂചിപ്പിക്കുകയാണ് മായാത്ത ആ കളങ്കപ്പാട്, ആ ചുംബന മുദ്ര. അത് മായ്ച്ചു കളയാൻ കയ്യിൽ പനീർ പകർന്നു, അതുകൊണ്ട് കഴുകിക്കളയാൻ അവസാന ശ്രമം അവൾ ചെയ്യുന്നു. മുഖം നോക്കുന്ന കണ്ണാടി ഒരു കയ്യിലുണ്ട്, അവൾ അത് കഴുകിക്കളയാൻ ശ്രമിക്കുന്നു. പക്ഷേ അത് മായുന്നില്ല. അവൾക്ക് വല്ലാത്ത ദേഷ്യം, വല്ലാത്ത നിരാശ. കയ്യിലിരുന്ന മുഖം നോക്കുന്ന കണ്ണാടി അവൾ അകലേക്ക് വലിച്ചൊരേർ, അത് ഭിത്തിയിൽ തട്ടിപ്പൊട്ടി പളങ്കുമണി പോലെ ചിതറി വലിയ വലിയ ശബ്ദത്തോടെ. അവൾ ചെന്ന് വാതിൽ തുറന്നു. ശബ്ദം കേട്ട് അന്തപുര സ്ത്രീകൾ ഓടി വന്നു. ഇതാ വാതിൽ തുറന്ന് തമ്പുരാട്ടി പോകുന്നു, പുറത്തേക്ക് ഓടുന്നു, കൊട്ടാരത്തിന്റെ മുകളിലേക്ക് ഓടുന്നു. സ്ത്രീകൾ പിന്നാലെ ഓടുന്നു. തമ്പുരാട്ടി
തമ്പുരാട്ടി, അവിവേകം കാണിക്കരുത്, അവിവേകം കാണിക്കരുത്. ആ സ്ത്രീകൾ പിന്നാലെ ഓടിച്ചെന്ന് തമ്പുരാട്ടിയെ പിടിച്ചു നിർത്തിക്കഴിഞ്ഞു. കന്നൂമിനെ പിടിച്ചു നിർത്തിക്കഴിഞ്ഞു. തമ്പുരാട്ടി, എന്തിനുള്ള പുറപ്പാടാണ്, എന്തിനുള്ള പുറപ്പാടാണ്? എന്നെ വിടാൻ, എന്നെ വിടാൻ, എന്നെ വിടാൻ. എന്താ തമ്പുരാട്ടി, എന്താ പറ്റിയത്? എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചെന്നോ നിങ്ങളൊന്നും കേൾക്കുന്നില്ലേ? കുതിരക്കുളമ്പടി കേൾക്കുന്നില്ലേ? നോക്കൂ, ആ കുന്നുകൾക്കപ്പുറം പൊടിപടലം ഉയരുന്നത് കണ്ടില്ലേ? മൂടൽ മഞ്ഞ് പോലെ പൊടിപടലം ഉയരുന്നത് കണ്ടില്ലേ? തിമൂർ മന്നന്റെ മടങ്ങിവരവാണ്, എന്റെ ഭർത്താവിന്റെ തിരിച്ചുവരവാണ്. കണിശക്കാരനായ എന്റെ ഭർത്താവിന്റെ തിരിച്ചുവരവാണ്. ഇന്നൊരു വർഷം തികയുകയാണ് പോയിട്ട്. കൃത്യം ഒരു വർഷത്തിന് ശേഷം അതാ അദ്ദേഹം വരുന്നു. ശരിയാണ്, തിമൂർ മന്നൻ മടങ്ങി വരുന്നു. പൊടിപടലം ഇളക്കിക്കൊണ്ട് ആ കുതിരപ്പട വരുന്നു. ഏറ്റവും മുന്നിൽ വെള്ളക്കുതിരപ്പുറത്ത് അലങ്കൃതമായ തലപ്പാവ് മണിഞ്ഞ് വിജയഗർഭിൽ വിജയശ്രീലാളിതനായി അദ്ദേഹം കൊള്ളമുതലുമായി വരുന്നു. ആ കൊള്ളമുതലെല്ലാം കുതിരയുടെ പിന്നിൽ ചാക്കിൽ വെച്ച് കെട്ടി ആ കുതിരപ്പട പിന്നാലെ വരുന്നു, പിന്നാലെ വരുന്നു. അദ്ദേഹം കുലുങ്ങി 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 ആ കുന്നേറുന്നു. ആ കുതിര കുന്നേറിക്കഴിഞ്ഞു. ആ കുതിര, അദ്ദേഹത്തിന്റെ കുതിര ഇതാ കുന്നിന്റെ നെറുകയിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. അദ്ദേഹം താഴേക്ക് ഇറങ്ങുന്നു. കുന്നിറങ്ങിക്കഴിഞ്ഞു. പെട്ടെന്ന് അദ്ദേഹം കടിഞ്ഞാൻ പിടിച്ച് കുതിരയെ പിടിച്ചു നിർത്തി. നിക്ക്, നമുക്ക് വഴിതെറ്റിയെന്ന് തോന്നുന്നു. ഇതാ ഒരു പള്ളി മന്ദിരം. സമർഖണ്ഡിൽ ഇങ്ങനെ ഒരു പള്ളിയില്ല. ഇത് സമർഖണ്ഡാണല്ലോ, പിന്നെ ഈ പള്ളി മന്ദിരം? നാം ഇവിടെ നിന്ന് പോകുമ്പോൾ ഇങ്ങനെ പള്ളി മന്ദിരം ഇല്ലേ ഇല്ല. നമ്മുടെ അസാന്നിധ്യത്തിൽ ആരോ പണി കഴിപ്പിച്ചതാണ്. ഇവിടെ ഇങ്ങനൊരു പള്ളി പണിയാൻ അധികാരമുള്ളത് നമ്മുടെ ബീബിക്ക് മാത്രമാണ്. വരൂ നോക്കാം. അദ്ദേഹം കുതിരപ്പുറത്ത് നിന്നിറങ്ങി, പട്ടാളവും കുതിരപ്പുറത്ത് നിന്നിറങ്ങി. പിന്നെ എല്ലാവരും അടുത്തേക്ക് നടക്കുകയായിരുന്നു. അദ്ദേഹം പള്ളിമന്ദിരത്തിന് അടുത്തെത്തി. ആ ഭിത്തിയിലൊന്ന് തൊട്ടു നോക്കി. ഹായ്, ഇത് സത്യമാണ്, മിഥ്യയല്ല, ഇത് സത്യം തന്നെയാണ്. അദ്ദേഹം ആ പള്ളിമന്ദിരത്തിന്റെ സൗന്ദര്യം കണ്ട് മതിമറന്നു നിൽക്കുന്നു, നിർവൃതിക്കൊള്ളുന്നു. പട്ടാളക്കാർ ചിലര് വല്ലാത്ത ആവേശത്തിലാണ്. ഒരു പട്ടാളക്കാരൻ ആവേശം മൂത്ത് അകത്തൂടെ നിന്ന് നടക്കണം. അയാൾക്ക് മിനുസപ്പെടുത്തിയ ആ തറയിൽ കൂടെ അവൻ അകത്തേക്ക് ഒരു ഓട്ടം. അവൻ കാല് തന്നെ അടിച്ച് അങ്ങ് വീണു. തെന്നി പോന്നു. മൂന്നാമത്തെ നിലയിൽ ചെന്നാണ് നിന്നത്. അവൻ തിരിച്ചു വന്നു, പിടച്ചടിച്ചു തിരിച്ചു വന്നപ്പോൾ ഒരു പട്ടാളക്കാരൻ കളിയാക്കി. എന്തുവാടാ, പ്രാക്ടീസ് ഇല്ലാതെ വലിഞ്ഞ് കയറിക്കോളും, കമന്നടിച്ച് വീണല്ലേ? കമന്നടിച്ച് വീണു. ഇയാൾക്ക് പ്രാക്ടീസ് ഉണ്ടോ? പിന്നെ ഞാനല്ലേ പ്രാക്ടീസ് കണ്ടുപിടിച്ചത്. എന്നാ നീ ഒന്ന് നടക്ക്. അവൻ അതിലും വേഗത്തിൽ ചൂടെടുത്ത് വെച്ചില്ല. പോകുന്നു, തെറ്റി പോകുന്നു. 7ാമത്തെ മുറി ചെന്നാണ് നിന്നത്. അങ്ങനെ പല രസങ്ങളും അവിടെ നടക്കുന്നു. ഈ സമയത്ത് അന്തപുരത്തിൽ കണ്ണും ബീബിയെ ആ അന്തപുര സ്ത്രീകൾ അണിയിച്ചൊരുക്കുന്നു. തമ്പുരാട്ടി, മുഖം മിനുക്ക്, കരഞ്ഞ മുഖമായി അങ്ങോട്ട് ചെല്ലണ്ട, കണ്ണെഴുത്. അതെ, അദ്ദേഹം അവിടെ വന്ന് കാത്തു നിൽക്കുന്നു. ഗമന വിളംബന മരുതിനി മമ തകി ചെല്ലുക ചെല്ലുക നീ, പോവുക പോവുക നീ, ചെല്ലുക ചെല്ലുക നീ, പോവുക പോവുക നീ, ചെല്ലുക ചെല്ലുക നീ. കണ്ണും പൂവിയും മുന്നേ, തൊട്ടു പിന്നാലെ സ്ത്രീകൾ അനുഗമിച്ചു പോകുന്നു. മാരിവില്ലിൻ നിറപ്പകിട്ടാർന്ന നാരിമാരത്ത വൃത്തത്തിൽ നിന്നു മിനി മോഹന താരക പോലെ കണ്ണും ബീബി എമീറിന്റെ മുന്നിൽ. ആ ഭരണാധികാരിയുടെ മുന്നിൽ, എമീറിന്റെ മുന്നിൽ ഇതാ അവൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. കൈകൾ കൂപ്പി ബഹുമാനം രേഖപ്പെടുത്തുന്നു. ആ സാരിത്വം കൊണ്ടവൾ ആ കവിൾത്തടത്തിലെ ചുംബനപ്പാട് മറച്ചിരിക്കുന്നു. കൈ കൂപ്പിക്കൊണ്ട് ആ പള്ളിമന്ദിരം അദ്ദേഹത്തിന് സമർപ്പിച്ചുകൊണ്ട് അവൾ സംസാരിക്കുന്നു. ജീവനായക, സ്വീകരിച്ചാലും ഈ വിരഹിണിതന്നുപഹാരം. അള്ളാവിൻ തിരുനാമത്തിൽ ഈ പള്ളി നിർമ്മിച്ചത് അങ്ങേക്കു വേണ്ടി. ഞാൻ ഈ പള്ളി നിർമ്മിച്ചത് അങ്ങേക്കു വേണ്ടി. ആ സമർപ്പണം കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ ആദ്യമായി തിമൂർ മന്നന്റെ കണ്ണുകളിൽ നിന്ന് ആനന്ദ ബാഷ്പം തുളുമ്പി. നേരം സന്ധ്യയായി, നേരം ഇരുണ്ടു കഴിഞ്ഞു, രാത്രി വന്നിരിക്കുന്നു. ആ മധുവിധു രാത്രി ഇതാ വീണ്ടും വന്നിരിക്കുന്നു. വരികയാണ് രാത്രി, വരദമായ രാത്രി, വളരെ നാളുകൾക്കു ശേഷം ആ വസന്തരാത്രി. കളകളം പൊഴിഞ്ഞ് കിളികൾ കഥ പറഞ്ഞ രാത്രി, കഥ പറഞ്ഞ് കിളികൾ കഴിഞ്ഞ രാത്രി. രാത്രി, വരദമായ രാത്രി, വളരെ നാളുകൾക്കു ശേഷം ആ വസന്തരാത്രി, ആ വസന്തരാത്രി, ആ വസന്തരാത്രി.
മണിയറയിൽ അവൾ അണിഞ്ഞൊരുങ്ങി കാത്തിരിക്കുന്നു. കിടക്കയിൽ അവൾ ഇരിക്കുമ്പോൾ, ഖന്നും ബേബി ഇരിക്കുമ്പോൾ അദ്ദേഹം വരുന്നു. നൊണ്ടി നൊണ്ടി ആ സിംഹം വരുന്നു. ടൈമൂർ തലയും മുടന്തനായ തിമൂർ അദ്ദേഹം അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ അവൾ എഴുന്നേറ്റു. അവളുടെ കവിൾത്തടം മറച്ചിരിക്കുന്നു. അദ്ദേഹം കയ്യിൽ നിന്ന് വെട്ടിത്തിളങ്ങുന്ന ഒരു രത്നമാല പെട്ടെന്ന് അനാവൃതമാക്കി. ഇതാ നിനക്കൊരു രത്നമാല. നിനക്ക് രത്നത്തിന്റെ ആവശ്യമില്ല, കാരണം നീ തന്നെ രത്നമല്ലേ. ഇന്ദ്രനീലം നേത്രത്തിൽ മന്ദഹാസത്തിൽ മുത്തുകളല്ലേ, നിന്റെ ചുണ്ടിൽ പവിഴങ്ങളല്ലേ, നിൻ കവിളിലോ പത്മരാഗം താൻ. അദ്ദേഹം ആ മാല, ആ രത്നമാല അവളുടെ കഴുത്തിൽ അണിയിച്ചു കഴിഞ്ഞു. ആ രത്നത്തിന്റെ പ്രകാശം ആ മുറിയിലാകെ ഓളം വെട്ടുന്നു. അവളുടെ മുഖത്തും ആ പ്രകാശത്തിന്റെ ഓളം. കവിൾത്തടം മറച്ചിരിക്കുന്നു. ഭാര്യയുടെ ലൗകിക സൗന്ദര്യം, ആ മുഖ സൗന്ദര്യം സമ്പൂർണമായി കാണണമല്ലോ. അദ്ദേഹം അവൾ കവിൾത്തടം മറച്ചിരുന്ന ആ സാരിത്തുമ്പ് പിടിച്ചു മാറ്റി. ബീബി, എന്താ അതിന്റെ കവിൾത്തടത്തിൽ ഒരു അടയാളം? അവളിൽ നിന്ന് ഒരു മറുപടി ഉണ്ടായില്ല. പക്ഷെ അവളുടെ ഭാവങ്ങൾ മറുപടി പറഞ്ഞു. ആ ഭാവങ്ങൾക്ക് ഒരു കുറ്റബോധത്തിന്റെ ഭാവമുണ്ട്. അദ്ദേഹത്തിന് ചിലത് മനസ്സിലായി. അദ്ദേഹം ചിലത് ഗണിച്ചു കഴിഞ്ഞു. ബീബി, നിന്റെ കവിൾത്തടത്തിൽ ഈ അടയാളം എന്താണ്? ചോദിച്ചത് കേട്ടില്ലേ? നിന്റെ കവിൾത്തടത്തിൽ ഈ അടയാളം എന്താണ്? ആ അലർച്ച കേട്ടവൾ തളർന്നുപോയി. താഴേക്ക് മോഹാലസ്യപ്പെട്ട് വീഴാൻ തുടങ്ങി. പക്ഷേ അദ്ദേഹം കൈത്തണ്ടിൽ താങ്ങി നിർത്തി. ബലിഷ്ഠമായ ആ കൈത്തണ്ടിൽ തളർന്നു കിടന്നുകൊണ്ട് അവൾ അറിയാതെ ആ സത്യം മുഴുവൻ പറഞ്ഞു. കഴിഞ്ഞ കാലത്തുണ്ടായ പ്രേമകഥ മുഴുവൻ പറഞ്ഞു. ശില്പിയുടെ കഥ മുഴുവൻ വള്ളിപുള്ളി വിസർഗം വിടാതെ അദ്ദേഹത്തോട് പറഞ്ഞു കേൾപ്പിച്ചു. കഥ മുഴുവൻ കേട്ട് കഴിഞ്ഞ് തിമൂർ മന്നന്റെ ഭാവം മാറി. കൈത്തണ്ടിൽ തളർന്നു കിടന്ന ഭാര്യ അദ്ദേഹം വലിച്ചെടുത്ത് കിടക്കയിലേക്ക് ഒരു ഏറ്. അവളുടെ ശിക്ഷ എങ്ങനെ തീർന്നെന്ന് തോന്നുന്നു. എവിടെ അവനെവിടെ? ആ ശില്പി എവിടെ? അവനെ കൊണ്ടുവരൂ. പള്ളി പൊളിഞ്ഞവനെവിടെ? അവനെ കൊണ്ടുവരൂ. ആ പട്ടാളം അങ്ങോട്ട് പാഞ്ഞു. അവന്റെ മുറിയിലേക്ക് പാഞ്ഞു. ഓമർ അവിടെ ചിത്രം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ പെട്ടെന്ന് ചിത്രം എടുത്ത് തിരിച്ചു വെച്ചു. പെട്ടെന്ന് വാതിൽ തുറന്നു. നിങ്ങളെ തിമൂർ മന്നന്റെ മുന്നിലേക്ക് അദ്ദേഹം വരാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. തിമൂർ മന്നനെ വന്ന് മുഖം കാണിക്കണം. എന്താണാവോ വിശേഷം? എന്താണ് വിശേഷം? അറിഞ്ഞേ വരൂ അല്ലേ? അങ്ങോട്ട് ക്ഷണിക്കുന്നു. രാജസമ്മാനം തരാനാണെന്ന് തോന്നുന്നു. എളുപ്പം വന്നോളൂ. ആ പറഞ്ഞതിന്റെ അർത്ഥം, ദുരർത്ഥം അയാൾക്ക് ഗണിക്കാൻ കഴിഞ്ഞു. ശരിയാണ്, എനിക്കിനി രാജസമ്മാനം മാത്രമേ കിട്ടാനുള്ളൂ. ഞാനിതാ വന്നു കഴിഞ്ഞു. ഞാൻ ഈ വേഷം ഒന്ന് മാറട്ടെ. മഞ്ഞപ്പട്ട് കുപ്പായവും ഇട്ട് കുഞ്ഞിത്തൊപ്പി ശിരസിലും വെച്ചു, മഞ്ഞപ്പട്ട് കുപ്പായവും ഇട്ട് കുഞ്ഞിത്തൊപ്പി ശിരസിലും വെച്ചു, കൊച്ചു ശിഷ്യന്റെ കൈയും പിടിച്ച് പ്രേമശില്പി വേഗം നടന്നു. കൊച്ചു ശിഷ്യന്റെ കൈയും പിടിച്ച് പ്രേമശില്പി വേഗം നടന്നു. കൊച്ചു ശിഷ്യന്റെ കൈയും പിടിച്ച് ആ പ്രേമശില്പി തിമൂർ മന്നന്റെ മുഖം കാണിക്കാൻ ഇതാ പടിയിറങ്ങുന്നു. ഒടുവിൽ തിമൂർ മന്നന്റെ മുന്നിലെത്തിയത് ശിഷ്യൻ മാത്രം. അവനെ കണ്ടിട്ട് തിമൂർ മന്നൻ ചോദിച്ചു, ആര് നീ? അടിയൻ ഓമറുടെ ശിഷ്യൻ. എവിടെ നിന്റെ ഗുരുനാഥൻ? അടിയനും ഗുരുനാഥനും ഒരുമിച്ചാണ് പടിയിറങ്ങിയത്. 4ാമത്തെ പടി വരെ അടിയനോടൊപ്പം ഗുരുനാഥൻ ഉണ്ടായിരുന്നു. 4ാമത്തെ പടി കഴിഞ്ഞ് അടിയൻ നോക്കുമ്പോ ഗുരുനാഥനെ കാണാനില്ല. ചിറക് വെച്ച് പറന്നു പോയതാണോ ആവോ? ആ മറുപടി കേട്ട് അദ്ദേഹത്തിന് നിയന്ത്രിക്കാനായില്ല. അദ്ദേഹം തിമൂർ മന്നൻ വാളുറയിൽ നിന്ന് ഒരു ഒറ്റ വീശ് അവന്റെ തലയറ്റത്ത് ഇലത്ത് വീണു. ഇതാ ഒരു കബന്ധം കിടന്ന് കൈകാലിട്ടടിക്കുന്നു. ഒരു കുടം ചോര അവിടെ ഒഴുകി. അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു. ഓമർ രക്ഷപ്പെട്ടിരിക്കുന്നു. അവനെ പിടികൂടിയിട്ട് തന്നെ മറ്റു കാര്യം. ആജ്ഞയാണ്, ഓമരെ പിടികൂടി കൊണ്ടുവരും. പട്ടാളം രാജ്യമാസകലം വലവീശി. ഓമറെ കിട്ടിയില്ല. പട്ടാളം കവിഴ്ന്നു കിടന്ന കരിയില വരെ ഉയർത്തി നോക്കി. ഓമറെ കണ്ടില്ല. അയാൾ എവിടെ പോയി? ഞങ്ങളോട് കഥ പറഞ്ഞുകൊണ്ട് നിന്ന ആ വൃദ്ധനുണ്ടല്ലോ, പള്ളി സൂക്ഷിപ്പുകാരൻ വൃദ്ധൻ, അദ്ദേഹം ചോദിക്കുന്നു, എങ്ങ് പോയി ശില്പി, എങ്ങ് പോയി ശില്പി? കഥ പറയുന്ന ആള് ഞങ്ങളോട് ചോദിക്കുന്നു. ഞങ്ങൾക്കറിയാമോ? ഞങ്ങൾ അങ്ങോട്ടും ചോദിച്ചു, എങ്ങ് പോയി ശില്പി, എങ്ങ് പോയി ശില്പി? വൃദ്ധൻ പറഞ്ഞു, അല്ലാഹു അയിലം, അല്ലാഹു അയിലം. ഈശ്വരന് മാത്രം അറിയാം. ഇങ്ങ് ഭൂമിയിലാരും അവനെ കണ്ടോരില്ല, ഇങ്ങ് ഭൂമിയിലാരും അവനെ
കണ്ടോരില്ല. ഞാൻ ചോദിച്ചു, അയാൾ എവിടെ പോയി? ആ ശില്പി എവിടെ പോയി? വൃദ്ധൻ പറഞ്ഞു, പറഞ്ഞു തരാം. നിങ്ങൾ അങ്ങോട്ട് നോക്കൂ, ആ കുംഭഗോപുരം കണ്ടില്ലേ? അയാളത് പണിതത് ആർക്ക് വേണ്ടിയാണ്? തമ്പുരാട്ടിക്ക് വേണ്ടി അല്ല, ചുംബന സ്മരണയ്ക്കായി താൻ പണി തീർത്തുള്ളോര കുംഭഗോപുരത്തിന്റെ കൽക്കലായ വീടയോ ഓമർത്തൻ സ്വന്തം ഖബർ തീർത്തു വച്ചിരുന്നത്രേ. ആ മുറി പൂകാനൊരു ഗൂഢമാർഗവും വേറെ. ഓമർ എന്ന വിദഗ്ധനായ ശില്പിക്ക് അറിയാമായിരുന്നു, ഒരു ദിവസം തിമൂർ മന്നൻ മടങ്ങി വന്നതിന് ശേഷം തന്റെ പ്രേമത്തിന്റെ കഥയുടെ ചുരുളുകൾ മുഴുവൻ അറിയും, അദ്ദേഹം അറിയും. അതിനനുസരിച്ചുള്ള അതിക്രൂരമായൊരു ശിക്ഷ തനിക്ക് ലഭിക്കാനിടയുണ്ട്. ആ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടാൻ അയാൾ ഒരു മുന്നൊരുക്കം ചെയ്തിരുന്നു. വിദഗ്ധനായ ശില്പി അയാൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം അതിനുള്ളിൽ പണിതു വെച്ചിരുന്നു. ഒരു ശവക്കല്ലറ, സുരക്ഷിതമായ ഒരു അറ. ആ അറയിലേക്ക് അയാൾ അതിവിദഗ്ധമായി രക്ഷപ്പെട്ടു. അതിലേക്ക് പ്രവേശിക്കാൻ രഹസ്യമായ ഒരു വാതിലും അയാൾ തീർത്തു വെച്ചിരുന്നു. ആ രഹസ്യവാതിലൂടെ അയാൾ അകത്ത് കിടന്ന് ആ ശവക്കല്ലറ അയാളുടെ സ്വന്തം ഖബർ എന്നേക്കുമായി അടയ്ക്കുകയും ചെയ്തു. ഈ പള്ളി മേടയ്ക്കുള്ളിൽ ഒളിച്ചു കിടപ്പുണ്ട് ഇന്നും ആ പ്രണയാർത്ഥൻ, ഇന്നും ആ പ്രണയാർത്ഥൻ. ഇപ്പോഴും ഇതിനുള്ളിൽ നിന്നൊരത്ഭുത പ്രേമ സങ്കടഗാനം കേൾക്കാം കരളുള്ളവർക്കെല്ലാം. അത്ഭുത പ്രേമ സങ്കടഗാനം കേൾക്കാം കരളുള്ളവർക്കെല്ലാം. ആ പള്ളിമന്ദിരത്തിന്റെ മുന്നിൽ ചെന്ന് ഇപ്പോഴും കാതോർത്ത് നിൽക്കുന്ന ഏതൊരാൾക്കും, മനസ്സിലൊരിറ്റ് സ്നേഹം ബാക്കിയുള്ള ഏതൊരാൾക്കും, മനസ്സിലൊരിറ്റ് പ്രണയം ബാക്കിയുള്ള ഏതൊരാൾക്കും ഒന്ന് കാതോർത്താൽ ഇപ്പോഴും ഓമറുടെ സങ്കട പ്രണയഗാനം കേൾക്കാം എന്ന് പറഞ്ഞു തന്നുകൊണ്ട് വൃദ്ധൻ കഥ പറഞ്ഞ് പൂർത്തിയാക്കി ഞങ്ങൾക്ക് അഭിവാദ്യമരളി ആ പള്ളിക്കുള്ളിലേക്ക് കടന്നു പോവുകയും ചെയ്തു. എസ് കെ പൊറ്റക്കാടും സംഘവും 57 നാട്ടിൽ മടങ്ങിയെത്തി. 57 തന്നെ ഈ കഥ ഒരു ഖണ്ഡകാവ്യമായി അദ്ദേഹം എഴുതി പ്രസിദ്ധീകരിച്ചു. അതേ വർഷം തന്നെ 57 തന്നെ വി സാംബശിവൻ സുമനോഹരമായ ഒരു കഥാപ്രസംഗ ശില്പമായി ഇത് കൈരളിക്ക് സമ്മാനിച്ചു. അദ്ദേഹം 96 ലോകത്തോട് വിട പറയുന്ന കാലം വരെ ഇടമുറിയാതെ കഥ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരിടവേളയ്ക്ക് ശേഷം ഇപ്പോൾ എനിക്കും ആ കഥ പറയുവാൻ കഴിഞ്ഞിരിക്കുന്നു. ആ പാരമ്പര്യം നിലനിർത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അതിനിടവരുത്തിയത് നിങ്ങളെപ്പോലുള്ള സ്നേഹമുള്ള സഹൃദയന്മാരാണ്. ഈ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബാണ്. നിങ്ങൾക്കെല്ലാം നന്ദി രേഖപ്പെടുത്തുന്നു. കഥ കേട്ടിരുന്ന നിങ്ങൾക്ക് നന്ദി പറയുന്നു. സംഘാടകർക്ക് നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, അഭിവാദ്യങ്ങൾ.